ഹായ് ഓൾ. എൻ്റെ പേര് അശ്വതി. ഞാൻ ലേൺ വൈസിലെ കോമേഴ്സ് ആൻഡ് മാനേജ്മെന്റ് മെന്ററായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. സോ നമ്മൾ ഇന്ന് ഇവിടെ ഗ്യാദർ ചെയ്തിട്ടുള്ളത് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഓറിയന്റേഷൻ 9.0 നമ്മുടെ സക്സസ്ഫുൾ ആയിട്ട് ഓറിയന്റേഷൻ സെഷൻസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ 6th സെഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എല്ലാവരും ഇന്ന് ഇവിടെ ഗ്യാദർ ചെയ്തിട്ടുള്ളത്. സോ ഇന്നത്തെ സെഷന്റെ ഒരു മെയിൻ പർപ്പസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പലരും നിങ്ങളുടെ ഒരു ഇമ്മീഡിയറ്റ് കോൺടാക്ട് ആയിട്ടുള്ള അഡ്മിഷൻ എക്സിക്യൂട്ടീവിനെ അല്ലെങ്കിൽ നിങ്ങളുടെ മെന്റേഴ്സിനെ മാത്രമായിരിക്കും നിങ്ങൾക്ക് പരിചയം ഉണ്ടാവുക. പക്ഷെ അവരിൽ ഒതുങ്ങുന്നതല്ല ലേൺ വൈസ് ടീം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഒരു എൻറ്റയർ ടീമിനെ മൊത്തത്തിൽ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരുന്ന ഒരു സെഷനാണ് നമ്മൾ ഇന്നിവിടെ കണ്ടക്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ദ പവർ ഓഫ് കമ്മ്യൂണിറ്റി എന്നുള്ളതാണ് നമ്മുടെ സെഷന്റെ പേര് വരുന്നത്. സോ നമുക്ക് ഓരോരുത്തരെ ആയിട്ട് നമുക്ക് ഈ ഒരു സെഷനിൽ പരിചയപ്പെടാം. എത്ര വലിയൊരു ടീമാണ് നിങ്ങളുടെ ഒരു അക്കാദമിക് ജേർണി സക്സസ്ഫുൾ ആയിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ലേൺ വൈസ് ടീം എത്രത്തോളം എഫേർട്ട് എടുക്കുന്നുണ്ട്, എന്തെല്ലാം ഓപ്പർച്യൂണിറ്റീസ് ആണ്, എന്തെല്ലാം ഇനീഷ്യേറ്റീവ്സ് ആണ് നമ്മുടെ സൈഡിൽ നിന്നുള്ള തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സെഷൻ നമ്മൾ ഇന്ന് കണ്ടക്ട് ചെയ്യുന്നത്. നമ്മുടെ ഒരു ടാഗ് ലൈൻ പോലെ ഇഗ്നൈറ്റ്, ഇന്നോവേറ്റ്, ഇന്റഗ്രേറ്റ്. നമ്മൾ പുതിയതായിട്ടുള്ള നമ്മുടെ ക്രിയേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ കണ്ടുപിടിച്ച് അതിനെ ഇന്നോവേറ്റ് ചെയ്തിട്ട് അത് നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മുടെ ഒരു കരിയർ അംബിഷൻ ഗോൾസ് ആയിട്ട് ഇന്റഗ്രേറ്റ് ചെയ്തിട്ട് സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ലൈഫ് ലീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളെ എനേബിൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ടീം ഒരുമിച്ച് തന്നെ ഒരു കമ്മ്യൂണിറ്റി ആയിട്ട് തന്നെ വർക്ക് ചെയ്യുന്നത്. അതിന്റെ പാർട്ടായിട്ടുള്ള ഇൻട്രൊഡക്ഷൻ ഓരോ ടീം മെമ്പേഴ്സിനെ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരുന്ന ഒരു ഒക്കേഷനാണ് നമ്മൾ ഇന്നിവിടെ കണ്ടക്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇന്ന് നമ്മുടെ സക്സസ്ഫുൾ ആയിട്ടുള്ള സെഷൻ 6 നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഓറിയന്റേഷൻ സെഷൻ നിങ്ങൾ ആദ്യത്തെ സെഷൻ മുതൽ തന്നെ നിങ്ങൾ എല്ലാവരും തന്നെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ടാവും. അപ്പൊ നമ്മുടെ ഇന്നത്തെ സെഷൻ 6 ആണ് നമ്മൾ ഇന്ന് കണ്ടക്ട് ചെയ്യുന്നത്. സോ ഇതിൽ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ നിങ്ങളുടെ ആ ഒരു കരിയർ ഗ്രോത്തിന്, നിങ്ങളുടെ ആ ഒരു കരിയർ ജേർണിയിൽ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എൻറ്റയർ ലേൺ വൈസ് ടീം ആരൊക്കെയാണ്, അതിന്റെ പുറകിൽ ആരൊക്കെയാണ് നിങ്ങൾക്ക് ഹെൽപ്പിംഗ് ഹാൻഡ്സ് ഓഫർ ചെയ്യുന്നതെന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു സെഷൻ നടത്തുന്നത്. ഇന്നത്തെ കീ ഗോൾസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ കോർ ലേൺ വൈസ് ടീം ആരൊക്കെയാണ്, അക്കാദമിക് ഡിവിഷൻ ഉണ്ട്, മെന്റർഷിപ്പ് ഡിവിഷൻ ഉണ്ട്, ഇത് കൂടാണ്ട് ഒരുപാട് ഡിവിഷൻസ് ഇനിയും വരാനുണ്ട്. അവരെല്ലാം തന്നെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഇന്നത്തെ സെഷനിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടാവും കേട്ടോ. പിന്നെ ഓരോ ടീം മെമ്പേഴ്സിന്റെ റോൾ എന്താണ്, ഇപ്പൊ നിങ്ങൾക്ക് തന്നെ അറിയാൻ പറ്റുന്നുണ്ടാവും. നിങ്ങൾ അഡ്മിഷൻ എടുത്ത ആളുടെ ഒരു ആക്ടിവിറ്റീസ് ആവില്ല നിങ്ങളുടെ മെന്റേഴ്സ് നിങ്ങൾക്ക് വേണ്ടി ചെയ്തു തരുന്നുണ്ടാവുക. അതുപോലെ ഓരോ ടീം മെമ്പേഴ്സിന്റെയും ആ ഒരു ആസ് എ കമ്മ്യൂണിറ്റി നമ്മൾ ഓരോരുത്തർക്കും ഓരോരോ റോള് അസൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അത് എന്തൊക്കെയാണെന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാനും കൂടെ വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്നത്തെ ഒരു സെഷൻ കണ്ടക്ട് ചെയ്യുന്നത്. സോ ബേസിക്കലി നമ്മുടെ ഒരു ടീമിന്റെ ഒരു പിക്ചറാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ടാവുക. നിങ്ങൾക്ക് തന്നെ നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്താണ് നിങ്ങളുടെ മെന്റേഴ്സിനെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. നിങ്ങൾ ഡിഫറെന്റ് സെഷൻസിൽ കണ്ടിട്ടുള്ള ഒരു പരിചിതമായ മുഖങ്ങളായിരിക്കും നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ടാവുക. അപ്പോൾ നിങ്ങളും ഇപ്പോൾ ഈ ഒരു ലേൺ വൈസ് കമ്മ്യൂണിറ്റിയിൽ ഒരു പാർട്ടാണെന്നുള്ളത് ഞാൻ സന്തോഷത്തോടുകൂടെ അറിയിക്കുന്നു. നിങ്ങൾ എന്നിവിടെ ലേൺ വൈസിൽ ജോയിൻ ചെയ്തോ അന്ന് മുതൽ തന്നെ നമ്മുടെ ലേൺ വൈസ് കമ്മ്യൂണിറ്റി ഡേ ബൈ ഡേ ബിഗർ ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിലോട്ട് നിങ്ങളും കൂടെ ഒരു പാർട്ട് ആയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്കും സന്തോഷം, നിങ്ങൾക്കും സന്തോഷം. ആ ഒരു കോഴ്സ് നിങ്ങൾക്ക് സക്സസ്ഫുൾ ആയിട്ട് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പോലും നിങ്ങൾ എന്താണ് ലേൺ വൈസിന്റെ ആ ഒരു ഇതില് ഈ ഒരു കമ്മ്യൂണിറ്റിയിലെ പാർട്ടായിട്ട് നിങ്ങൾ എല്ലാ കാലത്തും ഉണ്ടാവും എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. സോ എങ്ങനെയാണ് നമ്മുടെ ഒരു ലേൺ വൈസ് ടീം ഓർഗനൈസ് ചെയ്തിട്ടുണ്ട് ഉള്ളതെന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും. നമ്മുടെ ഏറ്റവും ഹെഡായിട്ട് നമുക്ക് CEO ഉണ്ട്, നമുക്ക് ഫൗണ്ടർ ആയിട്ടുള്ള നമ്മുടെ മുഹമ്മദ് സർ ഉണ്ട്, നമ്മുടെ CEO ആയിട്ടുള്ള റഹീസ് സർ ഉണ്ട്. അത് കൂടാണ്ട് തന്നെ നൗഫൽ സർ, റസൽ സർ തുടങ്ങിയിട്ടുള്ള ഈ ഓരോ സെക്ഷനും വളരെ നല്ല രീതിയിൽ തന്നെ ഹാൻഡിൽ ചെയ്ത് എൻറ്റയർ ആ ഒരു ടീമിനെ ഒരുമിച്ച് ഒരു ഗോളിലോട്ട് നയിക്കുന്ന ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ടീം നമ്മുടെ ലേൺ വൈസിന്റെ പുറകിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അത് കൂടാണ്ട് തന്നെ നമ്മുടെ CXO ആയിട്ടുള്ള ചീഫ് എക്സ്പീരിയൻസ് ഓഫീസർ ആയിട്ടുള്ള ലിൻസി മാം ഓൾസോ ഈ ഒരു കോർ ടീമിന്റെ പാർട്ടായിട്ടാണ് ഫംഗ്ഷൻ ചെയ്യുന്നത്. എല്ലാവരും തന്നെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇനി വരും സെഷൻസിലും ഇന്നത്തെ സെഷനിൽ തന്നെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ പരിചയപ്പെടാൻ വേണ്ടി പോകുന്നുണ്ടാവും. ഒരു എൻ്റെ ടീം നമ്മൾ നോക്കുന്ന സമയത്ത് നമുക്ക് പല പല ഡിവിഷൻ ആയിട്ടാണ് നമ്മുടെ ഫംഗ്ഷനിങ് നടന്നുകൊണ്ടിരിക്കുന്നത്. അക്കാദമിക്സ് ഡിവിഷൻ ഉണ്ട്, അഡ്മിഷൻ ആൻഡ് രജിസ്ട്രേഷൻ വിങ് ഉണ്ട്, ലേണർ എക്സ്പീരിയൻസ് അസസ് ചെയ്യുന്ന വിങ് ഉണ്ട്, അക്കാദമിക് കൗൺസിലിംഗ് ഉണ്ട്, മെന്റർഷിപ്പ് ടീം ഉണ്ട്, ക്രിയേറ്റീവ് ടീം വർക്ക് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഇന്നോവേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ക്രിയേറ്റീവ് ടീം വർക്ക് ചെയ്യുന്നുണ്ട്. സ്റ്റുഡൻറ് സപ്പോർട്ട് ഡിവിഷൻ ഉണ്ട്, റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഡിവിഷൻ ഉണ്ട്, അക്കാദമിക് കോർഡിനേഷൻ വിങ് ഉണ്ട്, ടെക്നോളജിക്കൽ ആയിട്ടുള്ള ആ ഒരു ചേഞ്ചസ് ഒക്കെ കോപ്പപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ടെക്നോളജി വിങ്ങും നമുക്ക് വർക്ക് ചെയ്യുന്നുണ്ട്. ഇതിനെല്ലാം ഉപരി ഡേ ബൈ ഡേ ചേഞ്ചസ് ആണ് നമ്മുടെ ലൈഫിലും നമ്മുടെ ചുറ്റുപാടും എല്ലാം തന്നെ. അതിൽ തന്നെ നമ്മളും ആ ഒരു പുതിയ പുതിയ ചേഞ്ചസും പുതിയ ന്യൂ ഇനീഷ്യേറ്റീവ്സും എല്ലാം തന്നെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്താണ് ഒരു ന്യൂ ഇനീഷ്യേറ്റീവ്സ് വിങ്ങും നമ്മുടെ ലേൺ വൈസിൽ വർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ.
ഇനി ഞാൻ വളരെയധികം സന്തോഷത്തോടു കൂടെ നമ്മുടെ CEO ആയിട്ടുള്ള റഹീസ് സാറിനെ വെൽക്കം ചെയ്യാണ് ഈ സെഷനിലോട്ട്. റഹീസ് സാറിന്റെ സെഷനിലൂടെ നിങ്ങൾക്ക് സാറിന് എന്താണ് നിങ്ങളെ ഒരു ന്യൂ ബാച്ച് എന്നുള്ള ഒരു സ്റ്റുഡൻസ് എന്നുള്ള നിലയ്ക്ക് നിങ്ങളുടെ അടുത്ത് എന്ത് മെസ്സേജാണ് സാറിന് കൺവേ ചെയ്യാനുള്ളത് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും തന്നെ കേൾക്കാം. ഓവർ ടു റഹീസ് സർ. Okay, thank you, Shruti. Hi everyone, good evening. So, ഞാൻ ഇതിന് മുന്നേ 1-2 സെഷനിൽ വന്നിട്ടുണ്ടായിരുന്നു. ഇന്നത്തെ ഈ ഒരു സെഷൻ നമ്മുടെ മെന്റർഷിപ്പ് ഡിവിഷനിൽ മാത്രമാണ് നമ്മൾ റെസ്ട്രിക്ട് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ടാണ് പാർട്ടിസിപ്പേഷൻ ക്ലോസ് ടു 200 എന്നുള്ള രീതിയിൽ വന്നിട്ടുള്ളത്. നോൺ മെന്റർഷിപ്പ് ഡിവിഷൻ ഇന്നത്തെ സെഷനിലല്ല. ഓക്കെ, സോ പിന്നെ ഇത് 6ാമത്തെ സെഷനാണ് ലേൺവൈസിന്റെ. അപ്പം ഇതിൽ ബേസിക്കലി അശ്വതി മാം പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ലേൺവൈസ് ടീമിനെ നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്തുക. അതുപോലെ തന്നെ മെന്റർഷിപ്പ് ബാച്ചിൽ നിങ്ങൾക്ക് എന്തൊക്കെ സർവീസസ് ആണ് നിങ്ങൾക്ക് കിട്ടുന്നത്, അതുപോലെ തന്നെ ഓൺബോർഡർ ആയി കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്ന ഒരു സെഷൻ കൂടിയാണ്. അപ്പം ലേൺവൈസിനെ കുറിച്ച് 1-2 കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇതിനു മുന്നേയും സൂചിപ്പിച്ചിട്ടുണ്ട്. എന്നിരുന്നാലും അതായത് ലേൺവൈസ് 2021 അല്ലെങ്കിൽ 2020 ലാസ്റ്റിലായിരുന്നു ലേൺവൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം നമ്മൾ ഇനീഷ്യലി നോ കോഴ്സസിന് 4 കോഴ്സസ് ആയിരുന്നു ലേൺവൈസ് സപ്പോർട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പം ഈ ഒരു 4-4.5 വർഷത്തെ ജേർണിയിൽ നമ്മളിപ്പം എത്തി നിൽക്കുന്നത് 22ഓളം കോഴ്സസിന് സപ്പോർട്ട് കൊടുക്കുന്ന ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോം ആയിട്ടാണ് ലേൺവൈസ് ഇപ്പം എത്തി നിൽക്കുന്നത്. തീർച്ചയായിട്ടും നമുക്ക് ഡിജിറ്റലി ഒക്കെ നല്ല ഒരു പ്രസൻസ് ലേൺവൈസിന് ഇപ്പം നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പം റീസെന്റ് ആയിരുന്നു യൂട്യൂബിൽ 1 മില്യൺ നമുക്ക് എടുക്കാൻ പറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ആയിട്ട് ഡിജിറ്റൽ പ്രസൻസ് ആ രീതിയിൽ ലേൺവൈസ് ഒരു ബ്രാൻഡായിട്ട് മാറിയിട്ടുണ്ട്. ഇതെല്ലാം നമുക്ക് സാധിച്ചെടുക്കാൻ പറ്റിയിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെ പോലെയുള്ള ലേണേഴ്സ് വിവിധ ബാച്ചുകളിലായിട്ട് നമുക്ക് തൗസൻഡ്സ് ഓഫ് ലേണേഴ്സ് ഇപ്പൊ തന്നെ ലേൺവൈസിൽ പഠിച്ചിറങ്ങിയിട്ടുണ്ട്, അല്ലെങ്കിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന. അപ്പൊ നമുക്ക് അലുമിനി സെഷൻ കഴിഞ്ഞ ദിവസം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ഒരുപാട് പേര് അത് അറ്റൻഡ് ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പൊ അവരുടെ എക്സ്പീരിയൻസ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കേട്ടിട്ടുണ്ടാവും. അപ്പം ലേൺവൈസിൽ ഇപ്പോൾ ഒരു അലുമിനി എന്നുള്ള രീതിയിലായി വരുന്നേ ഉള്ളൂ. കാരണം നമ്മുടെ ലേൺവൈസ് നിലവിൽ വന്നിട്ട് ഇപ്പോൾ 4-4.5 വർഷം ആവുന്നുണ്ട്. ഇപ്പൊ ഡിഗ്രിയിലൊക്കെ ഏകദേശം ഒരു ബാച്ചും അതുപോലെ തന്നെ മാസ്റ്റേഴ്സിൽ 1-2 ബാച്ചൊക്കെയാണ് ഇപ്പോൾ അലുമിനിയിലോട്ട് വന്നിട്ടുള്ളത്. അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് ഇപ്പം അശ്വതിയോട് തുടക്കത്തിൽ പറഞ്ഞ പോലെ നിങ്ങളുടെ ഈ ജേർണി ലേൺവൈസിന്റെ കൂടെയുള്ള ജേർണി എന്ന് പറയുന്നത് ഇപ്പൊ ഡിഗ്രി ആണെങ്കിൽ നിങ്ങൾ 3 വർഷത്തെ കോഴ്സ് ആണെങ്കിൽ 3 വർഷം, അല്ലെങ്കിൽ 4 വർഷത്തെ കോഴ്സ് ആണെങ്കിൽ അങ്ങനെ, PG ആണെങ്കിൽ 2 വർഷം. ആ ഒരു 2 വർഷത്തിൽ ഒതുങ്ങി നിൽക്കുന്നില്ല. അതിനപ്പുറത്തേക്കും ലേൺവൈസ് കമ്മ്യൂണിറ്റി എന്നുള്ള ആ ഒരു ലാർജ് ഇതിലോട്ട് നിങ്ങൾ ഭാഗമാക്കുകയാണ്. അപ്പം നമ്മുടെ അലുമിനി സെഷനിലായിട്ടും വിവിധ സെഷനുകളിലൊക്കെ ഒരുപാട് പേര് ലേൺവൈസിൽ നിന്ന് പഠിച്ചിറങ്ങിയവർ പല രീതിയിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ അതൊക്കെ നമുക്ക് വലിയ സന്തോഷം നൽകുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പൊ അങ്ങനെ ആ ഒരു കമ്മ്യൂണിറ്റി ബിൽഡിംഗ് തന്നെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതിലൊരു ഒരുപാട് നോളജ് എക്സ്ചേഞ്ചും കാര്യങ്ങളൊക്കെ അതിലൂടെ നടത്തപ്പെടുന്നുണ്ട്. അപ്പം ആ രീതിയിൽ ലേൺവൈസ് ഇനിയും ഒരുപാട് രീതിയിൽ വളരാനൊക്കെ ആഗ്രഹിക്കുന്ന ഒരു ടീമും കൂടിയാണ്. അതുപോലെ തന്നെ നമുക്ക് ലേൺവൈസിൽ ഇപ്പം ഒരുപാട് ഡിവിഷൻസ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തന്നിട്ടുണ്ട്. അപ്പോൾ കുറച്ചൊരു ഫോട്ടോസ് നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ ഒരു ഫോട്ടോയിൽ ഒതുങ്ങി നിൽക്കുന്നതല്ല ലേൺവൈസ് എന്നുള്ളത്. തീർച്ചയായിട്ടും നിങ്ങളുടെ ഫസ്റ്റ് ഹാൻഡ് ആയിട്ടുള്ള നിങ്ങളുടെ മെന്റേഴ്സിന്റെ ഫോട്ടോ ആണ് അതിൽ കാര്യമായിട്ട് കൊടുത്തിട്ടുള്ളത്. കാരണം നിങ്ങൾ ഡേ ടു ഡേ നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന മെന്റേഴ്സിന്റെ കൂടെ തന്നെ. ലേൺവൈസ് എന്നുള്ള പ്ലാറ്റ്ഫോം ക്ലോസ് ടു 100-ൽ പരം എംപ്ലോയീസ് വർക്ക് ചെയ്യുന്ന വിവിധ റോളുകളിൽ വർക്ക് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ലേൺവൈസ് എന്നുള്ളത്. അപ്പൊ അവർ ഓരോരുത്തർക്കും ഓരോ റോള് ആണ് ഉള്ളത്. അപ്പൊ നിങ്ങൾക്ക് തുടക്കത്തിൽ നിങ്ങളെ കണക്ട് ചെയ്തിട്ടുണ്ടാവും ഒരു അഡ്മിഷൻ എക്സിക്യൂട്ടീവ് അല്ലെങ്കിൽ അക്കാഡമിക് കൗൺസിലർ ആയിട്ട് നിങ്ങളെ കണക്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പൊ അതിനൊരു ടീം തന്നെ നമുക്ക് ഡെഡിക്കേറ്റഡ് ആയ ടീം ഉണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ മെന്റർഷിപ്പ് ബാച്ചിലോട്ട് വന്നതിന് ശേഷം നിങ്ങൾക്ക് ഒരു മെന്റർ നിങ്ങൾ അസൈൻ ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്ക് സ്ട്രോങ് ആയിട്ടുള്ള ഒരു മെന്റർഷിപ്പ് ഡിവിഷൻ നമുക്കുണ്ട്. അതിന് കൂടാതെ തന്നെ നമുക്ക് അക്കാഡമിക്സ് ഡിവിഷനും അതുപോലെ തന്നെ മറ്റ് ക്രിയേറ്റീവ് ഡിവിഷനും അതുപോലെ തന്നെ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് വിങ്, അങ്ങനെ ഒരുപാട് വിങ്ങുകൾ ലേൺവൈസിലുണ്ട്. അപ്പൊ അതെല്ലാം കൂടി നമുക്കൊരു 100 പേര് ഡെഡിക്കേറ്റഡ് ആയിട്ട് നിങ്ങളുടെ അക്കാഡമിക് ആൻഡ് എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ്, നിങ്ങളുടെ നോൺ അക്കാഡമിക് ലൈഫൊക്കെ വളരെ എളുപ്പമാക്കാൻ വേണ്ടിയിട്ട് 100 പേരടങ്ങുന്ന ഒരു ടീം നിരന്തരം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അപ്പം ആ രീതിയിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ലേൺവൈസിൽ കയറുമ്പോൾ നിങ്ങളുടെ ഫസ്റ്റ് ഒരു ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് നിങ്ങളുടെ ഡിഗ്രിയും PG ഏതാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് അത് നല്ല മാർക്കോട് കൂടിയിട്ട് പാസ്സാവുക എന്നുള്ളതാണ്. പക്ഷെ ലേൺവൈസ് അവിടെ നിൽക്കുന്നില്ല. നമ്മൾ തീർച്ചയായിട്ടും ഒരു വിർച്വൽ കോളേജ് യൂണിവേഴ്സിറ്റി പോലെ തന്നെയാണ് ലേൺവൈസ് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ അക്കാഡമിക് ജേർണിയുടെ അപ്പുറത്തേക്ക് നിങ്ങളുടെ കരിയർ കൗൺസിലിംഗ്, അതുപോലെ തന്നെ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് റിലേറ്റഡ് ആയിട്ടുള്ള സ്കിൽ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളിലൊക്കെ ഒരുപാട് കോൺട്രിബ്യൂഷൻ ലേൺവൈസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്, ചെയ്തുകൊണ്ടിരിക്കുകയാണ്.
പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഒരുപാട് ഇവന്റ്സ് കാര്യങ്ങൾ, അതുപോലെ തന്നെ കൾച്ചറൽ ഇവന്റ്സും സോഷ്യൽ ഇവന്റ്സും അതുപോലെ തന്നെ ഇമ്പോർട്ടൻറ്റ് ഡേയ്സ്, അങ്ങനെ എല്ലാ കാര്യങ്ങളിലും സെലിബ്രേറ്റ് ചെയ്തുകൊണ്ട് തന്നെയാണ് ലേൺവൈസ് നമ്മുടെ ലേണേഴ്സിന്റെ കൂടെ തന്നെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിലൊക്കെ നിങ്ങളുടെ ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ എന്നുള്ളത് വളരെ ക്രൂഷ്യലാണ്. അപ്പം ഒന്ന് രണ്ട് കാര്യം കൂടി ഞാൻ ഒന്ന് പറയാൻ ആഗ്രഹിക്കുന്നതാണ്. ഇപ്പൊ നമ്മുടെ ലേൺവൈസിൽ ഒരുപാട് ഇനീഷ്യേറ്റീവ്സ് നമ്മൾ ചെയ്യാറുണ്ട്. അപ്പൊ അതിൽ ഇപ്പം നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങളുടെ എക്സാം കാര്യങ്ങളൊക്കെ വരുമ്പോൾ തന്നെ അതിന് മുന്നേ ആയിട്ട് നമ്മുടെ കഴിഞ്ഞ സെഷനിൽ നമ്മുടെ ലേൺവൈസിന്റെ ടൂൾസിനെ കുറിച്ചിട്ട് അല്ലെങ്കിൽ ഫീച്ചേഴ്സിനെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിൽ നമ്മുടെ നോട്ട്സ്, അതായത് എക്സാം സ്പെഷ്യൽ ഗൈഡ്, നമ്മുടെ ഹെൽപ്പ് ബുക്കിനെ കുറിച്ചിട്ടും അതുപോലെ തന്നെ അസൈൻമെന്റ് ഗൈഡ് ബുക്ക്, എക്സാം റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിലൊക്കെ തീർച്ചയായിട്ടും ഡേ ടു ഡേ ആയിട്ട് നമ്മൾ ഓരോ കാര്യങ്ങൾ ഇന്നോവേറ്റ് ചെയ്തിട്ടാണ് ഓരോ കാര്യങ്ങൾ പുതുതായിട്ട് നമ്മൾ കൊണ്ടുവരുന്നത്. അപ്പം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് ഒക്കെ നിങ്ങൾ കണ്ടിട്ട് പലരും നമ്മുടെ യൂട്യൂബിൽ ആ ഒരു വീഡിയോ കണ്ടിട്ടായിരിക്കും ലേൺവൈസിനെ നമ്മുടെ അക്കാഡമിക് കൗൺസിലർ കണക്ട് ചെയ്തിട്ട് അങ്ങനെ തന്നെ ജോയിൻ ചെയ്തവരൊക്കെ ഉണ്ടാവും. അപ്പൊ ആ രീതിയിൽ ഡെയിലി നമ്മൾ ഓരോ കാര്യങ്ങളും ഇഗ്നോർ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളും അതിനപ്പുറത്തേക്ക് നമ്മുടെ ലേണേഴ്സിനെ എങ്ങനെയാണ് ഏറ്റവും സിമ്പിൾ ആയിട്ട് കോൺഫിഡന്റ് ആയിട്ട് പരീക്ഷ എഴുതാനും അതിലൂടെ അവർക്ക് അവർ ഉദ്ദേശിക്കുന്ന ആ ഡ്രീമിലോട്ട് എത്താനും പറ്റും എന്നുള്ളത് തന്നെയാണ് നമ്മൾ കോൺസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിലിട്ട് ഒരുപാട് ഇനിഷ്യേറ്റീവ്സ്, അപ്പോൾ നമ്മൾ ഇനിയും ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങളുടെ വാല്യുബിൾ ആയിട്ടുള്ള ഫീഡ്ബാക്സും കാര്യങ്ങളൊക്കെ നിങ്ങൾ അറിയിക്കുക. നിങ്ങൾക്ക് സജഷൻസ് ഉണ്ടെങ്കിൽ പറയാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും ഇനിഷ്യേറ്റീവ്സ് ആ രീതിയിൽ ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് തുറന്നു പറയുക. തീർച്ചയായിട്ടും നമ്മളെല്ലാം കേൾക്കാനും അതിനനുസരിച്ച് നമുക്ക് പറ്റുന്ന രീതിയിൽ നിങ്ങൾക്ക് ഏറ്റവും ഉപകാരപ്പെടുന്ന രീതിയിൽ അത് ചെയ്തെടുക്കാനും നമ്മൾ തയ്യാറാണ്. അപ്പൊ ആ രീതിയിലുള്ള ടീം നമുക്കുണ്ട്. പിന്നെ നമ്മൾ ഉദ്ദേശിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ കറന്റ് ഇപ്പം 22 കോഴ്സാണ് ലേൺവൈസിൽ ഉള്ളത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് പറയാം ഇഗ്നോയിലെ 22 കോഴ്സസും സപ്പോർട്ട് കൊടുക്കുക എന്ന് പറയുന്നത് ലേൺവൈസ് ടീം എന്നുള്ള രീതി നമുക്ക് ചലഞ്ചിങ് ആണ്. പക്ഷേ അതിന് സ്ട്രോങ് ആയിട്ട് നമുക്ക് അത്രയും കോഴ്സസ് സപ്പോർട്ട് കൊടുക്കാനുള്ള ഒരു 100 മെമ്പേഴ്സ് ഡെഡിക്കേറ്റഡ് ടീം തന്നെ നമുക്കുണ്ട്. പിന്നെ ഫാക്കൽറ്റീസും അതൊക്കെ എക്സ്ട്രാ വരുന്നതാണ്. അപ്പോൾ ഫാക്കൽറ്റീസിന് കൂട്ടുവാണെങ്കിൽ നമുക്കൊരു 200+ മെമ്പേഴ്സ് ലേൺവൈസിൽ ഉണ്ടായിരിക്കുന്നത്. അപ്പൊ ആ രീതിയിൽ നമുക്ക് ആ ഒരു ടീമുണ്ട്. ആ ടീമിന്റെ രീതിയിൽ അവരും തീർച്ചയായിട്ടും ആ രീതിയിൽ തന്നെ വളരെ ഹാർഡ് വർക്കിംഗ് ആയിട്ട് വർക്ക് ചെയ്യുന്നതുകൊണ്ടാണ് ഇപ്പൊ നമുക്ക് 22 കോഴ്സസിലായിട്ട് നമുക്ക് എത്താൻ പറ്റിയിട്ടുള്ളത്. ഒരു നെക്സ്റ്റ് സൈക്കിളൊക്കെ ആകുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഇനിയും ഒരു 10 to 15 കോഴ്സസും കൂടി ആഡ് ചെയ്യാനുള്ള പ്ലാനിലാണ്. 35-36 കോഴ്സിലോട്ടൊക്കെ ഇഗ്നോ കോഴ്സസ് സപ്പോർട്ട് കൊടുക്കാനുള്ള ഒരു പ്ലാനും കൂടി നമുക്കുണ്ട്. അപ്പൊ ആ രീതിയിലൊക്കെ നമുക്ക് വളരാനും അതുപോലെ തന്നെ നമ്മുടെ ഇഗ്നോ ലേണേഴ്സിന് അതുപോലെ തന്നെ നമ്മുടെ ലേണേഴ്സിനും ആ രീതിയിൽ സപ്പോർട്ട് കൊടുക്കാനൊക്കെ നമ്മൾ പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങളുടെ ആ ഒരു സപ്പോർട്ടോട് കൂടിയിട്ട് തന്നെയാണ് ഇപ്പം ലേൺവൈസ് ഈ ഒരു നിലയിൽ എത്തിയിട്ടുള്ളത് എന്നുള്ളത് യാതൊരു നമുക്കൊരു നിസ്സംശയം പറയാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ്. ലേണേഴ്സിന്റെ ആ ഒരു ഹോണസ്റ്റ് ആയിട്ടുള്ള ഫീഡ്ബാക്സും അവരുടെ സപ്പോർട്ടും കൂടി തന്നെയാണ് നമുക്ക് ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോമിനെ നമുക്ക് ഇങ്ങനെ ഒരു ബ്രാൻഡായിട്ടും അല്ലെങ്കിൽ ഈ രീതിയിൽ നമുക്ക് കെട്ടിപ്പടുക്കാനും സാധിച്ചിട്ടുള്ളത്. തീർച്ചയായിട്ടും നമുക്ക് ഇനിയും മുന്നോട്ട് പോകേണ്ടതുണ്ട്. നിങ്ങൾക്ക് ആ രീതിയിലുള്ള സപ്പോർട്ട് നൽകാനുള്ള ഒരുപാട് ഇനീഷ്യേറ്റീവ്സുമായിട്ട് നിങ്ങൾ തീർച്ചയായിട്ടും വരുന്നതായിരിക്കും. അപ്പം ഈ ഒരു അവസരത്തിൽ തീർച്ചയായിട്ടും നിങ്ങളോട് എനിക്ക് ഒരു മെസ്സേജ് ആയിട്ട് പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഒരു ഡ്രീമുമായിട്ടാണ് നമ്മുടെ ലേൺവൈസിൽ വന്നിട്ടുള്ളത്. തീർച്ചയായിട്ടും ആ ഡ്രീമിനെ ഒരു റിയാലിറ്റി ആക്കാൻ അല്ലെങ്കിൽ അത് നിങ്ങൾക്ക് ഒരു ആക്ഷനിലോട്ട് മാറ്റിയെടുക്കാനുള്ള എല്ലാ സപ്പോർട്ടും ലേൺവൈസ് ടീമിന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കും. അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും ടു ദ എൻഡ് വരെ, അതായത് നിങ്ങളുടെ കോഴ്സ് പൂർത്തിയാക്കുന്നത് വരെ തീർച്ചയായിട്ടും ലേൺവൈസിന്റെ ഭാഗമായി തന്നെ നിങ്ങൾ തുടരുക. അതിനുശേഷം നമ്മുടെ ലേൺവൈസ് കമ്മ്യൂണിറ്റി അലുമിനി ഡിവിഷന്റെ ഒക്കെ ഭാഗമായിട്ട് നിങ്ങൾ തീർച്ചയായിട്ടും ലേൺവൈസുമായിട്ട് ആ ഒരു കൊളാബറേഷനും അതുപോലെ തന്നെ ആ രീതിയിലുള്ള ഒരു എൻഗേജ്മെന്റ്സും കാര്യങ്ങളും നിങ്ങൾ വീണ്ടും തുടർന്ന് പോവുകയും ചെയ്യും വേണം. അത് നമ്മുടെ ഒരു ഭാഗത്തുനിന്നുള്ള റിക്വസ്റ്റ് ആണ്. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങളുടെ ഈ ഒരു ജേണി തീർച്ചയായിട്ടും നമുക്ക് ഒരു 2 വർഷം കഴിയുമ്പോൾ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു 3 വർഷത്തെ ഡിഗ്രി ലൈഫ് കഴിയുമ്പോൾ തീർച്ചയായിട്ടും ആ ഒരു വ്യത്യാസം നിങ്ങൾക്ക് കാണാൻ പറ്റും. ആ രീതിയിലുള്ള ഇന്നോവേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പൊ അതെല്ലാം ചെയ്തുകൊണ്ടേയിരിക്കും. ടൈം ടു ടൈം ആയിട്ട് നമ്മളത് റിലീസ് ചെയ്യുന്നതായിരിക്കും. അപ്പം ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പം ഇനി ഞാൻ നമ്മുടെ ചീഫ് എക്സ്പീരിയൻസ് ഓഫീസർ ആയിട്ടുള്ള ലിൻസിയെ വെൽക്കം ചെയ്യാണ്. അപ്പൊ ലിൻസി മാം നിങ്ങൾക്ക് മെന്റർഷിപ്പ് ഡിവിഷനെ കുറിച്ചിട്ടും അതുപോലെ തന്നെ നമ്മുടെ ലേൺവൈസിലെ മറ്റ് ഡിവിഷനെ കുറിച്ചിട്ടും വളരെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നതായിരിക്കും. സോ ഐ വെൽക്കം ലിൻസി ടു ടേക്ക് ഓവർ ഫ്രോം ഹിയർ. ഓവർ ടു യു ലിൻസി. താങ്ക് യു ഓൾ.
Thank you, Raheesar, and good evening to everyone present here. So, ഞാനൊന്ന് എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. റഹീസർ ഓൾറെഡി പറഞ്ഞു നമ്മുടെ ലേൺ വൈസിന്റെ ചീഫ് എക്സ്പീരിയൻസ് ഓഫീസർ ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ചിലപ്പോൾ കുറേ പേർക്ക് എന്നെ കണ്ട് പരിചയം ഉണ്ടാവുമായിരിക്കും, ചിലർക്ക് ചിലപ്പോൾ ആദ്യമായിട്ടായിരിക്കും കാണുന്നുണ്ടാവുക. സോ ഓറിയന്റേഷൻ സ്റ്റാർട്ട് ചെയ്ത് നിങ്ങൾ നമ്മളുടെ ഒരു ഫ്ലോയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരിക്കും. സോ നമുക്കറിയാം ഇന്നത്തെ ഒരു സെഷന്റെ പ്രത്യേകത എന്താണെന്നുള്ളത് ഓൾറെഡി റഹീസർ എക്സ്പ്ലെയിൻ ചെയ്തു. സോ ഇന്നത്തെ നമ്മളുടെ സെഷന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് വിത്ത് മെന്റർഷിപ്പ് ബാച്ചിലുള്ള ലേണേഴ്സിനായിരുന്നു നമ്മളുടെ ഇന്നത്തെ സെഷൻ മെയിൻ ആയിട്ട് ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ എല്ലാവർക്കും ഇന്നിവിടെ ജോയിൻ ചെയ്തിട്ടുള്ള എല്ലാ ലേണേഴ്സിനും മെന്റേഴ്സ് അവൈലബിൾ ആയിരിക്കും. സോ ഇപ്പോൾ ഓറിയന്റേഷൻ കഴിഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം ഫസ്റ്റ് ടൈം ആണ് ഞാൻ എല്ലാവരെയും മീറ്റ് ചെയ്യുന്നത്. സോ ഐ എം വെരി ഹാപ്പി ആൻഡ് പ്രൗഡ് ടു മീറ്റ് യു ഓൾ. സോ എല്ലാവരും ആദ്യം തന്നെ ലേൺ വൈസ് ഫാമിലിയിലേക്ക് ഫ്രം മൈ എൻഡ് അല്ലെങ്കിൽ സ്റ്റുഡൻറ് സക്സസ് ഡിവിഷനിൽ നിന്റെ പാർട്ടായിട്ട് എല്ലാവരും ഒഫീഷ്യലി ലേൺ വൈസ് ഫാമിലിയിലേക്ക് ഒന്നുകൂടി വെൽക്കം ചെയ്യാണ്. സോ നമ്മൾക്ക് ഇന്നത്തെ നമ്മുടെ സെഷന്റെ പ്രത്യേകതയായിട്ടുള്ളതിൽ വൺ ഓഫ് ദ തിങ് നമ്മൾ മെന്റർഷിപ്പിന്റെ ഫീച്ചേഴ്സുകൾ പരിചയപ്പെടുക എന്നുള്ളതാണ്. എന്തൊക്കെ റിസോഴ്സസ് സപ്പോർട്ട്സ് നിങ്ങൾ ഓൾറെഡി ഇപ്പോൾ ക്ലാസ്സസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് കോഴ്സ് സ്റ്റാർട്ട് ചെയ്ത് പഠിച്ച് നിങ്ങളുടെ മെന്റേഴ്സ് നിങ്ങളെ കീപ്പ് ഓൺ കോൺടാക്ട് ആയിരിക്കും. എങ്കിലും സ്റ്റിൽ നമ്മൾ എന്തൊക്കെ സോഴ്സസ് അല്ലെങ്കിൽ എന്തൊക്കെ സപ്പോർട്ട്സുകളാണ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതിൻ്റെ കംപ്ലീറ്റ് ഒരു ഔട്ട്ലുക്ക് ആയിരിക്കും ഇന്നത്തെ നമ്മുടെ സെഷനിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവും. സോ അതിനുവേണ്ടി ലെറ്റ് മീ ഷെയർ ദ സ്ക്രീൻ. സോ നമുക്കറിയാം നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ ലേൺ വൈസിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു മെന്റർഷിപ്പ് ബാച്ചോട് കൂടെ ആയിരിക്കും നിങ്ങൾ എല്ലാവരും ജോയിൻ ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു മെന്റർ അസൈൻഡ് ആയിരിക്കും. സോ നിങ്ങൾ എല്ലാവരെയും ഗൈഡ് ചെയ്യുക എന്നുള്ളൊരു മെയിൻ ഒബ്ജക്റ്റീവിലാണ് നമ്മൾക്കൊരു മെന്റർഷിപ്പ് സപ്പോർട്ടോട് കൂടെ നമ്മളുടെ ലേൺ വൈസ് ജോയിൻ ചെയ്യുന്ന എല്ലാ ലേണേഴ്സിനെയും നമ്മൾ ഗൈഡ് ചെയ്യുന്നുണ്ട്. വിത്ത് മെന്റർഷിപ്പ് മാത്രമല്ല വിത്തൗട്ട് മെന്റർഷിപ്പിലുള്ള ലേണേഴ്സിനെ എല്ലാവരെയും ജോയിൻ ചെയ്തിട്ടുള്ള എല്ലാ ലേണേഴ്സിനും നമ്മൾ ഗൈഡ് ചെയ്യുന്നുണ്ട്. സോ എങ്ങനെയാണ് ഒരു മെന്ററിന്റെ റോള് വരുന്നത്, ഹൗ ദ മെന്റർ ഇസ് ഗോണ ഗൈഡ് എന്നുള്ളതായിരിക്കും നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ നമുക്കറിയാം നേരത്തെ ഒരു സ്ലൈഡിൽ നമ്മൾ കണ്ടിരുന്നു ഒരു മെന്റർ നമ്മൾ സാധാരണഗതിയിൽ ഒരു സ്റ്റെപ്പ് കയറിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ. ആ സ്റ്റെപ്പിലേക്ക് താഴെ നിന്നുള്ള ഒരു സ്റ്റെപ്പിലേക്ക് നിങ്ങളെല്ലാവരും ലിഫ്റ്റ് ചെയ്ത് മേളിലേക്ക് കൊണ്ടുവരുന്ന ഒരു പിക്ചർ ആയിരുന്നു നമ്മൾ നേരത്തെ സ്ലൈഡിൽ കണ്ടിരുന്നത്. സോ ദാറ്റ് ഇസ് വാട്ട് അവർ മെന്റേഴ്സ് ഇസ് ഓൾസോ ഡൂയിങ്. സോ നമുക്കറിയാം നിങ്ങൾ എല്ലാവരും ഒരു ഗോളായിട്ടായിരിക്കും നമ്മളുടെ മെന്റർ അല്ലെങ്കിൽ ലേൺ വൈസിലേക്ക് ജോയിൻ ചെയ്തതും ഒരു മെന്റർ പാക്കേജോട് കൂടെയൊക്കെ ജോയിൻ ചെയ്തിട്ടുണ്ടാകും. സോ ആരാണ് ആക്ച്വലി മെന്റർ എന്നുള്ളത് നമുക്കറിയാം. നമ്മളുടെ സബ്ജക്ട് അക്കാഡമിക് എക്സ്പേർട്ട് ആണ് നമ്മളുടെ മെന്റർ എന്ന് പറയുന്നത്. അതായത് നിങ്ങൾക്ക് അസൈൻ ചെയ്യപ്പെട്ടിരിക്കുന്ന മെന്റർ നിങ്ങൾ ഏത് പ്രോഗ്രാമാണോ എൻറോൾ ചെയ്തിട്ടുള്ളത് ആ പ്രോഗ്രാമിന്റെ സബ്ജക്ട് എക്സ്പേർട്ട് ആണ് നിങ്ങളുടെ മെന്റർ എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു BA സൈക്കോളജി ജോയിൻ ചെയ്തിട്ടുള്ള ഒരു ലേണർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മെന്റർ അസൈൻ ചെയ്യപ്പെട്ടിരിക്കുന്ന മെന്റർ എന്ന് പറയുന്നത് പോസ്റ്റ് ഗ്രാജുവേഷനൊക്കെ കഴിഞ്ഞ് നല്ല റെപ്യൂട്ടഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പോസ്റ്റ് ഗ്രാജുവേഷനൊക്കെ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള ഒരാളായിരിക്കും നിങ്ങൾക്ക് അസൈൻ ചെയ്യപ്പെടുന്ന ഒരു മെന്റർ എന്ന് പറയുന്നത്. സബ്ജക്ട് എക്സ്പേർട്ട് ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്കുള്ള അക്കാഡമിക്കൽ ആയിട്ടുള്ള എല്ലാ ഡൗട്ട്സുകളും എന്ത് ചെയ്യാം, നിങ്ങൾക്ക് നിങ്ങളുടെ മെന്റർ ത്രൂ ക്ലിയർ ചെയ്ത് ക്ലാരിഫൈ ചെയ്യാവുന്നതാണ്. സോ നിങ്ങൾക്ക് ആപ്പിൽ നമുക്കറിയാം നമ്മുടെ ഓൺലൈൻ ലേണിംഗ് പ്ലാറ്റ്ഫോം ആണ്. അവിടെ നിങ്ങൾക്ക് നമ്മുടെ മെറ്റീരിയൽസ്, നമ്മുടെ ആപ്പിലെ കണ്ടന്റ്സ്, വീഡിയോസ്, അതുപോലെ തന്നെ റീഡിംഗ് മെറ്റീരിയൽസ് എല്ലാം കാണുന്ന സമയത്ത് ഗോ ത്രൂ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് എന്ത് ഡൗട്ട്സ് ഉണ്ടെന്നുള്ളതും അക്കാഡമിക് സബ്ജക്ട് എക്സ്പേർട്ട് ആയതുകൊണ്ട് നിങ്ങൾക്ക് ആരെ കോൺടാക്ട് ചെയ്യാം, മെന്ററെ അപ്പത്തിനെ കോൺടാക്ട് ചെയ്യാം. ഇപ്പോൾ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ പോർഷൻ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇമ്മീഡിയറ്റ്ലി നിങ്ങളുടെ മെന്ററായിട്ട് മെസ്സേജ് അയക്കോ അല്ലെങ്കിൽ കോൾ ചെയ്തിട്ടോ നിങ്ങൾക്ക് ക്ലാരിഫൈ ചെയ്യാവുന്നതാണ്. സോ ഹൗ ദിസ് മെന്ററിങ് എങ്ങനെയാണ്, വാട്ട് ഇസ് മെന്ററിങ് എന്നുള്ളത് നമുക്കറിയാം. നമ്മളുടെ ഒരു മെന്ററിങ് നമ്മളൊരു പുതിയ ജേർണി സ്റ്റാർട്ട് ചെയ്യാണ്. നിങ്ങളുടെ ലൈഫിൽ എടുത്തേക്കുന്ന വൺ ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് ഡിസിഷനിൽ ഒന്നായിരിക്കും ഒരു ഡിഗ്രി കിട്ടുക, ഒരു പെർട്ടിക്കുലർ പ്രോഗ്രാമിൽ ഡിഗ്രി കിട്ടുക എന്നുള്ളത്. അതായത് PG ആയിരിക്കും അല്ലെങ്കിൽ UG ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള, നമ്മൾക്കറിയാം നമുക്ക് എല്ലാവരും നമ്മളൊരു കുറേ ഗോൾസുകൾ ഉണ്ടാവും. അതിനകത്തേക്ക് നമുക്ക് അച്ചീവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ഒരു ഡയറക്ഷൻ ഉണ്ടായിരിക്കണം. അപ്പോൾ നമ്മളുടെ ഡയറക്ഷൻ എന്താണോ അല്ലെങ്കിൽ കറക്റ്റ് ഡയറക്ഷനിലേക്ക് നമ്മൾ എങ്ങനെ പോകണം, അതുപോലെ തന്നെ നമ്മുടെ പേർപ്പസ് എന്താണ്, നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് കോഴ്സ് ജോയിൻ ചെയ്തിട്ടുള്ളത്. നമുക്കറിയാം എല്ലാവർക്കും ഡിഗ്രി അച്ചീവ് ചെയ്യാം, ചിലപ്പോൾ ടോപ്പ് സ്കോറോട് കൂടെ ജോയിൻ ചിലപ്പോൾ കോഴ്സ് പാസ് ഔട്ട് ചെയ്യുക എന്നുള്ളതായിരിക്കാം, ചിലപ്പോൾ അത് കഴിഞ്ഞിട്ടൊരു ഇന്ന പൊസിഷനിലേക്ക് എൻറോൾ ചെയ്യണമെന്ന് ആഗ്രഹിച്ചിട്ടുള്ളവരായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ടുള്ള ഒരു ഡയറക്ഷനും അതുപോലെ തന്നെ എന്താണോ പേർപ്പസ് അതും ക്ലാരിഫൈ ചെയ്തു തരിക എന്നുള്ളതാണ് നമ്മുടെ ഒരു ഫസ്റ്റ് ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. സെക്കൻഡ് വൺ ഇസ് നമ്മൾക്കറിയാം നമ്മളിവിടെ ഒരു കോഴ്സ് ചെയ്യാന്നുള്ളത് മാത്രമല്ല, നിങ്ങൾക്കൊരു മെന്ററെ അസൈൻ ചെയ്യപ്പെടുന്ന സമയത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും, നമ്മൾക്കറിയാം നമ്മൾക്ക് ഒരു 3 വർഷത്തെ ഡിഗ്രി ആണെങ്കിൽ 3 വർഷത്തെ ഡിഗ്രി കഴിഞ്ഞതിന് ശേഷം എനിക്ക് ഇന്നൊരു പൊസിഷനിൽ അല്ലെങ്കിൽ എനിക്ക് ഏതൊക്കെ ഏരിയാസിൽ എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഇത് പഠിച്ച
പഠിച്ചതുകൊണ്ട് എനിക്ക് ഹയർ ക്വാളിഫിക്കേഷൻസ് ചെയ്തതിനൊക്കെ പോസിബിലിറ്റീസ് ഉണ്ട്. ഇപ്പൊ പലപ്പോഴും നമ്മളുടെ അടുത്ത് ലേണേഴ്സ് കണക്ട് ചെയ്യുന്ന സമയത്ത് ഇപ്പോഴും പറയാറുണ്ട്, മാം ഞാൻ ഈ കോഴ്സ് എടുത്തു, ഇനി എനിക്ക് അതിനുശേഷം ഞാൻ എൻറോൾ ചെയ്യുകയാണെങ്കിൽ അത് കഴിഞ്ഞിട്ട് എനിക്ക് എന്തൊക്കെ ഓപ്ഷൻസ് ഉണ്ട്. ഒരു ഹയർ ക്വാളിഫിക്കേഷൻ ആണെങ്കിൽ ഇപ്പൊ എനിക്കൊരു PhDക്ക് പോകാൻ പറ്റുമോ, അല്ലെങ്കിൽ എനിക്ക് ഇന്ന ജോബ് ഏരിയയിൽ വർക്ക് ചെയ്യാൻ പറ്റുമോ, അങ്ങനെയൊക്കെയല്ലേ. നമുക്കറിയാം നമ്മളെല്ലാവരും ചിലപ്പം എല്ലാവരും പഠിക്കുന്നത് കുറച്ചും കൂടി ബെറ്റർ പൊസിഷനിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണല്ലോ. അപ്പോൾ നിങ്ങൾക്ക് അതിന് വേണ്ടിയിട്ടുള്ള ഒരു പാത്വേ സെറ്റ് ചെയ്യുക. അതുപോലെ തന്നെ പ്രൊഫഷണൽ ഗോൾസുകൾ എന്തായിരിക്കണം, അതായത് ഹൗ ടു ബി ഒരു പ്രൊഫഷണൽ, നമ്മളുടെ ഗോൾ എന്താണോ അതിലേക്ക് അച്ചീവ് ചെയ്യുന്നതിൽ എങ്ങനെ എത്താം, അതിലൊരു കംപ്ലീറ്റ് ക്ലാരിറ്റി നിങ്ങൾക്ക് ഈ മെന്ററിംഗ് ഇതിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. പിന്നെ അതുപോലെ തന്നെ ഞാൻ പറഞ്ഞതാണ് ഒരു കരിയർ ഡെവലപ്മെന്റ് അല്ലെങ്കിൽ ഒരു നെറ്റ്വർക്കിംഗ് എങ്ങനെ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു പെർട്ടിക്കുലർ ഏരിയയിൽ പെർട്ടിക്കുലർ ഫീൽഡിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി വർക്ക് ചെയ്യാൻ താല്പര്യപ്പെടുന്നുണ്ട്. ഇപ്പോൾ ഒരു MBA കഴിയുന്ന ഒരാൾക്ക് ഒരു HR ആയിട്ടൊരു ഫേമിലാണ് വർക്ക് ചെയ്യാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ മെന്ററായിട്ട് സംസാരിക്കുന്ന സമയത്ത് അവർക്ക് അതിന്റെ പോസിബിലിറ്റീസ്, അതിനകത്ത് എത്രമാത്രം കരിയർ ഡെവലപ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടെന്നുള്ളതെല്ലാം കൃത്യമായിട്ട് എന്ത് ചെയ്യും, മെന്റേഴ്സ് നിങ്ങൾക്ക് ഗൈഡ് ചെയ്ത് തരാനും അതിന്റെ എന്തൊക്കെ പോസിബിലിറ്റീസ് ഉണ്ട്, എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾ ചെയ്താലാണ് നിങ്ങൾക്ക് ആ ഒരു ഗോളിലേക്ക് എത്താൻ പറ്റുക എന്നുള്ളതിൻ്റെ ഒരു കംപ്ലീറ്റ് ഔട്ട്ലുക്ക് തരുന്നതായിരിക്കും. അപ്പോൾ ഞാനിത് എന്തിനാ ഇത്ര ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നതെന്ന് വെച്ചാൽ നിങ്ങളുടെ ഓരോരുത്തരുടെ റെസ്പോൺസിബിലിറ്റി ആണ് നിങ്ങൾക്ക് തന്നിരിക്കുന്ന മെന്റേഴ്സിനെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക, നിങ്ങളുടെ കരിയർ ഡെവലപ്മെന്റിനും നിങ്ങളുടെ നെറ്റ്വർക്കിങ്ങിനും വേണ്ടിയിട്ട്. അവർക്ക് ഒത്തിരി റിസോഴ്സ്ഫുൾ ആയിട്ടുള്ള ഒത്തിരി ആൾക്കാരെ അറിയുന്നുണ്ടാവും ഫീൽഡിലുള്ള. അപ്പോൾ അവരുടെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ അവർ ചിലപ്പോൾ നിങ്ങൾക്ക് ഇന്നൊരു ഇന്നൊരു അല്ലെങ്കിൽ ഇന്നൊരു ഓർഗനൈസേഷൻ നമുക്ക് പ്രിഫർ ചെയ്യാൻ പറ്റുന്നതാണ്, അല്ലെങ്കിൽ ഒരു ഹയർ ക്വാളിഫിക്കേഷന് പോകുന്ന സമയത്ത് ഒരു PhD ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വർക്ക് ക്യാൻ ഐ പെർസ്യൂ മൈ PhD എങ്ങനെയായിരിക്കണം, അതിലേക്ക് ഞാൻ എങ്ങനെ എത്തും, അങ്ങനെയൊക്കെ എല്ലാ തരത്തിലുള്ള ജോബ് റിലേറ്റഡ് ആയിട്ടും അതുപോലെ തന്നെ കരിയർ ഡെവലപ്മെന്റ് ആയിട്ടുള്ള എല്ലാ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളും നിങ്ങൾക്ക് നിങ്ങളുടെ മെന്ററുടെ അടുത്ത് ചോദിക്കാവുന്നതാണ്. പിന്നെ നെക്സ്റ്റ് വരുന്നതാണ് ഡെവലപ്പിംഗ് കോൺഫിഡൻസ്, കോമ്പറ്റൻസ് ആൻഡ് സെൽഫ് എസ്റ്റീം. നമുക്കറിയാം നിങ്ങൾ ഓൾറെഡി ലേൺവൈസിന്റെ യൂട്യൂബ് ചാനലൊക്കെ ഗോ ത്രൂ, ഇൻസ്റ്റാഗ്രാം, യൂട്യൂബ് ഒക്കെ ഗോ ത്രൂ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മൾ ജസ്റ്റ് ഒരു അക്കാഡമിക്കൽ ആയിട്ടുള്ള ഡെവലപ്മെന്റ് മാത്രമല്ല ലേൺവൈസ് ഫോക്കസ് ചെയ്യുന്നത്. നിങ്ങളെ ഒരു കോൺഫിഡൻസ് ബിൽഡ് ചെയ്യുക, നിങ്ങൾ ഫീൽഡിൽ കോമ്പീറ്റ് ആക്കുക, അതുപോലെ തന്നെ നിങ്ങളുടെ സെൽഫ് എസ്റ്റീം കൂട്ടുക എന്നുള്ളതാണ്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നിങ്ങൾ എല്ലാവരും ചോദിക്കും എങ്ങനെയാണ്, ഞങ്ങളിവിടെ പഠിക്കുന്ന ഒരു ഓൺലൈൻ ആപ്പ് എടുത്തിട്ടുണ്ട്, ഞങ്ങൾ അതിനകത്ത് നോക്കുന്നു, ഞങ്ങൾക്കുള്ള ഡൗട്ട്സ് മെന്റേഴ്സിനോട് ചോദിക്കാം, പക്ഷെ എങ്ങനെ ഞങ്ങളുടെ കോൺഫിഡൻസ് ബിൽഡ് ചെയ്യും, ഞങ്ങൾ എങ്ങനെ ഒരു കോമ്പീറ്റന്റ് ആവും എന്നുള്ളതൊക്കെ നിങ്ങളുടെ ഉള്ളിലൊരു ഡൗട്ട് ഉണ്ടാവും. അതിന് വേണ്ടിയിട്ടാണ് ലേൺവൈസ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഓരോ ഇനീഷ്യേറ്റീവ്സുകൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പുട്ട് ഫോർവേഡ് ചെയ്തിട്ടുള്ളത്. ഈ ഇനീഷ്യേറ്റീവ്സ് എന്ന് പറയുന്നത് ബേസിക്കലി നമ്മൾക്കറിയാം നമ്മളുടെ ഇവന്റ്സുകൾ. ഇപ്പോൾ റീസെന്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇപ്പോൾ റീസെന്റ് നമ്മൾ ഓണം സെലിബ്രേഷൻസ്, വുമൻസ് ഡേ, ക്രിസ്മസ് സെലിബ്രേഷൻ, ഗാന്ധി ജയന്തി സെലിബ്രേഷൻസ്, ഇങ്ങനെ പല സെലിബ്രേഷൻസ് നടത്തുന്ന സമയത്ത് നിങ്ങളെ നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യും. അതായത് നമ്മൾ പല വിർച്വൽ ഇവന്റ്സുകൾ കണ്ടക്ട് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ നന്നായിട്ട് വരയ്ക്കാൻ കഴിവുള്ളവരുണ്ടാവും, നന്നായിട്ട് സ്പീച്ച് അല്ലെങ്കിൽ നല്ലൊരു പബ്ലിക് സ്പീക്കിംഗ് ചെയ്യാനൊരു കഴിവുള്ള ഒരു ഹിഡൻ ടാലന്റ് ഉള്ള ഒരാളുണ്ടാവും, ചിലപ്പോൾ നന്നായിട്ട് പാട്ട് പാടുന്ന ഒരാളുണ്ടാവും. അപ്പൊ അങ്ങനെയുള്ള പല മേഖലകളിൽ എക്സൽ ചെയ്തിട്ടുള്ള പല ലേണേഴ്സ് ആയിരിക്കും നമ്മുടെ കൂടെ ജോയിൻ ചെയ്തിട്ടുള്ള ആൾക്കാരെല്ലാവരും. അപ്പൊ അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്കൊരു ചിലപ്പോൾ ഞാനൊരു സ്ഥലത്ത് ചിലപ്പോൾ എനിക്കൊരു സപ്പോർട്ട് ഉണ്ടെങ്കിൽ, ചിലപ്പോൾ ഒരു പുഷ് ഉണ്ടെങ്കിൽ, ചിലപ്പോൾ ഒരു സ്റ്റേജിൽ കയറി ചിലപ്പോൾ ഒരു കാര്യം പ്രസന്റ് ചെയ്തിരിക്കാം. അപ്പൊ അതുപോലെ തന്നെ നിങ്ങൾക്ക് ബാക്കിൽ നിന്ന് നിങ്ങൾക്ക് വേണ്ട എല്ലാ സപ്പോർട്ടും തരാൻ വേണ്ടിയിട്ടാണ് നിങ്ങളുടെ മെന്റേഴ്സ് ഉള്ളത്. അപ്പൊ എന്തെങ്കിലും പ്രോഗ്രാംസുകൾ നടക്കുന്ന സമയത്തും എല്ലാം നിങ്ങൾക്ക് വേണ്ട കോൺഫിഡൻസ്. ഇപ്പോൾ എക്സാം എഴുതുന്നു, എക്സാം നടക്കുന്ന സമയത്ത് നമ്മളുടെ യൂണിവേഴ്സിറ്റി എക്സാമിന് മുന്നേ നമ്മളൊരു മോഡൽ എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അതൊക്കെ നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ എക്സാം എഴുതുന്നതിൽ നമുക്കൊരു സെൽഫ് കോൺഫിഡൻസ് കൂട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മൾക്കൊരു പ്രസന്റ് ചെയ്യാൻ പറ്റുന്ന സമയത്ത് നമ്മുടെ ഒരു കോമ്പറ്റൻസി ലെവലും എല്ലാം നമ്മൾക്ക്, അല്ലെങ്കിൽ വി ഫീൽ അവർ സെൽഫ് ഒരു കോൺഫിഡൻറ്റിലേക്ക് നമുക്ക് എത്താൻ പറ്റും. അപ്പൊ അതിനു വേണ്ടി ഒരു സപ്പോർട്ടും മോട്ടിവേഷനും എല്ലാം നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്, മെന്റർ ത്രൂ ഔട്ട് ഈ ഒരു ജേർണിയിൽ നിങ്ങൾക്ക് തരുന്നുണ്ടാവും. അത് പല വിർച്വൽ ഇവന്റ്സുകൾ ത്രൂ ആയിരിക്കും നിങ്ങൾക്ക് അത് കിട്ടുന്നുണ്ടാവും. പിന്നെ നമുക്കറിയുന്ന പോലെ ഒരു ഫീഡ്ബാക്ക് മെക്കാനിസം എല്ലാവർക്കും അറിയായിരിക്കും. നിങ്ങളൊരു കറക്റ്റ് ആയിട്ടൊരു കാര്യം ചെയ്യുന്ന സമയത്ത്, ഇപ്പോൾ ഒരു അസൈൻമെന്റ് എഴുതി നിങ്ങൾ അതിന്റെ സബ്മിറ്റ് ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മൈന്യൂട്ട് കാര്യം ആയിക്കോട്ടെ, നിങ്ങൾ കൊടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് വേണ്ടതായിട്ടുള്ള മാർഗനിർദ്ദേശങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ട ഫീഡ്ബാക്സുകൾ നമുക്കറിയാം. പലപ്പോഴും നമ്മളൊരു കാര്യം ചെയ്ത് കഴിയുന്ന സമയത്ത് ഒരാൾ ഗുഡ് എന്ന് പറയുന്ന സമയത്തായിരിക്കും നമ്മൾക്ക് കുറച്ചും കൂടി ഓക്കെ ഐ ക്യാൻ ഡു ഇറ്റ് എന്നുള്ളൊരു ഫീലിംഗ് ഉണ്ടാവും. അല്ലെങ്കിൽ ചിലപ്പോൾ ഇത് ഇങ്ങനെയായിരുന്നു, കുറച്ചും കൂടി ഇങ്ങനെ കൂടി ചെയ്തായിരുന്നെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ആവുമായിരുന്നു എന്നുള്ളൊക്കെ ഫീഡ്ബാക്സ് തരുന്ന സമയത്തായിരിക്കും നമുക്ക് നമ്മളെ തന്നെ കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് കുറച്ചും കൂടി ഒന്ന് ബിൽഡ് ചെയ്ത് കൊണ്ടുവരാനൊക്കെ പറ്റും. അപ്പൊ കറക്റ്റ് ആയിട്ടുള്ള ഒരു ഫീഡ്ബാക്ക് മെക്കാനിസംസ്, ദാറ്റ് ഇസ് നിങ്ങൾക്കിപ്പോൾ ഒരു മെസ്സേജ് അയച്ചാലോ നിങ്ങളൊരു കോൾ ചെയ്താലോ നിങ്ങളുടെ എന്ത് ക്വയറീസ് ഉണ്ടെങ്കിലോ അതെല്ലാം നമ്മൾ എന്ത് ചെയ്യും, ലേൺവൈസ് ടീമിൽ നിന്നുള്ള നമ്മുടെ മെന്റേഴ്സ് ക്ലാരിഫൈ ചെയ്ത് തരുന്നതായിരിക്കും. സോ അൾട്ടിമേറ്റ് നമ്മുടെ ഗോൾ എന്ന് പറയുന്നത് ഓവറോൾ ഒരു സ്റ്റുഡന്റ് വെൽബീയിങ് ആണ്. അതായത് നമുക്കറിയുന്ന പോലെ തന്നെ നിങ്ങൾ
എന്ത് സാഹചര്യങ്ങളും നമുക്കിപ്പോൾ ചിലപ്പോൾ നമ്മളൊരു എല്ലാവരും പല പല ഡൈവേഴ്സ് ആയിട്ടുള്ള കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ട് അല്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ട്സ് സിറ്റുവേഷൻസ് നിന്ന് വരുന്നവരായിരിക്കും. ചിലപ്പോൾ മേ ബി വർക്കിംഗ് ആയിട്ടുള്ള ആൾക്കാരുണ്ടാവും, ചിലപ്പോൾ ഫാമിലി റെസ്പോൺസിബിലിറ്റീസ് ഉള്ളവരാകും, ഒത്തിരി വർഷത്തെ ഇയർ ഗ്യാപ്പിന് ശേഷം പഠിക്കുന്നവരുണ്ടാവും, മേ ബി ഒരു 40-45 വയസ്സിന് മേലുണ്ടാവും, ചിലപ്പോൾ റിട്ടയർമെന്റിന് ശേഷം പഠിക്കുന്നവരുണ്ടാവും. അപ്പോൾ നമ്മൾക്ക് ചിലപ്പോൾ നമ്മളുടെ അയ്യോ എനിക്ക് ചിലപ്പോൾ നമ്മൾ പഠിക്കുന്ന സമയത്തേക്ക് ഇത് എനിക്ക് പറ്റുമോ, അല്ലെങ്കിൽ ഒരു സ്ട്രെസ് വരുന്ന സമയത്തും അതിനെല്ലാത്തിനെയും കോപ്പപ്പ് ചെയ്യുന്ന രീതിയിൽ നിങ്ങൾക്ക് എന്തൊക്കെ സപ്പോർട്ട് തന്ന് നമ്മളുടെ അൾട്ടിമേറ്റ് ഗോൾ ആയിട്ടുള്ള ഒരു ഡിഗ്രി അച്ചീവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഫുൾ സപ്പോർട്ടും നമ്മുടെ ലേൺവൈസ് ഫാമിലിയിൽ നിന്ന് തരുന്നതായിരിക്കും. സോ നമ്മളുടെ അൾട്ടിമേറ്റ് ഗോൾ എന്ന് പറയുന്നത് കംപ്ലീറ്റ് ഒരു സ്റ്റുഡന്റ് വെൽബീങ് ആണ്. സോ ഇനി നമ്മൾ നെക്സ്റ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും ഒരു മെന്റർഷിപ്പ് ജേർണിയുടെ ഫേസസ് വർക്ക്, ഏതൊക്കെയാണ് ഫേസസ് എന്നുള്ളതാണ്. സോ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു ബേസിക്കലി ഫസ്റ്റ് ഫേസ് എന്ന് പറയുന്നത് നിങ്ങൾ എല്ലാവരും ഗോ ത്രൂ ചെയ്തിട്ടുള്ള ഒരു ഫേസ് ആയിരിക്കും ഇൻട്രൊഡക്ഷൻ ആൻഡ് റാപ്പോർട്ട് ബിൽഡിംഗ് എന്ന് പറയുന്നത്. സോ ബേസിക്കലി നമുക്ക് ആദ്യം വേണ്ട ഒരു കാര്യം, ഞാൻ എല്ലാവരുടെ അടുത്തും നമ്മളൊന്ന് ജോയിൻ ചെയ്തിട്ട് എല്ലാ ലേണേഴ്സിനും ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് പറയുന്ന കാര്യം, നമ്മൾക്ക് അസൈൻ ചെയ്യപ്പെട്ടിരിക്കുന്ന മെന്റർ ഏത് പ്രോഗ്രാം ആയിക്കോട്ടെ, ഏത് പ്രോഗ്രാമിലാണെങ്കിൽ നിങ്ങൾക്ക് അസൈൻ ചെയ്യപ്പെട്ടിരിക്കുന്ന നിങ്ങളുടെ മെന്ററിൽ നമ്മൾക്ക് നല്ലൊരു റാപ്പോ ഉണ്ടായിരിക്കണം. നല്ലൊരു റാപ്പോ എന്ന് വെച്ചാൽ നല്ലൊരു കമ്മ്യൂണിക്കേഷൻ മെന്ററും മെന്റിയും തമ്മിൽ ഉണ്ടായിരിക്കണം. നല്ലൊരു കമ്മ്യൂണിക്കേഷൻ, അതായത് എനിക്ക് എൻ്റെ കാര്യങ്ങൾ തുറന്ന് പറയാൻ പറ്റുന്ന ഒരു ഇടമാണ് എൻ്റെ മെന്റർ എന്ന് തോന്നുമ്പോഴായിരിക്കും അവിടെ നല്ലൊരു ഒരു റിലേഷൻഷിപ്പ് ബിൽഡ് ആവുന്നുണ്ടാവുക. അങ്ങനെ വരുന്ന സമയത്തായിരിക്കും നമുക്കൊരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുന്നുണ്ട്, എനിക്കിപ്പോൾ പഠിക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ പോലും എനിക്കത് ഓപ്പൺ ആയിട്ട് എൻ്റെ മെന്ററോട് പറയാൻ പറ്റും. സോ ആദ്യം വേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നല്ലൊരു റാപ്പോ ബിൽഡിംഗ് ഉണ്ടാവുക എന്നുള്ളതാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, നമ്മുടെ സിറ്റുവേഷൻസും നമ്മുടെ സാഹചര്യങ്ങളും എല്ലാം മെന്ററെ പറഞ്ഞ് മനസ്സിലാക്കുക. അതുപോലെ തന്നെ നിങ്ങൾ എപ്പോഴും വിചാരിക്കുക, ഒരിക്കലും ഒരു ലേണേഴ്സിന്റെയും ഒരു സ്പെഷ്യൽ കേസസോ നിങ്ങൾ മെന്ററുമായിട്ട് ഡിസ്കസ് ചെയ്യുന്ന ഒരു പേഴ്സണൽ മാറ്റേഴ്സുകളോ ഒരിക്കലും നമ്മുടെ ലേൺവൈസ് ടീമിലുള്ള വേറൊരു മെന്ററുമായിട്ടോ അല്ലെങ്കിൽ ലേൺവൈസ് ടീമിലുള്ള ഒരു വ്യക്തികളുമായിട്ടോ അല്ലെങ്കിൽ എംപ്ലോയീസ് ആയിട്ട് ആരുമായിട്ട് അല്ലെങ്കിൽ വേറൊരു ലേണേഴ്സ് ആയിട്ടോ, നിങ്ങളുടെ ബാച്ചിൽ ചിലപ്പോൾ ഒരു 10, 200, 300 ലേണേഴ്സ് ഉണ്ടാവുമായിരിക്കും. ആ ലേണേഴ്സിൽ ആരിലേക്കും നിങ്ങൾ ഷെയർ ചെയ്യുന്ന ഒരു ഇൻഫോർമേഷൻസുകളും ഒരു കാരണവശാലും ഷെയർ ചെയ്യുന്നതായിരിക്കില്ല. അപ്പൊ നിങ്ങൾക്ക് കംപ്ലീറ്റ്ലി ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ആളാണ് നിങ്ങൾക്ക് അസൈൻ ചെയ്യപ്പെടുന്ന മെന്റർ എന്ന് പറയുന്നത്. സോ നിങ്ങൾ രണ്ടുപേരും കൂടെ ഇപ്പം ഞാൻ പറഞ്ഞു, ഏതൊരു റിലേഷൻഷിപ്പിൽ അല്ലെങ്കിൽ നല്ലൊരു ജേർണി നമുക്ക് മുന്നോട്ട് പോകുന്ന സമയത്ത് നല്ലൊരു കമ്മ്യൂണിക്കേഷനുള്ള, നല്ല റാപ്പോ ഉള്ള, നല്ല ട്രസ്റ്റ്ഫുൾ ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ഉണ്ടായിരിക്കണം. രണ്ടാമത്തെ വേണ്ട കാര്യമാണ് നമുക്കൊരു ലോങ് ടേം ഗോൾസ് അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ്സ് അല്ലെങ്കിൽ ഗോൾസ് സെറ്റ് ചെയ്യാന്നുള്ളത്. ഇപ്പൊ നിങ്ങളുടെ ഈ ഓറിയന്റേഷൻ കഴിയുന്ന സമയത്തോടെ നിങ്ങളുടെ മെന്ററായിട്ട് ഓറിയന്റേഷൻ കഴിയുന്ന സമയത്ത് തന്നെ വിളിക്കുക. അടുത്ത വീക്കിലി കോളിന്റെ ടൈമിൽ വിളിച്ചിട്ട് മെന്ററിന്റെ അടുത്ത് ചോദിക്കുക, അതായത് എനിക്കിങ്ങനെ ഞാൻ പഠിക്കുന്നു, 2 വർഷം കഴിയുന്നു, 2 വർഷം കഴിഞ്ഞതിൽ ഇപ്പോൾ ഒരു PG പ്രോഗ്രാം ഞാൻ എൻറോൾ ചെയ്തിട്ടുണ്ടെങ്കിൽ 2 years കഴിഞ്ഞ് കഴിയും. ഇത് കഴിഞ്ഞിട്ട് വാട്ട് ഈസ് ദ നെക്സ്റ്റ്, ഇപ്പൊ എനിക്ക് അടുത്ത് എന്ത് ചെയ്യാൻ പറ്റും, എന്തൊക്കെയാണ് എൻ്റെ ഗോൾസ് എന്നുള്ളത്, എനിക്ക് എവിടെയാണ് വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ ഒരു ഹയർ എഡ്യൂക്കേഷൻ ആണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അതിനകത്തേക്ക് ഞാൻ എങ്ങനെ എത്തും. ഇപ്പോൾ ഒരു PG UG കഴിയുന്ന ഒരാളാണെങ്കിൽ 3 വർഷം കഴിഞ്ഞിട്ട് വാട്ട് ഈസ് ദ നെക്സ്റ്റ്. അപ്പോൾ ഒരു ലോങ് ടേം റൺ ഗോൾസ് എന്തൊക്കെയായിരിക്കും, ഞാൻ എപ്പോൾ എൻ്റെ കോഴ്സ് ഫിനിഷ് ചെയ്യും, ഞാൻ എപ്പോൾ എൻ്റെ പ്രോജക്റ്റ് സബ്മിറ്റ് ചെയ്യും, ഇങ്ങനെയല്ല. അല്ലെങ്കിൽ എൻ്റെ എല്ലാം കംപ്ലീറ്റ് ഒരു നമ്മളുടെ നാളെ എന്ത് നടക്കുന്നു മാത്രമല്ല കംപ്ലീറ്റ് നമ്മുടെ അക്കാഡമിക് ജേർണിയുടെ ഒരു ഗോൾസും അതുപോലെ തന്നെ ഒബ്ജക്റ്റീവ്സും എന്ത് ചെയ്തിരിക്കണം, നമ്മൾ കറക്റ്റായിട്ട് സെറ്റ് ചെയ്തിരിക്കണം. അപ്പോൾ അതിന് നമ്മൾക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന എങ്ങനെയാണ്, നമുക്ക് മെന്ററുമായിട്ട് മെന്ററിന്റെ ഐഡിയാസും മെന്ററിന്റെ സജഷൻസും കൂടെ ഇൻകോർപ്പറേറ്റ് ചെയ്ത് രണ്ടുപേരും കൂടി ഒരുമിച്ച് എന്ത് ചെയ്യുക, നമ്മുടെ ലോങ് ടേം ആയിട്ടുള്ള ഒബ്ജക്റ്റീവ്സും ഗോൾസുകളും കൊളാബറേറ്റ് ചെയ്തിട്ട് ഗോൾസ് സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ അതുപോലെ തന്നെ എസ്റ്റാബ്ലിഷിംഗ് ഡെയിലി റൊട്ടീൻസ്. ഇപ്പൊ ഓരോരുത്തർക്കും ഓരോ രീതിയിലായിരിക്കും. മെന്റേഴ്സ് ചിലപ്പോൾ വിചാരിക്കുന്നുണ്ടാവും നിങ്ങൾ ചിലപ്പോൾ ഉച്ചയ്ക്ക് ശേഷമുള്ള ടൈമിൽ ഫ്രീ ആയിരിക്കും, അവൈലബിൾ ആയിരിക്കും വിചാരിക്കുന്നുണ്ടാവും. അപ്പൊ നിങ്ങളുടെ ഓരോരുത്തരുടെയും സിറ്റുവേഷൻസുകൾ ഡിഫറെന്റ് ആയിരിക്കും. ചിലപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ ഒരു ദിവസം 1 മണിക്കൂർ എനിക്ക് ചിലപ്പോൾ പഠിക്കാൻ പറ്റുള്ളായിരിക്കും, അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഉണ്ടാവുമായിരിക്കും. അപ്പൊ അങ്ങനത്തെ സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ഞാനെന്റെ മെന്ററിനോട് കറക്റ്റ് പറയണം, എനിക്ക് ഒരു ദിവസം 1 hour പഠിക്കാൻ ടൈമുള്ളൂ, അത് വെച്ചിട്ട് ഞാൻ എങ്ങനെ എൻ്റെ ഡെയിലി റൊട്ടീൻ എനിക്ക് ഷെഡ്യൂൾ ചെയ്യാൻ പറ്റും. എങ്ങനെയാണ് എൻ്റെ ഡെയിലി, ഞാൻ എപ്പോഴാണ് രാവിലെ എത്ര മണിക്കൂർ സ്പെൻഡ് ചെയ്യണം, അല്ലെങ്കിൽ വൈകിട്ട് എത്ര മണിക്കൂർ സ്പെൻഡ് ചെയ്യണം, എങ്ങനെയായിരിക്കണം ഞാൻ അതിനകത്തേക്ക്. ഇന്നിപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യേണ്ട ടൈമായി, ഇനിയുള്ള ഈ വീക്കിൽ ഞാൻ അസൈൻമെന്റ് എഴുതാൻ വേണ്ടിയിട്ട് ഞാൻ എത്ര ക്വസ്റ്റ്യൻസ് ഒരു ദിവസം എഴുതണം, ഓരോ ദിവസത്തെയും ഡെയിലി റൊട്ടീൻ എങ്ങനെയായിരിക്കണം, ഞാൻ എപ്പോഴായിരിക്കും ഒരു അപ്ഡേഷൻ തരിക, നമ്മൾ ഓരോ ദിവസം എന്ത് പഠിച്ചു എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ മെന്ററിന് അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മളുടെ എപ്പോഴായിരിക്കും ഞാനൊരു അപ്ഡേഷൻ അങ്ങനെ മെന്ററിന്
എങ്ങനെ കൊടുക്കുക എന്നൊക്കെ ഉള്ളതിന്റെ ഒരു ഡെയിലി റൊട്ടീൻ എന്തായിരിക്കും എന്നുള്ളത് നമ്മൾ കറക്റ്റ് ആയിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്യാം. പിന്നെ നെക്സ്റ്റ് വരുന്നതാണ് ഇവാലുവേറ്റിംഗ് ഔട്ട്കംസ് എന്ന് പറയുന്നത്. സോ നമ്മളുടെ സക്സസ്, നമ്മൾ സക്സസ്ഫുൾ ആണോ, നമ്മൾ പോകുന്നത് ഒരു കറക്റ്റ് പാത്തിലാണോ എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അതിന്റെ ഔട്ട്കം ഇവാലുവേറ്റ് ചെയ്യാനാണ്. എപ്പോഴും റെഗുലർ ആയിട്ട് നമ്മളുടെ സക്സസിനെ പറ്റിയിട്ട് നമ്മൾ ചെക്ക് ചെയ്യുക. ഇപ്പൊ നമ്മൾ പഠിച്ചെത്തിക്കൊണ്ടിരിക്കുന്നു, നമ്മളത് എവിടെ എത്തി, ഏത് പോയിന്റിലാണ് നമ്മൾ നിൽക്കുന്നത്, എവിടെയെങ്കിലും നമ്മൾ സ്റ്റക്കാണ് അല്ലെങ്കിൽ നമുക്ക് പെൻഡിങ് ഉണ്ട് പോർഷൻസ് എങ്കിൽ അവിടെ നിന്ന് ഞാൻ എങ്ങനെ അതിനെ ഓവർകം ചെയ്യും എന്നുള്ളതിന്റെ കറക്റ്റ് ആയിട്ടൊരു ധാരണ മെന്ററുമായിട്ട് ഡിസ്കസ് ചെയ്ത് എടുക്കേണ്ട. സോ ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് നമ്മളുടെ ഈ ലേൺ വൈസിന്റെ നമ്മുടെ ഒരു ലേണർ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് വരുന്ന ഇനീഷ്യൽ ഫേസ് എന്ന് പറയുന്നത് ഒരു ഓൺ ബോർഡിംഗ് ആണ്. സോ ഈ ഓൺ ബോർഡിങ്ങിന്റെ ഫേസിൽ ഇപ്പൊ എനിക്ക് തോന്നുന്നു നമ്മളുടെ ഇവിടെ ഇപ്പൊ റീസെന്റ് ജോയിൻ ചെയ്തിട്ടുള്ള ലേണേഴ്സ് ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഓൺ ബോർഡിങ് ചിലപ്പോൾ ഫസ്റ്റ് മീറ്റിംഗ്സ് ഒക്കെ കണ്ടക്ട് ചെയ്തിട്ടുണ്ടാവുള്ളായിരിക്കും. സോ എങ്ങനെയായിരിക്കും ഒരു ഓൺ ബോർഡിംഗ് മീറ്റിംഗ് അല്ലെങ്കിൽ അതിന്റെ ആവശ്യകത എന്തൊക്കെയാന്നുള്ളതാണ്. ഫസ്റ്റ് നിങ്ങൾക്ക് ഏതൊരു ലേണറും ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് വേണ്ടത് ഒരു ഇനീഷ്യൽ മീറ്റിംഗ് ആയിരിക്കും. അതായത് പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള ഒരു ഇൻഫോർമൽ ആയിട്ടുള്ള ഒരു മീറ്റിംഗ് ആയിരിക്കും ഇനീഷ്യൽ മീറ്റിംഗ് എന്ന് പറയുന്നത്. അവിടെ എന്ന് പറയുന്നത് നമ്മൾ മെന്ററും മെന്റിയും തമ്മിൽ കൂടുതൽ പരിചയപ്പെടുന്നു. അവരുടെ അടുത്ത് നമ്മളുടെ കൂടുതലും നമ്മുടെ ലേൺ വൈസിനെ പറ്റിയിട്ടും അതുപോലെ തന്നെ ഇഗ്നോയുടെ കോഴ്സ് റിക്വയർമെന്റ്സുകളെ പറ്റിയിട്ടും എങ്ങനെയായിരിക്കും നമ്മുടെ കംപ്ലീറ്റ് അക്കാഡമിക് ജേർണി പോകുന്നതിൻ്റെയും എല്ലാം ബ്രീഫ് ചെയ്തിട്ടുള്ള നിങ്ങൾക്കൊരു വീഡിയോ കോൺഫറൻസിങ് ഇനീഷ്യൽ മീറ്റിംഗ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. ഇനി ആരുടെയെങ്കിലും അങ്ങനത്തെ ഒരു ഇനീഷ്യൽ മീറ്റിംഗ് കഴിയാത്തതുണ്ടെങ്കിൽ യു ക്യാൻ കണക്ട് വിത്ത് യുവർ മെന്റർ ആൻഡ് യു ക്യാൻ സ്കെഡ്യൂൾ ദറ്റ് ഇനീഷ്യൽ മീറ്റിംഗ് എന്ന് പറയുന്നത്. സോ ഇനീഷ്യൽ മീറ്റിംഗിൽ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ടുള്ളൊരു ധാരണ, അതായത് എന്താണ് ലേൺ വൈസിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന സപ്പോർട്ട്സുകൾ, അതുപോലെ തന്നെ ഇഗ്നോർ റിലേറ്റഡ് ആയിട്ടുള്ള ആസ്പെക്ട്സുകളെല്ലാം നമ്മൾ കവർ ചെയ്യുന്നതായിരിക്കും. പിന്നെ നമ്മൾക്ക് ഓൺ ബോർഡിങ്ങിന്റെ ഭാഗമായിട്ടുള്ളതാണ് ഡാറ്റ ഗ്യാതറിംഗ് ഷീറ്റ്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ പലർക്കും കിട്ടിയിട്ടുണ്ടാവും, കുറെ ഗൂഗിൾ ഫോംസ് കിട്ടിയിട്ടുണ്ടാവും. അതിനകത്ത് വൺ ഓഫ് ദി ഫോം ആണ് ഡാറ്റ ഗ്യാതറിംഗ് ഷീറ്റ് എന്ന് പറയുന്നത്. ബേസിക്കലി നിങ്ങളുടെ പേഴ്സണൽ ഇൻഫർമേഷൻസും അക്കാഡമിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളും നിങ്ങളുടെ പ്രീവിയസ് റെക്കോർഡ്സുകൾ, എന്തിനാണ് പ്രീവിയസ് റെക്കോർഡ്സ് അറിയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നിന്ന് നിങ്ങൾക്ക് ഹെൽപ്പ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ ചിലവർ അത് ഡിസ്ക്ലോസ് പറയാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ ബെറ്റർ ചിലപ്പോൾ ഗൂഗിൾ ഫോമിൽ ഫില്ല് ചെയ്താൽ നമ്മൾക്ക് കംപ്ലീറ്റ് ആ ലേണറിന്റെ കംപ്ലീറ്റ് ഒരു ഓവർവ്യൂ നമ്മൾക്ക് കിട്ടും. അതനുസരിച്ച് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് നിങ്ങളുടെ മെന്ററിനെ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ പറ്റും. സോ ഒരു കംപ്ലീറ്റ് ആയിട്ട് അക്കാഡമിക് അല്ലെങ്കിൽ പേഴ്സണൽ ഇൻഫോ ഗ്യാദർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടായിരിക്കും നിങ്ങൾക്കൊരു ഡാറ്റ ഗ്യാദറിംഗ് ഷീറ്റ് ഫോം, അതൊരു ഗൂഗിൾ ഫോം ആണ് നിങ്ങൾക്ക് അയച്ചു തരുന്നുണ്ടാവും. പിന്നെ വരുന്നതാണ് അക്കാഡമിക് കോമ്പറ്റൻസി അസസ്മെന്റ് എന്ന് പറയുന്നത്. സോ അക്കാഡമിക് കോമ്പറ്റൻസി അസസ്മെന്റും ഇതുപോലെ തന്നെ നമ്മളുടെ 5 ഏരിയാസിലുള്ള അക്കാഡമിക് കോമ്പറ്റൻസി അസസ്മെന്റ്സുകൾ നമ്മൾ ഓൺ ബോർഡിങ്ങിന്റെ ഭാഗമായിട്ട് നമ്മൾ നോക്കുന്നുണ്ട്. ഈ 5 ഏരിയാസ് ഏതൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാൽ റീഡിംഗ്, റൈറ്റിംഗ്, ടെക്നിക്കൽ, ലോജിക്കൽ ആൻഡ് റിസർച്ച്. 5 ഏരിയാസുകളുടെ അസസ്മെന്റ്സുകൾ നമ്മൾ നടത്തുന്നുണ്ട്. നമ്മൾ ഓരോന്നായിട്ടായിരിക്കും നടത്തുന്നുണ്ടാവുക. ഇപ്പൊ എന്തിനു നമ്മൾ ഒരു അക്കാഡമിക് കോമ്പറ്റൻസി അസസ്മെന്റ് ഒരു ഇനീഷ്യൽ പാർട്ടിൽ എന്തിനു നടത്തുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പൊ ആരെങ്കിലൊക്കെ ഫോം അയച്ചു തന്നിട്ട് ഇവിടെ ചെയ്യാതിരിക്കുന്നവരുണ്ടെങ്കിൽ അവരോട് കൂടിയിട്ടാണ് ഞാൻ പറയുന്നത്. വാട്ട് ഈസ് ദ ഇമ്പോർട്ടൻസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് അക്കാഡമിക് കോമ്പറ്റൻസിൽ നിങ്ങൾക്ക് തരുന്ന ഒരു റൈറ്റിംഗ് ഫോം അല്ലെങ്കിൽ റീഡിംഗ് സ്കിൽസിന്റെ ഒക്കെ അസസ് ചെയ്യുന്ന ഫോംസ് തരുന്ന സമയത്ത് നിങ്ങൾക്ക് അതിൽ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇനീഷ്യൽ സ്റ്റേജിൽ അതൊരു മെന്റർക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ, ഇപ്പൊ റൈറ്റിംഗ് സ്കിൽസിൽ കുറച്ച് ബാക്കായി നിൽക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ആ റൈറ്റിംഗ് സ്കിൽസ് എങ്ങനെ എൻഹാൻസ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും എന്നുള്ളതിന് നിങ്ങൾക്ക് മെന്ററിനെ നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ റീഡിംഗ് സ്കിൽസ് എബിലിറ്റി കുറച്ച്, അല്ലെങ്കിൽ നമ്മുടെ വീക്ക് ഏരിയ ഏതാണോ, ടെക്നിക്കൽ ആയിരിക്കാം, ചിലപ്പോൾ ലോജിക്കൽ ആയിരിക്കാം, ചിലപ്പോൾ റിസർച്ച് ആയിരിക്കാം, ഏത് ഏരിയ ആണോ വീക്ക് എന്ന് ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ആ വീക്ക് ഏരിയാസിനെ നമുക്ക് എങ്ങനെ ഇംപ്രൂവ് ചെയ്യാം എന്നുള്ളത് ഗൈഡിന് ഹെൽപ്പ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ വീക്ക് ഏരിയാസിനെ ഇംപ്രൂവ് ചെയ്യുന്നത് പോലെ തന്നെയാണ് നമ്മളുടെ സ്ട്രോങ് ഏരിയാസസ്. ഇപ്പോൾ ചിലപ്പോൾ എനിക്ക് നല്ല റൈറ്റിംഗ് സ്കില്ലുള്ള ഒരാളാണ്, എനിക്ക് ഇങ്ങനെ കുറച്ചും കൂടി എൻ്റെ റൈറ്റിംഗ് സ്കിൽസിന് എനിക്ക് ബെറ്റർ ഓപ്പർച്യൂണിറ്റീസ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് എനിക്ക് എങ്ങനെ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും എന്നുള്ളതിന് വേണ്ടിയിട്ടുള്ള ഒരു ആക്ഷൻ കാര്യങ്ങൾ, നിങ്ങൾക്കൊരു ആക്ഷൻ ഫോർവേഡ് ആയിട്ട് നിങ്ങൾ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മളുടെ റിസോഴ്സസും മെറ്റീരിയൽസും ഒക്കെ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരുന്നതായിരിക്കും. അപ്പോൾ അത് നിങ്ങൾക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റണമെന്നുണ്ടെങ്കിൽ, നമ്മുടെ സ്ട്രെങ്ത്തും വീക്ക്നെസ്സസ് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ അക്കാഡമിക് കോമ്പറ്റൻസി അസസ്മെന്റ്സുകൾ ചെയ്യണം. 5 ഏരിയാസിൽ അക്കാഡമിക് കോമ്പറ്റൻസി അസസ്മെന്റ്സുകളാണ് നമ്മൾ ചെയ്യുന്നുണ്ടാവുക. ഏതെങ്കിലും ലേണേഴ്സ് ഇവിടെ ഇരിക്കുന്നവർ ചെയ്യാത്തുണ്ടെങ്കിൽ പ്ലീസ് ഡു ഇറ്റ് ടുഡേ ഇറ്റ് സെൽഫ്. നിങ്ങളത് കംപ്ലീറ്റ് ചെയ്യുക. ഇന്നും നാളെ ആയിട്ട് ഓറിയന്റേഷൻ കഴിയുന്നതിന് മുന്നേ നിങ്ങളുടെ 5 ഫോംസുകളും നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെന്നുള്ളത് എൻഷുർ ചെയ്യാം. നിങ്ങൾ ഈ 5 ഫോംസുകളും കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളൊരു പോർട്ട്ഫോളിയോ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ബിൽഡ് ചെയ്ത് തരുന്നതായിരിക്കും. ഈ പോർട്ട്ഫോളിയോ എന്ന് പറയുന്നത് ബേസിക്കലി നമ്മളുടെ അക്കാഡമിക് അച്ചീവ്മെന്റ്സുകൾ, അല്ലെങ്കിൽ നമ്മളുടെ എങ്ങനെ പ്രോഗ്രസ്, എന്തായിരിക്കും ഇനി അങ്ങോട്ടേക്ക് ഫ്യൂച്ചറിലേക്ക് എന്നുള്ളതിന്റെ എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യണം, എന്തൊക്കെ ഇനീഷ്യേറ്റീവ് അല്ലെങ്കിൽ എന്തൊക്കെ ആക്ഷൻസ് ആണ് നിങ്ങളുടെ സൈഡിൽ
സൈഡിൽ നിന്ന് വരേണ്ടത് എന്നുള്ളതിൻ്റെ ഒക്കെ എല്ലാം വേണ്ടിയിട്ടാണ് നമ്മളൊരു പോർട്ട്ഫോളിയോ ബിൽഡ് ചെയ്ത് തരുന്നത്. ഈ പോർട്ട്ഫോളിയോയിൽ നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള നിങ്ങൾ ആദ്യം ചെയ്തിട്ടുള്ള ഡാറ്റ ഗ്യാതറിംഗ് ഷീറ്റും അതുപോലെ തന്നെ 5 ഏരിയസിൽ അക്കാഡമിക് കോമ്പറ്റൻസി അസസ്മെന്റ്സുകളുടെ റിസൾട്ടും എല്ലാം കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ട് ഒരു പോർട്ട്ഫോളിയോ ആയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു പ്രൊഫൈലായിട്ട് അത് നിങ്ങളുടെ സ്ട്രോങ് ഏരിയ ഏതാണ്, വീക്ക് ഏരിയ ഏതാണ്, സ്ട്രോങ് ഏരിയ എങ്ങനെ ഇംപ്രൂവ് ചെയ്യാം, വീക്ക് ഏരിയ എങ്ങനെ ഇംപ്രൂവ് ചെയ്യാൻ പറ്റും, സ്ട്രോങ് ഏരിയസിനെ എങ്ങനെ അഡ്വാൻസ്ഡ് ഫോമിലേക്ക് കൊണ്ടുവരാൻ പറ്റും, അപ്പോൾ അതിന് എന്തൊക്കെ റിസോഴ്സസ് അല്ലെങ്കിൽ എന്തൊക്കെ മെറ്റീരിയൽസ് നിങ്ങൾക്ക് നോക്കാൻ പറ്റും, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും, അതിനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു ബ്രീഫ് ഓവർവ്യൂ കസ്റ്റമൈസ് ചെയ്ത് പേഴ്സണലൈസ് ചെയ്ത് നിങ്ങൾക്ക് തരുന്ന ഒരു ഇതാണ് പോർട്ട്ഫോളിയോ എന്ന് പറയുന്നത്. അപ്പോൾ പോർട്ട്ഫോളിയോ കിട്ടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇൻഡിവിജ്വലി പോർട്ട്ഫോളിയോ കിട്ടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ആദ്യം അക്കാഡമിക് കോമ്പറ്റൻസി അസസ്മെന്റ് ഫോംസുകൾ ഫില്ല് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇനി ആരെങ്കിലും ചെയ്യാത്തുണ്ടെന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും ഇന്നത്തെ സെഷൻ കഴിയുമ്പോൾ തന്നെ മെന്ററിന്റെ അടുത്ത് പറയാം, അക്കാഡമിക് കോമ്പറ്റൻസി അസസ്മെന്റ്സ് ഫോം അയച്ചു തന്നോളൂ, അല്ലെങ്കിൽ അയച്ചെന്ന ഫോം ഞാൻ ഇപ്പൊ തന്നെ ഫില്ല് ചെയ്ത് തരാം എന്ന് പറഞ്ഞ് എത്രയും പെട്ടെന്ന് ഇന്ന് അക്കാഡമിക് കോമ്പറ്റൻസി അസസ്മെന്റ്സ് ഫോം ഫില്ല് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് പോർട്ട്ഫോളിയോ ഷെയർ ചെയ്ത് തരുന്നതായിരിക്കും. സോ നമുക്ക് അതർ ഇനീഷ്യേറ്റീവിൽ വരുന്നതാണ്, വൺ ഓഫ് ദി ഇനീഷ്യേറ്റീവ്സ് ആണ് ഓറിയന്റേഷൻ എന്ന് പറയുന്നത്. ഞാൻ ഈ പറഞ്ഞതുപോലെ ഈ ഓൺ ബോർഡിങ്ങിന്റെ പാർട്ടായിട്ട് വരുന്ന ഒരു അവസാനത്തെ ലാസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നതാണ് ഓറിയന്റേഷൻ എന്ന് പറയുന്നത്. ആൻഡ് വി ആർ സോ പ്രൗഡ് ടു സീ ദാറ്റ് നമ്മളുടെ 9th വേർഷൻ ഓഫ് ഓറിയന്റേഷനിലാണ് നമ്മൾ ഇന്ന് എല്ലാവരും കൂടിയിരിക്കുന്നത്. സോ നമ്മുടെ 8 വേർഷൻസ് ഓഫ് ഓറിയന്റേഷൻസ് 8 എഡിഷൻസ് ഓഫ് ഓറിയന്റേഷൻ നമ്മളിവിടെ കംപ്ലീറ്റ് ചെയ്തു. ഇപ്പം 9th എഡിഷനിലാണ് നമ്മൾ നിൽക്കുന്നത്. സോ ഈ 9th എഡിഷനിൽ നിൽക്കുന്ന സമയത്ത് നമുക്കറിയാം, നിങ്ങളിപ്പോൾ ഓൾറെഡി ഓരോ ദിവസം കണ്ടുകൊണ്ടിരിക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് അറിയാൻ പറ്റും ഹൗ ദ ഓറിയന്റേഷൻ. ഞാനത് കൂടുതൽ പറയേണ്ട ആവശ്യമില്ല, എങ്ങനെയാണ് ഒരു ഓറിയന്റേഷന്റെ ഫ്ലോ പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത്. നിങ്ങൾക്ക് ഇനീഷ്യലി നിങ്ങൾക്ക് ഫസ്റ്റ് സെഷനിലൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടാവും, ഒരു 10 സെഷൻസോട് കൂടുന്നതാണ് ഒരു ഓറിയന്റേഷൻ എന്ന് പറയുന്നത്. നമ്മുടെ മെയിൻ ഒബ്ജക്റ്റീവ്, ചിലപ്പോൾ നിങ്ങൾ ജോയിൻ ചെയ്ത സമയം തൊട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ഇവിടെ ഒരു ഓറിയന്റേഷൻ ഉണ്ട്, ഇവിടെ ഒരു ഓറിയന്റേഷൻ സെഷൻ ഉണ്ട് എന്നുള്ളത്. എന്തുകൊണ്ടാണ് നമ്മൾ ഓറിയന്റേഷൻ അത്ര ഫോക്കസ് കൊടുക്കുന്നതെന്ന് വെച്ചാൽ, നമ്മുടെ കൂടെ ജോയിൻ ചെയ്തിട്ട് എല്ലാ ലേണേഴ്സിനും കംപ്ലീറ്റ് ഐഡിയ, അതായത് ഒരു പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ജസ്റ്റ് ഇഗ്നോർ റിലേറ്റഡ് ആയിട്ടുള്ള മാറ്റേഴ്സ് മാത്രമല്ല, കംപ്ലീറ്റ് ലേൺ വൈസ് റിലേറ്റഡ് ആയിട്ടുള്ള മാറ്റേഴ്സും, എങ്ങനെ നിങ്ങൾക്കൊരു ബെറ്റർ, അതായത് നിങ്ങളുടെ എങ്ങനെ ഒരു നിങ്ങളുടെ ഒരു ജേർണി എങ്ങനെ സ്കെഡ്യൂൾ ചെയ്യപ്പെടാം, അല്ലെങ്കിൽ അതിന്റെ ഡയറക്ഷൻ പാത്ത് എങ്ങനെയായിരിക്കണം എന്നുള്ളത് എല്ലാത്തിൻ്റെയും ഒരു കംപ്ലീറ്റ് ഓവർവ്യൂ തരുന്നതിന് വേണ്ടിയിട്ടാണ്. നമുക്കറിയാം, ഇപ്പോൾ നിങ്ങൾ സിലബസ് ഒക്കെ നോക്കിയിട്ടുണ്ടാവും, ഇനി നിങ്ങൾക്ക് അങ്ങോട്ടേക്കുള്ള സെഷൻസിൽ കരിയർ സെഷൻസുകളും ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസിന്റെ സെഷൻസുകളും ഇങ്ങനെയുള്ള പല സെഷൻസുകളും കൂടി നിങ്ങൾക്കിനി നിങ്ങൾക്കായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഓരോ സെഷൻസ് വരുന്ന സമയത്ത് ഈ ഓറിയന്റേഷൻ കഴിയുന്നതോടുകൂടെ നിങ്ങൾക്കൊരു ബെറ്റർ ഐഡിയ അബൌട്ട് ദ പ്രോഗ്രാം, ലേൺ വൈസ്, ഇഗ്നോ എല്ലാത്തിനും ഒരു കംപ്ലീറ്റ് ഓവർവ്യൂ കിട്ടും. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഓറിയന്റേഷൻ നമ്മൾ ഇത്ര ഹൈലൈറ്റ് ചെയ്യുന്നതും അതിന്റെ ഇമ്പോർട്ടൻസ് നിങ്ങളുടെ അടുത്ത് പറഞ്ഞു തരുന്നതും. സോ അപ്പം 9th നമ്മൾക്ക് ഞാൻ അതിന്റെ കൂടുതൽ പറയുന്നില്ല, ബിക്കോസ് നമ്മളെല്ലാം ആയിരിക്കുന്നത് ഈ ഓറിയന്റേഷൻ പ്രോസസ്സിലാണ്. സോ നമുക്ക് വരുന്നതാണ് നമ്മളുടെ ഒരു ദിവസം. നിങ്ങൾക്ക് ചിലപ്പോൾ വിചാരിക്കുന്നുണ്ടാവും, ഞാൻ എപ്പോഴും ഒരു മെന്ററെ കോൺടാക്ട് ചെയ്യേണ്ടത്, ശരിക്കും നിങ്ങൾക്ക് ഡെയിലി ബേസിസിൽ ഒരു മെന്ററായിട്ട് കോൺടാക്ട് ഉണ്ടാവുമോ, അങ്ങനെയൊക്കെയുള്ള ചിലപ്പോൾ ഒരു ഡൗട്ട്സുകൾ ഉണ്ടാവും. ശരിക്കും നിങ്ങൾക്ക് ഒരു ഡെയിലി ബേസിസിൽ തന്നെ നിങ്ങൾക്കൊരു കോൺവെർസേഷൻ കീപ്പ് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് വാട്സാപ്പ് ത്രൂ, ഞാൻ നേരത്തെ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞ പോലെ ഒരു ഡൗട്ട് തോന്നുന്ന സമയത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ആ കറക്റ്റ് സമയത്തിന് ഇത് നിങ്ങൾക്കൊന്ന് കോൾ ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് വാട്സാപ്പ് മെസ്സേജ് അയച്ചിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ പെർട്ടിക്കുലർ അക്കാഡമിക്കൽ ആയിട്ടുള്ള ഡൗട്ട് ക്ലാരിഫൈ ചെയ്യാവുന്നതാണ്. സോ ഇതൊന്നും നിങ്ങൾ അങ്ങോട്ട് മെസ്സേജ് അയച്ചില്ലെങ്കിൽ, ഇങ്ങോട്ട് വിളിച്ചില്ലെങ്കിലും എന്ത് ചെയ്യും, നിങ്ങൾക്ക് അസൈൻ ചെയ്യപ്പെട്ടിരിക്കുന്ന മെന്റർ വീക്ക്ലി വൺസ്, അതായത് മൺഡേ ടു സാറ്റർഡേയിൽ നിങ്ങൾക്ക് ഒരു കോള് നിങ്ങളെ അങ്ങോട്ട് വിളിക്കുന്നതായിരിക്കും. അതിനെയാണ് നമ്മൾ പറയുന്നത് വീക്ക്ലി കോൾ എന്ന് പറയുന്നത്. എന്തിനാണ് വീക്ക്ലി കോൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിൻ്റെ ഒരു മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് അക്കാഡമിക് പ്രോഗ്രസ് ട്രാക്കിങ്ങിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങളിപ്പോൾ ക്ലാസ്സസ് കണ്ടു തുടങ്ങി, നിങ്ങൾ പഠിച്ചു തുടങ്ങുന്നു, ആ സമയത്ത് നിങ്ങൾക്ക് ഒരു ദിവസം അല്ലെങ്കിൽ നിങ്ങളുടെ കഴിഞ്ഞ വീക്കിൽ നിങ്ങൾ എവിടം വരെ എത്തി എന്നുള്ളതിൻ്റെ, അല്ലെങ്കിൽ ഏത് പെർട്ടിക്കുലർ കോഴ്സിൻ്റെ അല്ലെങ്കിൽ പെർട്ടിക്കുലർ ഇതിൻ്റെ സബ്ജക്റ്റിൻ്റെ എവിടം വരെ എത്തി, ഏത് ബ്ലോക്ക് വരെ എത്തി, നിങ്ങൾ ലൈവ് സെഷൻസ് കണ്ടോ, അസൈൻമെന്റ് സ്റ്റാറ്റസ് എന്താണ്, ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒരു വീക്ക്ലി കോൾ ചെയ്യുന്നത്. സോ ഇറ്റ്സ് മൈ കൈൻഡ് റിക്വസ്റ്റ് ദറ്റ് എല്ലാവരും തന്നെ വീക്ക്ലി കോൾ നിങ്ങളുടെ മെന്റർക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഒരു കാരണവശാലും കോള് നമ്മൾക്ക് എടുക്കാൻ പറ്റുന്ന സാഹചര്യത്തിലാണെങ്കിൽ കോള് കട്ട് ചെയ്യുക. പക്ഷെ നമ്മൾ എന്ത് ചെയ്യുക, എപ്പോഴും മെന്ററെ കറക്റ്റായിട്ട് ഇൻഫോം ചെയ്യുക. എപ്പോഴും നിങ്ങളുടെ വീക്ക്ലി കോള് നേരത്തെ തന്നെ പ്രയറായിട്ട് ഫിക്സ് ചെയ്യുക. അതായത് നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള സൂട്ടബിൾ ആയിട്ടുള്ള ഒരു ടൈം, ഇപ്പം മൺഡേ ടു സാറ്റർഡേയിൽ ഫ്രൈഡേ 4 o'clock എനിക്ക് പറ്റുള്ളൂ എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ, എൻ്റെ മെന്ററിൻ്റെ അടുത്ത് കറക്റ്റായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. എനിക്ക് ഫ്രൈഡേ 4 PM ഞാൻ അവൈലബിൾ ആയിട്ടുള്ള ടൈം. മാം എന്നെ ഫ്രൈഡേ 4 PM വിളിച്ചാൽ മതി എന്ന് പറഞ്ഞാൽ എല്ലാ ഫ്രൈഡേയും 4 PM എന്ത് ചെയ്യുന്നുണ്ടാവുക, വേറെ ഓവർലാപ്പിങ്സ് ഇല്ലെങ്കിൽ കേട്ടോ, ഞാനൊരു എക്സാമ്പിളാണ് പറഞ്ഞത്, വേറെ ഓവർലാപ്പിങ്സ് ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ കറക്റ്റ് 4 o'clock ഫ്രൈഡേ എല്ലാ ഫ്രൈഡേയും 4 o'clock എന്ത് ചെയ്യും, മെന്റർ നിങ്ങളെ കണക്ട് ചെയ്യുന്നുണ്ടോ.
അപ്പോൾ നിങ്ങൾക്ക് ഇൻ കേസ് ഒരു ആഴ്ച നിങ്ങൾക്ക് എടുക്കാൻ പറ്റിയില്ല, നിങ്ങളെ വിളിച്ചു, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ വീക്കിലെ ഫ്രൈഡേ, ഇപ്പോൾ എല്ലാ ദിവസവും എല്ലാ വീക്കും ഫ്രൈഡേ 4 PM എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ എല്ലാ ഫ്രൈഡേ 4 PM ചിലപ്പോൾ ഞാൻ അവൈലബിൾ ആയിക്കൊള്ളണം എന്നില്ല. അങ്ങനത്തെ ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ നമ്മൾ ഒന്നില്ലെങ്കിൽ പ്രയറായിട്ട് മെൻറ്ററെ ഇൻഫോം ചെയ്യാം, നാളെ എനിക്ക് ഇങ്ങനെ പ്രോഗ്രാം ഉണ്ട്, മാം വിളിച്ചാലും ചിലപ്പോൾ എനിക്ക് ഇപ്പോൾ കോൾ എടുക്കാൻ പറ്റിയെന്നിരിക്കില്ല, ഞാൻ ഗെറ്റ് ബാക്ക് ചെയ്തോളാം. അല്ലെങ്കിൽ നമ്മൾക്ക് പറയാനും പറ്റാത്തൊരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ നമ്മൾ നമ്മൾക്ക് എപ്പോഴാണോ നമ്മൾ അവൈലബിൾ ആവുന്ന ആ സമയത്ത് മെൻറ്ററിനെ അങ്ങോട്ട് മെസ്സേജ് അയക്കാം, മാം വിളിച്ചിരുന്നു അല്ലേ, പക്ഷെ ഞാൻ ഇന്നൊരു സാഹചര്യത്തിലായിരുന്നു, ഞാൻ ഇന്നത് വരെ ഞാൻ പഠിച്ചെത്തിയിട്ടുണ്ട് മാം, ഞാൻ മാമിനെ കോൾ ബാക്ക് ചെയ്തോളൂ, അല്ലെങ്കിൽ ഇന്ന സമയത്ത് മാം ഒന്ന് വിളിക്കാമോ എന്നുള്ള രീതിയിൽ എന്ത് ചെയ്യണം, അവർക്ക് കറക്റ്റായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ പാസ് ചെയ്യണം. ബിക്കോസ് ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മൾ അങ്ങോട്ട് അങ്ങനെ വരുന്ന സമയത്താണ് നിങ്ങളൊരു എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് സ്റ്റക്കായാൽ പോലും മെൻറ്ററിനെ കറക്റ്റ് ഇത് മോണിറ്റർ ചെയ്യാനും നിങ്ങൾക്ക് വേണ്ട സപ്പോർട്ടും പ്രൊവൈഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ സീരിയസ്നെസ് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ നമ്മൾ എന്തായാലും ഇപ്പോൾ ഒരു അസൈൻമെൻറ്റ് എഴുതുന്നില്ല, നിങ്ങൾക്ക് ചിലപ്പോൾ ചില സമയത്ത് നമുക്ക് തന്നെ ഉണ്ടാവും, ചിലപ്പോൾ കുറേ റെസ്പോൺസിബിലിറ്റീസ് വരുന്ന സമയത്ത് നമുക്ക് തന്നെ ഒരു ലാക്ക് ഓഫ് മോട്ടിവേഷൻ ഉണ്ടാവും. അങ്ങനെയുള്ള സമയത്തൊക്കെ ചിലപ്പോൾ നമ്മളൊരാൾ മോട്ടിവേറ്റ് ചെയ്യാനും നമുക്കൊരു കോൺഫിഡൻസ് തരാൻ നമ്മുടെ ഒരാളുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് എന്ത് ചെയ്യാൻ പറ്റും, നമ്മൾ ചിലപ്പോൾ ചെയ്തെടുക്കും. അപ്പോൾ അങ്ങനത്തെ ഒരു സപ്പോർട്ട് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യണമെങ്കിൽ അതിന് ഇമ്പോർട്ടൻ്റ് ആണ് വീക്ക്ലി കോൾസ് അറ്റൻഡ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ എല്ലാവരും നോട്ട് ചെയ്യാം, മൺഡേ ടു സാറ്റർഡേ ഉള്ള വീക്ക്ലി കോൾസിൽ നിങ്ങൾ നേരത്തെ തന്നെ നിങ്ങളുടെ മെൻറ്ററുമായിട്ട് ഡിസ്കസ് ചെയ്ത് ഒരു ടൈം നേരത്തെ തന്നെ ഫിക്സ് ചെയ്യാം. പിന്നെ വരുന്നതാണ് മൈൽ ആൻഡ് വൈസ് ഡേ എന്ന് പറയുന്നത്. സോ മൈൽ ആൻഡ് വൈസ് നേരത്തെ ഇൻട്രൊഡക്ഷൻ പറഞ്ഞ സമയത്ത് ഞാൻ പറഞ്ഞിരുന്നു, ഒരു ദിവസം നമ്മൾ എന്ത് പഠിക്കുന്നു എന്നുള്ളത് നിങ്ങളെ കറക്റ്റായിട്ട് നിങ്ങളെ ട്രാക്ക് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ മൈൽ ആൻഡ് വൈസ് ഇനീഷ്യേറ്റീവ് നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ സ്ക്രീനിൽ കാണിക്കുന്നത് പോലെ നിങ്ങൾക്കൊരു ടെംപ്ലേറ്റ് നിങ്ങളുടെ മെൻറ്റർ നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും. ഈ ടെംപ്ലേറ്റിൽ ബേസിക്കലി ഓരോ ദിവസത്തെ ഡേറ്റ് ഉണ്ടാവും, പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ എന്തൊക്കെയാണ് ഇന്നത്തെ ദിവസം പഠിച്ച ഓരോ കാര്യങ്ങൾ, എത്ര സെൽഫ് ലേണിംഗ് മെറ്റീരിയൽസ് വായിച്ചു, ഏത് വീഡിയോ ആണ് കണ്ടത്, എത്ര ടെസ്റ്റുകൾ നിങ്ങൾ അറ്റംപ്റ്റ് ചെയ്തു, അസൈൻമെന്റ് സ്റ്റാറ്റസ് എന്താണ്, കഴിഞ്ഞ വീക്ക്ലി കോൾ കഴിഞ്ഞതിന് ശേഷം ചിലപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്തെങ്കിലും അഡീഷണൽ ടാസ്ക് നിങ്ങൾ അസൈൻ ചെയ്തിട്ടുണ്ടാവും, ഈ അഡീഷണൽ ടാസ്കുകളുടെ സ്റ്റാറ്റസ് എവിടം വരെ എത്തി, ഇങ്ങനെയുള്ളതിൻ്റെ എല്ലാത്തിൻ്റെയും കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ടെംപ്ലേറ്റ് നിങ്ങൾക്ക് ടെംപ്ലേറ്റ് എന്ന് അയച്ചു തരുന്നതായിരിക്കും മെൻറ്റർ. നിങ്ങൾ എന്ത് ചെയ്യണം, ജസ്റ്റ് ഈ ടെംപ്ലേറ്റ് എടുത്തിട്ട് എല്ലാ ദിവസവും രാത്രി, അത് ഐഡിയലി ഐ വിൽ സേ, ഒന്നില്ലെങ്കിൽ രാവിലെ എഴുന്നേൽക്കുന്ന സമയത്തോ അല്ലെങ്കിൽ രാത്രി കിടക്കുന്ന സമയത്തോ എന്ത് ചെയ്യാം, ജസ്റ്റ് ഈ ഒരു ടെംപ്ലേറ്റ് അപ്ഡേറ്റ് ചെയ്യാം. നമുക്കറിയാം നമ്മൾ മിക്കപ്പോഴും ഇപ്പോഴത്തെ ട്രെൻഡ് മാറി വരുന്നതനുസരിച്ചിട്ട് ടെക്നോളജി അഡ്വാൻസ്ഡ് ആയി. അപ്പോൾ അതുകൊണ്ട് തന്നെ ചിലപ്പോൾ മിക്കപ്പോഴും നമ്മൾ എഴുന്നേൽക്കുന്ന സമയത്ത് തന്നെ ഒരു മൊബൈൽ ഫോൺ പിടിച്ചിട്ടായിരിക്കും എഴുന്നേൽക്കുന്നുണ്ടാവും. അപ്പോൾ നമ്മൾ വിചാരിക്കുക നമ്മുടെ മെൻറ്ററിൻ്റെ നമ്പർ ഒന്ന് പിൻ ചെയ്തിടാവും വാട്സാപ്പിൽ. ഒന്നില്ലെങ്കിൽ എഴുന്നേൽക്കുമ്പോൾ തന്നെ മെൻറ്ററിന് ലാസ്റ്റ് പഠിച്ചതിൻ്റെ ഒരു അപ്ഡേഷൻ കൊടുക്കാം, അല്ല നൈറ്റ് കിടക്കുന്നതിന് മുന്നേ ഒരു അപ്ഡേഷൻ നമ്മൾ കൊടുക്കാം. ചിലപ്പോൾ നമ്മൾ നൈറ്റ് കിടക്കുന്നതിന് സമയത്ത് മുന്നേ നമ്മൾ എത്ര പേർക്ക് ചിലപ്പോൾ ഗുഡ് നൈറ്റ് മെസ്സേജ് അയക്കുന്നുണ്ടാവും, അതുപോലെ ഒരു മെസ്സേജ് ആയിട്ട് ഒരു പ്രാക്ടീസ് ആയിട്ട് നിങ്ങൾ കൊണ്ടുവരാം. ഓരോ ദിവസം പഠിച്ചത് എന്താണ്. അപ്പൊ നിങ്ങൾക്ക് ടെംപ്ലേറ്റിൽ ഫില്ല് ചെയ്യാൻ പറ്റില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു വോയിസ് മെസ്സേജ് അയച്ചിടാം, മാം ഞാൻ ഇവിടെ വരെ എത്തി, ഞാൻ ഇന്ന് നോക്കിയത് ഈ 2 വീഡിയോസ് ആണ്, ഇതെനിക്ക് ക്ലിയർ ആണ്, ഞാൻ അതിന്റെ റീഡിംഗ് മെറ്റീരിയൽസ് നോക്കി, അപ്പോൾ അതും ക്ലിയർ ആണ്, അല്ലെങ്കിൽ എനിക്ക് ഇതിനകത്ത് കൺസെപ്റ്റ് ഇന്നൊരു ഏരിയ കൂടി ഒന്ന് ക്ലാരിറ്റി കിട്ടാനുണ്ട്, മാം ഒന്ന് അതൊന്ന് നോക്കിയിട്ടൊന്ന് പറഞ്ഞു തരണേ എന്നുള്ള രീതിയിൽ ഒരു ഓഡിയോ മെസ്സേജ് ആയിട്ടാണെങ്കിലും നിങ്ങൾ അയച്ചിരിക്കണം. നിർബന്ധമായിട്ടും നിങ്ങൾ ഒരു ദിവസം എന്ത് പഠിക്കുന്നു എന്നുള്ളത് കറക്റ്റ് ആയിട്ട് നിങ്ങളുടെ മെന്ററിനെ റിപ്പോർട്ട് ചെയ്യേണ്ടതാണ്. സോ ഇതിന് വേണ്ടിയിട്ടുള്ള നിങ്ങൾക്കുള്ളൊരു ടെംപ്ലേറ്റ് നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നുണ്ടാവും, മെൻറ്റർ അയച്ചു തരുന്നുണ്ടാവും. സോ നെക്സ്റ്റ് വരുന്നതാണ് അസൈൻമെന്റ് കറക്ഷൻ എന്ന് പറയുന്നത്. നമുക്കറിയാം ഇഗ്നോ യൂണിവേഴ്സിറ്റി സംബന്ധിച്ചിടത്തോളം നമ്മളുടെ ഏത് പ്രോഗ്രാമിന് എൻറോൾ ചെയ്താലും ഒരു 1 ഇയറിൽ ഒരു 8 പേപ്പർ നിങ്ങൾക്ക് പഠിക്കാനുണ്ടെങ്കിൽ ഇതിൻ്റെ എല്ലാത്തിനെയും എക്സാമിന് അപ്പിയർ ചെയ്യുന്നതിന് മുന്നേ അസൈൻമെന്റ്സ് സബ്മിറ്റ് ചെയ്യണം. ഈ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ നിങ്ങൾക്ക് ലേൺ വൈസ് എന്നുള്ള ഗൈഡ് ബുക്സുകൾ ഉണ്ടാവും. പക്ഷേ മെന്റർഷിപ്പ് പാക്കേജിലൂടെ ജോയിൻ ചെയ്യുന്ന ലേണേഴ്സിന് വേണ്ടിയിട്ട് നമ്മുടെ അസൈൻമെന്റ് കറക്ഷൻസ് എന്ന് പറയുന്നത് നിങ്ങൾ എഴുതുന്ന ഒരു പർട്ടിക്കുലർ പേപ്പേഴ്സ് ആണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് എന്നൊരു പേപ്പർ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ പേപ്പറിന്റെ നിങ്ങൾ എന്ത് ചെയ്യുന്നു, അസൈൻമെന്റ് റഫായിട്ട് എഴുതുക. ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് വരും, ക്വസ്റ്റ്യൻസ് നോക്കിയിട്ട് നിങ്ങൾ അസൈൻമെന്റ്സ് റഫായിട്ട് എഴുതി കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം, അത് നിങ്ങളുടെ മെൻറ്ററിന് PDF ആക്കി അല്ലെങ്കിൽ ഫോട്ടോ എടുത്ത് എന്ത് ചെയ്യാം, അയച്ചു കൊടുക്കാം. അയച്ചു കൊടുക്കുന്ന സമയത്ത് മെൻറ്റർ അത് ഗോ ത്രൂ ചെയ്തിട്ട് നിങ്ങൾക്ക് വേണ്ടതായിട്ടുള്ള കറക്ഷൻസ് ഫീഡ്ബാക്സുകളും നിങ്ങൾക്ക് തരുന്നതായിരിക്കും. അതായത് ഇങ്ങനെ ഈ പോയിന്റ് കൂടി ഇൻക്ലൂഡ് ചെയ്യണം, അല്ലെങ്കിൽ ഇത് വേണ്ട, അല്ലെങ്കിൽ ഇത്രയും കുറച്ചും കൂടി ബ്രീഫ് ആക്കണം, അല്ലെങ്കിൽ കുറച്ചും കൂടി ലാബറേറ്റ് ചെയ്യണം, ഇങ്ങനെയുള്ള കാര്യങ്ങളും ഗൈഡ് ലൈൻസ്. ബിക്കോസ് നമുക്ക് അറിയുന്ന പോലെ നമ്മളുടെ ഇവിടെ അസൈൻമെന്റ്സിൽ ടോപ്പ് സ്കോഴ്സുകൾ വരെ നമുക്ക് കിട്ടുന്നതാണ് നമ്മുടെ മിക്ക അസൈൻമെന്റ്സുകൾ മിക്ക ലേണേഴ്സിനും. അപ്പോൾ അവർ
ഇപ്പൊ ഇത്രയും വർഷങ്ങളായിട്ട് നോക്കിയിട്ടുള്ള അസൈൻമെന്റ്സുകളും കറക്റ്റ് ചെയ്തതിന്റെയൊക്കെ ബേസിസിലായിരിക്കും നിങ്ങൾക്ക് അതിന്റെ ഫീഡ്ബാക്സും കറക്ഷൻസും തന്ന് മാക്സിമം ഒരു 90% മേളിലേക്ക് അസൈൻമെന്റ്സും എല്ലാ പേപ്പറിനും കിട്ടുന്ന രീതിയിലേക്ക് നിങ്ങളെ എത്തിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ അസൈൻമെന്റ് എഴുതി എന്ത് ചെയ്യണം, മെന്ററിനെ സബ്മിറ്റ് ചെയ്യണം. അപ്പൊ അസൈൻമെന്റ് എഴുതി മെന്ററിനെ സബ്മിറ്റ്, ഇപ്പൊ ഞാനിവിടെ പറഞ്ഞു അസൈൻമെന്റ് കറക്ഷൻസ് ചെയ്യുന്നുള്ളത്. അപ്പൊ നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റി ആണ് എന്ത്, അസൈൻമെന്റ് എഴുതി കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മെന്ററിനെ കൊടുക്കുന്നുണ്ടെന്നുള്ളതും നിങ്ങളുടെ അസൈൻമെന്റ് കറക്റ്റ് ചെയ്ത് നിങ്ങൾ അതിന് വേണ്ട കറക്ഷൻസ് വരുത്തിയിട്ട് വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഇഗ്നോ യൂണിവേഴ്സിറ്റിയിലേക്ക് സബ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ അതൊന്ന് ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കുക അസൈൻമെന്റ്സ്. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള പ്ലാനിങ്ങിലായിരിക്കും ഓരോ പേപ്പർ കഴിയുന്ന സമയത്ത് നിങ്ങൾക്ക് അസൈൻമെന്റ് ക്വസ്റ്റ്യൻസുകൾ നിങ്ങളുടെ എഴുതാൻ പറയും, അസൈൻമെന്റ് വർക്ക് ചെയ്യാൻ പറയും. ആ സമയത്ത് അത് ചെയ്ത് കഴിയുന്ന സമയത്ത് നിങ്ങൾ എല്ലാം കൂടി ലാസ്റ്റ് മിനിറ്റ് കീപ്പ് ചെയ്തിട്ട് അന്ന് മാം ഓറിയന്റേഷൻ സെഷനിൽ പറഞ്ഞത് ഞങ്ങൾ അസൈൻമെന്റ്സ് കറക്റ്റ് ചെയ്ത് തരും എന്ന് പറഞ്ഞിട്ട് ലാസ്റ്റ് മിനിറ്റ് വെച്ചിട്ട് 8 പേപ്പേഴ്സിന്റെ അസൈൻമെന്റ്സും നമ്മൾ ഈ 10-30 പേജുള്ള ഒരു ഫയല് അയച്ചു കൊടുത്താൽ മെന്ററിനെ നോക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഓരോ പേപ്പറിന്റെയും ബ്ലോക്ക് കഴിയുന്ന സമയത്ത് കൃത്യമായിട്ട് അസൈൻമെന്റ്സുകൾ നമ്മൾ സബ്മിറ്റ് ചെയ്ത് കൊടുക്കുക. സോ പിന്നെ വരുന്നതാണ് ലൈവ് റിവിഷൻ സെഷൻസ് എന്ന് പറയുന്നത്. സോ നമുക്കറിയാം നമ്മളിപ്പോൾ കുറേ ദിവസങ്ങളായിട്ട് സൂം മീറ്റിംഗിൽ കാണുന്നുണ്ട്, ഇനി നമ്മൾ പലപ്പോഴും ഇടയ്ക്കിടയ്ക്കായിട്ട് നമ്മൾ കാണും. അതുപോലെ തന്നെയാണ് നമ്മുടെ ലൈവ് റിവിഷൻ സെഷൻസ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ആപ്പിൽ വീഡിയോസും മെറ്റീരിയൽസ് എല്ലാം കാണുന്ന സമയത്ത് നമുക്കൊരു പ്രിസ്ക്രൈബ്ഡ് ആയിട്ടുള്ള ടൈം ടേബിൾ, നിങ്ങളിപ്പോൾ ഓൾറെഡി ടൈം ടേബിൾ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് എല്ലാ ബാച്ചസിനും. അപ്പോൾ നമ്മുടെ ടൈം ടേബിൾ വെച്ചിട്ട് ക്ലാസ്സസ് കണ്ടു പോകുന്ന സമയത്ത് നമ്മളുടെ ടൈം ടേബിൾ നിങ്ങൾ ഗോ ത്രൂ ചെയ്തിട്ടുണ്ടെങ്കിൽ അറിയാൻ പറ്റും, ഓരോ പേപ്പറിന്റെയും ഓരോ ബ്ലോക്ക് കഴിയുന്ന സമയത്ത് നിങ്ങൾക്കൊരു ലൈവ് റിവിഷൻ സെഷൻസ് നമ്മളിവിടെ ലാൻവൈസിൽ നിന്ന് സ്കെഡ്യൂൾ ചെയ്യുന്നുണ്ട്. ഈ ലൈവ് റിവിഷൻ സെഷൻസിന്റെ ഒരു ഇമ്പോർട്ടൻസ് എന്താണെന്ന് കൂടി ഞാനൊന്ന് പറഞ്ഞുതരാം. ലൈവ് റിവിഷൻ സെഷൻസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഡയറക്ട്ലി ഇതുപോലെ തന്നെ ഇപ്പോൾ ഞാൻ നിങ്ങളെ കണ്ട് സംസാരിക്കുന്നത് പോലെ തന്നെ നിങ്ങൾക്കും കണ്ട് നിങ്ങളുടെ ഫാക്കൽറ്റിയുമായിട്ട് നിങ്ങൾക്ക് അല്ലെങ്കിൽ മെന്ററുമായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ കൺസെപ്റ്റിൽ ഡൗട്ട്സുകൾ ക്ലാരിഫൈ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ഡൗട്ട്സ് ക്ലാരിഫൈ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, ടൈം ടേബിൾ അനുസരിച്ചിട്ട് നമ്മുടെ മെന്റർ ലൈവ് സെഷൻസിന്റെ ലിങ്ക് അല്ലെങ്കിൽ മെസ്സേജ് ഇന്ന ദിവസം ലൈവ് സെഷൻ ഉണ്ടാവും എന്നുള്ളത് അറ്റ്ലീസ്റ്റ് നമ്മൾ തലേ ദിവസമെങ്കിലും ഇൻഫോം ചെയ്യും. അപ്പോൾ ഇൻഫോം ചെയ്യുന്ന സമയത്തിന് മുന്നേ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ ടൈം ടേബിൾ അനുസരിച്ചിട്ട് നമ്മൾ ഈ ഫുൾ വീഡിയോസും മെറ്റീരിയൽസും വായിച്ചിട്ടുണ്ടെന്നുള്ളത് എൻഷുർ ചെയ്യാം. അതിനുശേഷം നിങ്ങൾ ലൈവ് റിവിഷൻ സെഷനിൽ കയറുമ്പോൾ നിങ്ങൾക്ക് ആഡ് ഓൺ ബെനിഫിറ്റ് ആണ്. ബിക്കോസ് നിങ്ങൾ ഓൾറെഡി വീഡിയോ കണ്ടിട്ടുണ്ട്, മെറ്റീരിയൽസ് വായിച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് ആ സമയത്ത് ക്ലാരിഫൈ ആവാത്ത ഏരിയാസസ് ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ നേരിട്ടുള്ള ഇന്ററാക്റ്റീവ് സെഷനിൽ നിങ്ങൾക്ക് ചോദിച്ചുകൊണ്ട് ക്ലാരിറ്റി എടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ ലൈവ് റിവിഷൻ സെഷൻസ് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. അത് നിങ്ങളുടെ ലൈവായിട്ട് നിങ്ങൾക്ക് വരുന്ന ഡൗട്ട്സുകൾ നിങ്ങൾ എഴുതി വെക്കുക, നമ്മുടെ നോട്ടിൽ എഴുതി വെക്കുക. എനിക്ക് ഇന്ന ഏരിയകൾ എൻ്റെ ലൈവ് സെഷൻ വരുന്ന സമയത്ത് എനിക്ക് ക്ലാരിഫൈ ചെയ്യണം. അപ്പോൾ ഈ ലൈവ് റിവിഷൻ സെഷൻസ് നടക്കുന്നത്, എല്ലാ ലൈവ് സെഷൻസും നടക്കുന്നത് 7 PM ശേഷമായിരിക്കും. 7 PM 9 PM ബിറ്റ്വീൻ ആയിരിക്കും എല്ലാ ലൈവ് റിവിഷൻ സെഷൻസും നടക്കുന്നുണ്ടാവും. ഇറ്റ്സ് നോട്ട് എ ഡെയിലി ബേസിസ് ആയിട്ടുള്ള നിങ്ങൾക്ക് സ്കെഡ്യൂൾ ചെയ്യപ്പെടുന്ന സമയത്ത് നിങ്ങൾക്ക് ഏത് പേപ്പറിന്റെ ആണോ ലൈവ്, ഏത് ബ്ലോക്ക് ആണെന്നുള്ളത് കൃത്യമായിട്ട് നിങ്ങളെ മെന്റർ വാട്സാപ്പ് ത്രൂ തന്നെ നിങ്ങളെ ഇൻഫോം ചെയ്യുന്നതായിരിക്കും. ഒരു ലൈവ് സെഷൻസുകളും നിങ്ങൾ മിസ് ഔട്ട് ആവാതിരിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. ഇൻ കേസ് നിങ്ങൾക്ക് ലൈവ് സെഷൻസ് മിസ് ഔട്ട് ആവുന്നുണ്ടെങ്കിൽ നമ്മളുടെ ആപ്പിൽ അതിന്റെ റെക്കോർഡിംഗ് സെഷൻസുകൾ അവൈലബിൾ ആയിരിക്കും. ജസ്റ്റ് ഒരു 1 hour സെഷൻ ആണ്. അപ്പോൾ 1 hour സെഷൻ നമ്മൾ ആ ഒരു ദിവസം ലൈവ് റിവിഷൻ സെഷൻസ് ഉള്ള ദിവസം നമ്മൾ ആ 1 hour അതിന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാവരും ശ്രദ്ധിക്കാം. ഓക്കെ, സോ ഇനി ഇപ്പൊ ഞാൻ കുറേ കാര്യങ്ങൾ പറഞ്ഞു. അങ്ങനെയുണ്ട്, നിങ്ങൾക്ക് ഫീഡ്ബാക്ക്, നിങ്ങൾക്ക് ഡെയിലി വീക്ക്ലി കോൾ ഉണ്ടായിരിക്കും, നിങ്ങൾക്ക് അസൈൻമെന്റ് കറക്ഷൻസ് ഉണ്ടാവും, നിങ്ങൾക്ക് ലൈവ് റിവിഷൻ സെഷൻസ് ഉണ്ടായിരിക്കും, നിങ്ങൾക്ക് മെന്ററെ കണക്ട് ചെയ്യാൻ ഡൗട്ടുള്ള സമയത്ത് നിങ്ങൾക്കൊരു ഓൺ ബോർഡിങ് ഉണ്ടാവും, നിങ്ങൾക്കൊരു പോർട്ട്ഫോളിയോ നിങ്ങൾക്ക് ബിൽഡ് ചെയ്ത് തരും. അങ്ങനെ കുറേ കാര്യങ്ങൾ ഞാൻ പറഞ്ഞല്ലേ. ഇപ്പോൾ നിങ്ങൾ വിചാരിക്കുന്ന ഇതൊക്കെ മാം ഇങ്ങനെ പറഞ്ഞിട്ട് പോയി, ഇതെല്ലാം ഞങ്ങൾക്ക് കിട്ടുമോ, അല്ലെങ്കിൽ എല്ലാ സപ്പോസ് ഞങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് പറയുന്നുണ്ടെങ്കിൽ ഇനി ഇങ്ങനെയും കൂടി ചെയ്താൽ കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ യു ക്യാൻ സെൻഡ് യുവർ വാല്യുബിൾ ഫീഡ്ബാക്സ് ടു ദിസ് നമ്പർ. ദിസ് ഇസ് മൈ നമ്പർ, എൻ്റെ നമ്പറാണ് ഞാൻ സ്ക്രീനിൽ കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ നമ്പർ നോട്ട് ഡൗൺ ചെയ്യാം. സോ നിങ്ങൾക്ക് എന്തെങ്കിലും ഫീഡ്ബാക്സുകൾ, അതായത് നിങ്ങളുടെ നമ്മൾക്കറിയാം നമ്മൾ ഈ ഒരു ത്രൂ ഔട്ട് ഈ ജേർണിയിൽ 2021 to 2025 എത്തി നിൽക്കുന്ന സമയത്ത് നമ്മളുടെ ഈ ത്രൂ ഔട്ട് ജേർണിയിൽ നിങ്ങളെപ്പോലുള്ള ഓരോ ലേണേഴ്സുമാണ് നമ്മൾക്ക് ഇൻപുട്സ് തന്നുകൊണ്ട് നമ്മൾ അതനുസരിച്ചിട്ടാണ് ഓരോ പ്രാവശ്യവും നമ്മൾ ബെറ്ററായി വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് സജഷൻസുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഫീഡ്ബാക്സുകളോ എന്തെങ്കിലും തരാൻ, അതുപോലെ തന്നെ ഐ എം പ്രോമിസിങ് യു, നിങ്ങൾക്ക് ഇതിനകത്ത് ഞാൻ മെൻഷൻ ചെയ്തിട്ടുള്ള എന്തെങ്കിലും സപ്പോർട്ട്സോ റിസോഴ്സസോ കിട്ടാതിരിക്കുന്ന സാഹചര്യം ഉണ്ടായാലും യു ക്യാൻ കണക്ട് വിത്ത് മീ. ഐ വിൽ ചെക്ക് ഓൺ ഇറ്റ്. നിങ്ങൾക്ക് എന്ത് ഫീഡ്ബാക്സുകളോ എന്ത് ഇഷ്യൂസുകളോ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. സോ എവ്രി വൺ പ്ലീസ് ടേക്ക് എ നോട്ട് ഓഫ് ദിസ് നമ്പർ. ഈ നമ്പറിലേക്ക് നിങ്ങൾക്ക് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ, കോൾ ചെയ്താലാണോ, നിങ്ങൾക്ക് എന്താണോ നിങ്ങളുടെ ക്വയറി, അല്ലെങ്കിൽ എന്താണോ നിങ്ങളുടെ ബുദ്ധിമുട്ട്, അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ചലഞ്ചസ് എന്തെങ്കിലും ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ
നിങ്ങൾക്ക് അത് എൻ്റെ അടുത്ത് വിളിച്ച് ഡിസ്ക്ലോസ് ചെയ്ത് എൻ്റെ അടുത്ത് സംസാരിക്കാവുന്നതാണ്. സോ ദാറ്റ് വി വിൽ ഫൈൻഡ് ഔട്ട് ദ സൊല്യൂഷൻ ഫോർ ദ സെയിം. സോ നിങ്ങളുടെ ഞാൻ നേരത്തെ പറയുന്നു, ഇറ്റ്സ് നോട്ട് അബൌട്ട് ദി കംപ്ലൈൻറ്റ്സ് പറയുമോ അങ്ങനെയുള്ളത് മാത്രമല്ല, നമ്മളുടെ സജഷൻസുകൾ എനിക്ക് കണ്ട് പേഴ്സണേജ് ആയിട്ട് നമ്മുടെ മെന്റർഷിപ്പ് ടീം കംപ്ലീറ്റ് ഇവിടെ എല്ലാ മെന്റേഴ്സും പ്രസന്റ് ആണ്. ഐ ക്യാൻ വെരി കോൺഫിഡൻ്റ്ലി ഐ ക്യാൻ സീ ദാറ്റ് നല്ല വണ്ടർഫുൾ ആയിട്ടുള്ള വളരെ കമ്മിറ്റഡ് ആയിട്ടുള്ള മെന്റേഴ്സ് ആണ് നമ്മുടെ കൂടെ ടീമിലുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് അത് യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നിങ്ങൾക്ക് ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന സപ്പോർട്ട്സുകളെല്ലാം നിങ്ങൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. അവർ തരുന്ന ഓരോ സജഷൻസുകളും നിങ്ങൾ ഇൻകോപ്പറേറ്റ് ചെയ്യുക. ഓക്കെ, സോ നമുക്കിനി നെക്സ്റ്റ് വരുന്നത് നമ്മളുടെ ഏതൊക്കെ സപ്പോർട്ട് സിസ്റ്റംസുകളാണ് നമ്മൾക്കുള്ളത് എന്നുള്ളതാണ്. ഇപ്പൊ ഞാൻ ഇത്ര നേരം പറഞ്ഞിട്ടുണ്ടെന്ന് മെന്റർഷിപ്പ് ടീമും അല്ലെങ്കിൽ മെന്റർഷിപ്പ് ടീം സപ്പോർട്ട്സുകളെ പറ്റിയിട്ടാണ്. ഇപ്പൊ റീസർ ഓൾറെഡി നമ്മുടെ അടുത്ത് പറഞ്ഞിരുന്നു എന്തൊക്കെയാണ് നമ്മുടെ ഐഡിയലി നമ്മുടെ ഒരു സപ്പോർട്ട് സിസ്റ്റംസുകളായിട്ട് എന്തൊക്കെയാണ് വരുന്നത് എന്നുള്ളത്. അതിൽ വരുന്ന ഫസ്റ്റ് വൺ ആണ് അഡ്മിഷൻ ആൻഡ് രജിസ്ട്രേഷൻ ടീം എന്ന് പറയുന്നത്. സോ അഡ്മിഷൻ ആൻഡ് രജിസ്ട്രേഷൻ ടീം എന്ന് പറയുന്നത് നമ്മൾക്ക് അറിയുന്നത് പോലെ തന്നെ നിങ്ങൾക്കുള്ള അഡ്മിഷൻ കൗൺസിലേഴ്സ്, നിങ്ങൾ അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് നിങ്ങളൊരു അഡ്മിഷൻ കോർഡിനേറ്ററെ ഉണ്ടായിട്ടുണ്ടാവും നിങ്ങൾക്ക്. അതുപോലെ തന്നെ നിങ്ങളൊരു അഡ്മിഷൻ കൗൺസിലർ ഉണ്ടായിരിക്കും. നിങ്ങളുടെ അഡ്മിഷനായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ കാര്യങ്ങളും, നിങ്ങളുടെ ഇഗ്നോർ റിലേറ്റഡ് ആയിട്ടുള്ള അഡ്മിഷൻസും അതുപോലെ തന്നെ ലേൺ വൈസിലേക്കുള്ള നിങ്ങളുടെ എൻറോൾമെന്റും എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ടാവുക നിങ്ങളുടെ ACSും അതുപോലെ തന്നെ അഡ്മിഷൻ കോർഡിനേറ്റേഴ്സ് ആണ്. വി ഹാവ് എ കംപ്ലീറ്റ് സെറ്റ് ഓഫ് അഡ്മിഷൻ ആൻഡ് രജിസ്ട്രേഷൻ ടീം വേർ ദേ ഗീവ് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള, നിങ്ങളിപ്പോൾ ഒരു അഡ്മിഷൻ എടുത്തു, ഇപ്പൊ ഇവിടെ എല്ലാവരും അഡ്മിഷൻ എടുത്തവരാണ്. അപ്പൊ ഞാൻ അഡ്മിഷന്റെ കേസ് വലിയ കാര്യമായിട്ട് പറയേണ്ട ആവശ്യമില്ല. ഇന്ന് വരുന്നതാണ് രജിസ്ട്രേഷൻ എന്ന് പറയുന്നത്. രജിസ്ട്രേഷന്റെ കേസിൽ വരുന്ന സമയത്ത് നമുക്കറിയാം ഒരു ഇയർ കംപ്ലീറ്റ് ചെയ്താൽ അല്ലെങ്കിൽ ഒരു സെമസ്റ്റർ വൈസ് പ്രോഗ്രാം ആണെങ്കിലും നമ്മളൊരിത് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് സെക്കൻഡ് ഇയറിലേക്ക് അല്ലെങ്കിൽ തേർഡ് ഇയറിലേക്ക് നമുക്ക് എൻറോൾ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ യൂണിവേഴ്സിറ്റിയിൽ രജിസ്ട്രേഷൻ ചെയ്യണം. ഈ രജിസ്ട്രേഷന്റെ പ്രോസസ്സിന് വേണ്ടിയിട്ട് കംപ്ലീറ്റ് ഹെൽപ്പ് ചെയ്യുന്നതാണ് നമ്മുടെ അഡ്മിഷൻ ടീമും എല്ലാവരും കൂടിയിട്ട്. സോ നിങ്ങളുടെ രജിസ്ട്രേഷനും രജിസ്ട്രേഷൻ പ്രോസസ്സും അതുപോലെ തന്നെ നിങ്ങളുടെ എക്സാം റിലേറ്റഡ് ആയിട്ടുള്ള, നമുക്കറിയാം നമ്മുടെ എക്സാമിനൊക്കെ അനുബന്ധിച്ച് വരുന്ന സമയത്ത് നിങ്ങൾക്ക് ടെക്നിക്കലി ബുദ്ധിമുട്ട് ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ, അതായത് എക്സാം രജിസ്റ്റർ ചെയ്യുന്നതിന് എന്തെങ്കിലും ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ അഡ്മിഷൻ ടീമിൽ നിന്ന് അല്ലെങ്കിൽ രജിസ്ട്രേഷൻ ടീമിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യും, കംപ്ലീറ്റ്ലി നിങ്ങൾക്ക് വേണ്ടുള്ള എല്ലാ സപ്പോർട്ടും പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ആൻഡ് പിന്നെ വരുന്നതാണ് അക്കാഡമിക് കൗൺസിലിംഗ് ടീം എന്ന് പറയുന്നത്. സോ അക്കാഡമിക് കൗൺസിലിംഗിൽ നമുക്ക് അഡ്മിഷൻ എക്സിക്യൂട്ടീവ്സ് അതുപോലെ തന്നെ നമുക്കറിയാം നമുക്കൊരു ഹാപ്പിനെസ് അംബാസിഡർ വിങ് നമുക്ക് ഇവിടെ ഉണ്ട്. അതെന്ന് പറയുന്നത് ഹാപ്പിനെസ് അംബാസിഡർ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് ആയിട്ടൊരു സെഷൻ ഉണ്ടായിരിക്കും. പക്ഷേ എങ്കിലും ഹാപ്പിനെസ് അംബാസിഡർ എന്ന് പറയുന്നത് ജസ്റ്റ് ക്വിക്കായിട്ട് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പേഴ്സണൽ ഇഷ്യൂസ് കാരണം നിങ്ങൾക്ക് നിങ്ങളുടെ അക്കാഡമിക്സിൽ പോകുന്നതിൽ നിങ്ങളുടെ ഗോൾ അച്ചീവ് ചെയ്യുന്നതിന് വേണ്ടി എന്തെങ്കിലും ബാരിയർ ആയിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ നമ്മൾക്കിവിടെ ഒരു ഹാപ്പിനെസ് അംബാസിഡർ ഉണ്ട്. നമുക്കൊരു നമ്മളുടെ കൗൺസിലർ ആണ്, സൈക്കോളജിസ്റ്റ് ആണ്. സോ ഷീ വിൽ ബി ഹാൻഡ്ലിങ് അല്ലെങ്കിൽ ടേക്കിംഗ് ദ സെഷൻസ് ഫോർ യു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ ഹാപ്പിനെസ് അംബാസിഡറിന്റെ സെഷൻ നിങ്ങൾക്ക് ഓൺലൈൻ ത്രൂ ബുക്ക് ചെയ്യാവുന്നതാണ്. ബുക്ക് ചെയ്താൽ നിങ്ങൾക്ക് 1-to-1 ആയിട്ടുള്ള കൗൺസിലിംഗ് സെഷൻസുകൾ കിട്ടുന്നതായിരിക്കും. എങ്ങനെ നിങ്ങളുടെ അക്കാഡമിക്കലായിട്ടുള്ള ചലഞ്ചസ് അല്ലെങ്കിൽ എനിക്ക് മെമ്മറൈസ് ചെയ്യാനുള്ള ഡിഫിക്കൽട്ടീസ് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിലോ അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് ചലഞ്ചസ് ഫേസ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ യു ക്യാൻ കണക്ട് വിത്ത് നമ്മുടെ ഹാപ്പിനെസ് അംബാസിഡർ നമുക്ക് കണക്ട് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് അതിന് റിലേറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ മെന്റേഴ്സിനോട് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അതിന് വേണ്ടിയിട്ടുള്ള ഗൈഡും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതായിരിക്കും. എങ്ങനെയാണ് ബുക്ക് ചെയ്യേണ്ടതെന്നുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നതായിരിക്കും. സോ നമുക്ക് ഇവിടെ അക്കാഡമിക് കൗൺസിലിംഗ് ടീം, അതായത് നിങ്ങൾക്ക് വേണ്ട ബെറ്റർ, അതുപോലെ തന്നെയാണ് നമ്മൾക്ക് പലപ്പോഴും നമ്മൾക്ക് എൻക്വയറീസ് വരാറുണ്ട്. അതായത് ഇത് കഴിഞ്ഞാൽ അതിലേക്ക് എൻറോൾ ചെയ്യാൻ പറ്റുമോ, ഇതിനകത്തേക്ക് എൻറോൾ ചെയ്യണമെന്നില്ല. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു RCA ലൈസൻസ് സൈക്കോളജി സ്റ്റുഡൻസിനെ സംബന്ധിച്ചിടത്താണെങ്കിൽ ഒരു RCA ലൈസൻസിലേക്ക് എങ്ങനെ എത്താൻ പറ്റും, എങ്ങനെ അച്ചീവ് ചെയ്യാൻ പറ്റും, അങ്ങനെയൊക്കെയുള്ള രീതിയിലുള്ള എല്ലാ തരത്തിലുള്ള അക്കാഡമിക് കൗൺസിലിങ്ങും നമ്മൾ ഇവിടെ നിന്ന് ലേൺ വൈസിന് തരുന്നതായിരിക്കും. അതിന് വേണ്ടിയിട്ട് മാത്രമായിട്ട് നമുക്കൊരു അക്കാഡമിക് കൗൺസിലിംഗ് ടീം ലേൺ വൈസിനുള്ളതാണ്. പിന്നെ വരുന്നതാണ് നമ്മുടെ ക്രിയേറ്റീവ് ടീം എന്ന് പറയുന്നത്. ഇപ്പോൾ ഞാനൊരു എക്സാമ്പിൾ പറയാം. ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരുന്ന ഒരു സ്ലൈഡ് എന്ന് പറയുന്നത് നമ്മൾ ഈ ക്രിയേറ്റീവ് ടീം ഉണ്ടാക്കിയിരിക്കുന്ന ഒരു സ്ലൈഡാണ് നിങ്ങൾക്ക് അയച്ചിരുന്നത്. അതായത് നിങ്ങൾ ഈ ത്രൂ ഔട്ട് ഈ ലാംഗ്വേജിൽ കാണുന്ന നിങ്ങളുടെ ഓരോ പോസ്റ്റേഴ്സും അതുപോലെ തന്നെ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ സ്ലൈഡ്സ് ആണെങ്കിലും എല്ലാം നമ്മുടെ ക്രിയേറ്റീവ് ടീമിൻ്റെ, അതായത് നമ്മുടെ എഡിറ്റേഴ്സും എല്ലാവരും കൂടുന്ന ഡിസൈനിങ് ടീം, എഡിറ്റേഴ്സ് എല്ലാവരും കൂടുന്നതാണ് നമ്മുടെ ക്രിയേറ്റീവ് ടീം എന്ന് പറയുന്നത്. ഓൾറെഡി ഞാൻ പറയാതെ തന്നെ നിങ്ങൾ ഓൾറെഡി വിറ്റ്നസ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ് ഹൗ ദറ്റ് എത്ര നല്ലൊരു ക്രിയേറ്റീവ് ആയിട്ടുള്ള ടീം നമ്മൾക്ക് ഉണ്ട് എന്നുള്ളത്. നമുക്കൊരു എഡിറ്റിങ്ങും അതുപോലെ തന്നെ നമുക്ക് ഡിസൈനിങ് ആയിട്ടുള്ള ഒരു നല്ല വണ്ടർഫുൾ ടീം നമുക്ക് ലേൺ വൈസിനുണ്ട്. പിന്നീടുള്ള സാഹചര്യങ്ങൾ നമ്മളുടെ ക്രിയേറ്റീവ് ടീമിൽ നിന്നുള്ള മെമ്പേഴ്സ് നിങ്ങളുടെ അടുത്ത് വന്ന് സംസാരിക്കുന്നൊക്കെ ആയിരിക്കും. സോ നമുക്കൊരു ക്രിയേറ്റീവ് ടീമാണ് നമ്മളുടെ കാര്യങ്ങളെല്ലാം പ്രിപ്പയർ ചെയ്യുന്നതും അത് വണ്ടർഫുൾ ആക്കി നമുക്ക് ക്രിയേറ്റീവ് മാനറിലേക്ക് നിങ്ങളുടെ അടുത്തേക്ക് എത്തിക്കുന്നതെല്ലാം. പിന്നെ വരുന്ന നെക്സ്റ്റ് ഒരു സപ്പോർട്ട് സിസ്റ്റം ആണ്
റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ടീം എന്ന് പറയുന്നത്. നമുക്കറിയാം റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ടീം എന്ന് പറയുന്നത് നമ്മൾക്ക് ഓരോ പ്രാവശ്യം പോകുന്ന സമയത്തും ഇഗ്നോയുടെ ട്രെൻഡുകൾ മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. ചിലപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ ട്രാൻസ്, അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മളുടെ അസൈൻമെന്റ് എഴുതുന്നതിൻ്റെയോ അല്ലെങ്കിൽ പല തരത്തിലുള്ള രീതിയിൽ അല്ലെങ്കിൽ സിലബസ് റിവിഷൻസുകൾ നടക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ അസൈൻമെന്റ് ക്വസ്റ്റ്യൻസുകൾ റിവിഷൻ നടക്കും. ഇങ്ങനെയുള്ള ഓരോ സമയത്തും നമ്മുടെ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ടീം, നമ്മുടെ ലേൺവൈസിനുള്ള റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ടീമാണ് ഇത് കംപ്ലീറ്റ്ലി ഗോ ത്രൂ ചെയ്യുന്നതും അവരെപ്പോഴും നമ്മളുടെ റിസർച്ച് ചെയ്തുകൊണ്ട്, അതായത് നോക്കിക്കൊണ്ടേയിരുന്ന് നമ്മളുടെ അതിനനുസരിച്ചുള്ള ഒരു ഡെവലപ്മെന്റ് നമ്മുടെ പെർട്ടിക്കുലർ ഏരിയയിൽ കൊണ്ടുവരുന്നത്. അപ്പോൾ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ടീമിന്റെ ഭാഗമായിട്ടാണ് നമുക്കറിയാം പലപ്പോഴും നമ്മുടെ PYQ നിങ്ങൾക്ക് ഇനി കാണുന്ന സമയത്ത് അങ്ങോട്ട് എക്സാമിനോടൊക്കെ അനുബന്ധിച്ച് വരുന്ന സമയത്തറിയാം നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസുകളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് നമ്മുടെ ട്രെൻഡുകൾ അറിയണം എന്നുണ്ടെങ്കിൽ ഈ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ടീമാണ് എന്ത് ചെയ്യുന്നത്, പ്രീവിയസ് ആയിട്ട് നടന്നിട്ടുള്ള എക്സാം ക്വസ്റ്റ്യൻ പേപ്പേഴ്സുകളെല്ലാം നോക്കുന്നതും അതിനെല്ലാം ഇവാലുവേറ്റ് ചെയ്തുകൊണ്ടും നമ്മൾക്കൊരു ഔട്ട്പുട്ടായിട്ട് നമ്മൾക്ക് എന്ത് ചെയ്തത് നമുക്ക് തരുന്നതും. അപ്പോൾ അതിൻ്റെ കംപ്ലീറ്റ് റിസർച്ച് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മളുടെ ഞാൻ പറഞ്ഞതുപോലെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ അസൈൻമെന്റ് ക്വസ്റ്റ്യൻസ് മാറും. അതുപോലെ തന്നെ എപ്പോഴും എന്ത് ചേഞ്ച് കൊണ്ടുവന്നാലും അതിനെ നമ്മൾക്ക് കീ ഓൺ ആയിട്ട് നോക്കാൻ വേണ്ടിയിട്ട് വി ഹാവ് എ വെരി ഡെഡിക്കേറ്റഡ് ടീം ഇൻ ദ ലേൺവേഴ്സ്, ദാറ്റ് ഇസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ടീം. സോ നെക്സ്റ്റ് വൺ ഇസ് ടെക്നോളജി ടീം. ടെക്നോളജി ടീം നമുക്കറിയാം നമ്മളുടെ അഡ്വാൻസ്, നമ്മളുടെ ഇപ്പോൾ മോഡേൺ ട്രെൻഡ്സ് അനുസരിച്ചിട്ട് നമ്മളുടെ AI അതുപോലെ തന്നെ ഒത്തിരി ടൂൾസുകൾ നമുക്ക് ടെക്നോളജിക്കൽ ടൂൾസുകൾ നമുക്കിപ്പോൾ അവൈലബിൾ ആണ്. ഈ ടൂൾസുകൾ എല്ലാത്തിനെയും ഇൻകോർപ്പറേറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് എല്ലാ ICT അല്ലെങ്കിൽ നമ്മളുടെ എന്താ പറയുക ടെക്നോളജി റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ഏരിയാസസുകളെയും നോക്കിക്കൊണ്ട് ആണ് നമ്മളുടെ ടെക്നിക്കൽ ടീം നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന സ്ലൈഡ്സ് ആയിക്കോട്ടെ കണ്ടന്റ്സുകളായിക്കോട്ടെ അതെല്ലാത്തിനെയും നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരുന്നത്. അപ്പോൾ വി ഹാവ് എ വെരി ഗുഡ് ടെക്നോളജിക്കൽ ടീം വിത്ത് ദിസ്. നിങ്ങൾക്ക് ഞാൻ ഈ പറയുന്ന ഓരോരുത്തരെയും നിങ്ങൾക്ക് പിന്നീടുള്ള സാഹചര്യങ്ങളിൽ നമുക്ക് പരിചയപ്പെടാനും കാണാനും ഒക്കെ ഉള്ള അവസരങ്ങൾ ഉണ്ടാവും. സോ നമ്മൾക്ക് ഇപ്പോൾ ഇത്ര ടൈമിനുള്ള സെഷൻ ആയതുകൊണ്ടാണ് നമുക്ക് എല്ലാവരെയും പ്രസന്റ് ആക്കാൻ പറ്റാത്തത്. പിന്നെ ന്യൂ ഇനീഷ്യേറ്റീവ്സ് ടീം എന്ന് പറയുന്നത് എന്ന് പറയുന്നത് നമ്മൾ ഓരോ പ്രാവശ്യം പോകുന്നവരും ലേൺവേഴ്സ് ഇസ് ഓൾവേസ് തിങ്കിങ് അബൌട്ട് ദിറ്റ് വാട്ട് ന്യൂ വി ക്യാൻ ഗീവ് ടു ദി ന്യൂ സെറ്റ് ഓഫ് ലേണേഴ്സ് എന്നുള്ളത്. ഓരോ ടൈമിൽ പോകുന്ന സമയത്തും കഴിഞ്ഞ പ്രാവശ്യത്തേക്കാൾ എന്ത് പുതിയതായിട്ട് നമ്മൾക്ക് നമ്മളുടെ ലേണേഴ്സിന് കൊടുക്കാൻ പറ്റും, എന്തൊക്കെ പുതിയ ഇനീഷ്യേറ്റീവ്സ് നമുക്ക് കൊണ്ടുവരാൻ പറ്റും. ഇപ്പം നമുക്കറിയാം നമ്മളൊരു സാധാരണ ഒരു 2021 തൊട്ടുള്ള നമ്മുടെ ജേർണി എടുക്കുകയാണെങ്കിൽ നമ്മൾ ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഓരോ ടൈമിലും ഓരോ മന്തിലും നമ്മൾ പുതിയ പുതിയ ഇനീഷ്യേറ്റീവ്സ് കൊണ്ടുവരുന്നുണ്ട്. ഈ ഓരോ ഇനീഷ്യേറ്റീവ്സുകളായിരുന്നു നമ്മൾ ഇവിടം വരെ നമ്മൾ എത്തിക്കാൻ പറ്റിയിട്ടുള്ളത്. അതിന് വേണ്ടിയിട്ട് ലേൺവേഴ്സിൽ കംപ്ലീറ്റ് ആയിട്ട് ഒരു ഇനീഷ്യേറ്റീവ്സ് ടീം, അതായത് പുതിയ ഇനീഷ്യേറ്റീവ്സ് ബ്രിങ് ഔട്ട് ചെയ്യാനും അത് ഫോർമുലേറ്റ് ചെയ്യാനും അല്ലെങ്കിൽ അത് പ്ലാൻ ചെയ്യാനും വേണ്ടിയിട്ട് വി ഹാവ് എ വെരി ഗുഡ് ന്യൂ ഇനീഷ്യേറ്റീവ് ടീം. സോ ദേ ഈസ് ഡിസ്കസിങ് നമ്മളുടെ എന്തൊക്കെ ഇനീഷ്യേറ്റീവ്സ് കൊണ്ടുവരാൻ പറ്റും, എന്തൊക്കെ പുതിയ പുതിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ പറ്റും, എന്തൊക്കെ കാര്യങ്ങളൊക്കെ കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് നിങ്ങൾക്ക് ഓരോരുത്തർക്കും ബെനിഫിറ്റ് ആവാം എന്നുള്ള രീതിയിൽ നമ്മൾ ന്യൂ ഇനീഷ്യേറ്റീവ്സ് ടീം ആയിരിക്കും നമ്മുടെ ക്രിയേറ്റീവ് ആയിട്ടുള്ള പുതിയ പുതിയ പ്രോഗ്രാംസുകളും കാര്യങ്ങളൊക്കെ കൊണ്ടുവരുന്നുണ്ടാവും. പിന്നെ നെക്സ്റ്റ് ബാക്കി കണ്ടിന്യൂ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഐ വെൽക്കം അശ്വതി മാം. സോ നമ്മൾ ഇപ്പൊ ലിൻസി മാം നമുക്ക് ഓൾറെഡി ഷെയർ ചെയ്ത് തന്നു ഏതൊക്കെ ടീമാണ് നമ്മുടെ ലേൺവൈസിൽ ഫങ്ഷൻ ചെയ്യണേന്നുള്ളത്. അതിൽ നിങ്ങൾക്ക് ഫെമിലിയർ ആയിട്ടുള്ള ഒരുപാട് ഫാക്കൽറ്റീസ് നമുക്ക് നമ്മുടെ ലേൺവൈസിൽ നിങ്ങൾക്ക് എഫിഷ്യൻ്റ് ആയിട്ടുള്ള ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അതിൽ അക്കാദമിക് കോർഡിനേഷൻ ടീമിനെയാണ് നമ്മൾ ഇനി ഇൻവൈറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഓരോരുത്തരായിട്ട് നമുക്ക് ഓരോ ഡിപ്പാർട്ട്മെന്റ് വൈസ് നമുക്ക് ഓരോരോ ഫാക്കൽറ്റീസിനെ പരിചയപ്പെടാം. നിങ്ങളെല്ലാവരും തന്നെ നിങ്ങളുടെ ആപ്പിൽ ക്ലാസ്സുകൾ കണ്ട് പഠിക്കുന്നത് ഫാക്കൽറ്റീസിന്റെ റെക്കോർഡ് വീഡിയോസ് വെച്ചിട്ടായിരിക്കും. അപ്പോൾ ആ ഫാക്കൽറ്റീസിനെയാണ് നമ്മൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇനി ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് കേട്ടോ. സോ ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെന്റിൽ സീത മാമിനെയാണ് ഞാൻ ആദ്യം വിളിക്കുന്നത്. മാം ഓഡിയബിൾ ആണോ? ഹായ്, എന്റെ പേര് സീത. ഞാൻ ലേൺവൈസിലെ ഒരു ഫാക്കൽറ്റിയാണ് ഇംഗ്ലീഷില്. അപ്പോൾ ആസ് എ മെന്റർ എന്റെ ഭാഗത്തുനിന്ന് എല്ലാവിധ സപ്പോർട്ടുകളും എല്ലാവർക്കും ഉണ്ടായിരിക്കും. ഞാനിപ്പോ ട്രാവൽ ചെയ്യാണ്, എത്രത്തോളം ക്ലാരിറ്റി ഉണ്ടാവും എന്നറിയില്ല വോയിസ്. എന്തായാലും എന്റെ ഭാഗത്തുനിന്ന് ആസ് എ മെന്റർ എന്റെ ഭാഗത്തുനിന്നുള്ള എല്ലാവിധ സപ്പോർട്ടുകളും നമുക്ക് എല്ലാവർക്കും ഉണ്ടായിരിക്കുന്നതാണ്. താങ്ക് യു. താങ്ക് യു സീത മാം. മാം ട്രാവലിംഗ് ആണ്, ബട്ട് സ്റ്റിൽ ഞാൻ ജോയിൻ ചെയ്യാന്നുള്ള ഒരു ഉറപ്പ് വന്നിട്ടുണ്ടായിരുന്നു. താങ്ക് യു സോ മച്ച് മാം. അടുത്തത് നമുക്ക് സോഷ്യോളജി ഡിപ്പാർട്ട്മെന്റിലെ ഭാഗ്യലക്ഷ്മി മാമിനെ ഇൻവൈറ്റ് ചെയ്യാം. മാം കേൾക്കുന്നുണ്ടോ? എന്റെ പേര് ഭാഗ്യ. ഞാൻ ലേൺവൈസിൽ സോഷ്യോളജി ഡീൽ ചെയ്യുന്നതാണ്. മാസ്റ്റേഴ്സിന്റെ പേപ്പർ ചെയ്തിട്ടുണ്ട്, ബാച്ചിലേഴ്സിന്റെയും ചെയ്തിട്ടുണ്ട്. ഭാഗ്യ മാമിന് എന്തോ നെറ്റ്വർക്ക് ഇഷ്യൂ ഉണ്ടെന്ന് തോന്നുന്നു. ഇറ്റ്സ് ഓക്കെ. നമുക്ക് കൊമേഴ്സ് ആൻഡ് മാനേജ്മെന്റിലുള്ള ആര്യ മാമിനെ ഇൻവൈറ്റ് ചെയ്യാം. മൈസെൽഫ് ആര്യ സുരേഷ്. ഞാൻ കൊമേഴ്സ് ആൻഡ് മാനേജ്മെന്റിൽ വർക്ക് ചെയ്യുന്ന ഒരു ഫാക്കൽറ്റി ആണ്.
സോ ഇന്ന് നമ്മളൊരു പുതിയ അക്കാഡമിക് ഇയർ നിങ്ങളുടെ സ്റ്റാർട്ട് ചെയ്യുവാണ് അല്ലെ. ഇപ്പൊ എല്ലാവർക്കും ഒരുപാട് ഡ്രീംസ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. സോ നിങ്ങളുടെ ഡ്രീംസ് എല്ലാം അച്ചീവ് ചെയ്യാനായിട്ട് ഞങ്ങൾ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. സോ എല്ലാവരും എപ്പോഴും പോസിറ്റീവായിട്ടും എനർജറ്റിക് ആയിട്ടും മുന്നോട്ട് പോവുക. സോ ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ആര്യ മാം. അടുത്തതായിട്ട് നമുക്ക് ഫിസിക്സ് ഡിപ്പാർട്ട്മെന്റിലെ അഞ്ജു മാമിനെ വെൽക്കം ചെയ്യാം. അഞ്ജു മാം. എന്റെ പേര് അഞ്ജു. ഞാൻ ഫിസിക്സ് ഡിപ്പാർട്ട്മെന്റിലാണ് ലേൺ വൈസിൽ വർക്ക് ചെയ്യുന്നത്. അപ്പോ വലിയൊരു ഓപ്പർച്യൂണിറ്റി ആണ് ഇഗ്നോയില് കോഴ്സസ് ചെയ്യുന്നവർക്ക് വേണ്ടി ലേൺ വൈസ് ഒരുക്കി വെക്കുന്നത്. അപ്പോ എല്ലാവരും അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. ഓൾ ദി ബെസ്റ്റ്. എല്ലാവർക്കും എല്ലാ സപ്പോർട്ടും. ഓക്കെ, താങ്ക് യു അഞ്ജു മാം. താങ്ക് യു സോ മച്ച്. അടുത്ത നമുക്ക് BCA ഡിപ്പാർട്ട്മെന്റിലെ ഷഫ്ന മാമിനെ ഇൻവൈറ്റ് ചെയ്യാം. ഹലോ, ഗുഡ് ഈവനിങ്. എൻ്റെ പേര് ഷഫ്ന. ഞാൻ BCAയിലെ ഒരു ഫാക്കൽറ്റിയാണ്. ഞാൻ എടുക്കുന്ന സബ്ജക്റ്റ് MCS 011 ആൻഡ് MCS 201 ആണ്. നമ്മുടെ കമ്പ്യൂട്ടർ സയൻസിലെ പ്രോഗ്രാമിംഗ് ഇൻ C ആൻഡ് പൈത്തൺ, ഈ ഒരു 2 പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് ആണ് ഞാൻ ഹാൻഡിൽ ചെയ്യുന്നത്. സോ ഈ ഒരു അക്കാഡമിക് ജേർണിയിൽ ത്രൂ ഔട്ട് ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും. ഹാപ്പി ലേണിംഗ്. താങ്ക് യു. താങ്ക് യു ഷഫ്ന മാം. അടുത്തത് നമുക്ക് എക്കണോമിക്സ് ഡിപ്പാർട്ട്മെന്റിലെ ജസീറ മാം ജോയിൻ ചെയ്തിട്ടുണ്ട്. ജസീറ മാം ഓഡിയബിൾ ആണോ? പേര് ജസീറ. ഞാൻ എക്കണോമിക്സ് ഡിപ്പാർട്ട്മെന്റിൽ ഫാക്കൽറ്റി ആണ്. അപ്പൊ പുതിയൊരു അക്കാദമിക് ഇയർ സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പൊ എല്ലാവർക്കും അവരുടെ അക്കാദമിക് ജേർണിയിൽ ഒരു സപ്പോർട്ട് സിസ്റ്റം ആയിട്ട് ഞാൻ ഉണ്ടായിരിക്കും. അപ്പൊ എല്ലാവരും ലേൺ വൈസിലുള്ള എല്ലാ മെറ്റീരിയൽസ് മാക്സിമം യൂട്ടിലൈസ് ചെയ്ത് പഠനം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റട്ടെ. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു മാം. അടുത്തത് നമുക്ക് BSW ഡിപ്പാർട്ട്മെന്റിലെ സിയാന മാം ജോയിന്റ് ആണ്. സിയാന മാം കേൾക്കുന്നുണ്ടോ? സോ ഹായ് ഓൾ, എൻ്റെ പേര് സിയാന. ഞാൻ സോഷ്യൽ വർക്ക് ഫാക്കൽറ്റി ആണ്. ഞാനായിരിക്കും BSW 1 to 5 എന്നുള്ള പേപ്പർ നിങ്ങളായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ഐ ഹോപ്പ് വരും സെഷൻസിൽ നമുക്ക് കൂടുതലായിട്ട് കാണാം. സോ ഐ വിഷ് യു ഓൾ ദ വെരി ബെസ്റ്റ്. സി യു ഓൺ ദ നെക്സ്റ്റ് സെഷൻസ്. താങ്ക് യു മാം. അടുത്തത് നമുക്ക് സൈക്കോളജി ഡിപ്പാർട്ട്മെന്റിലെ ആൻമരിയ മാം ജോയിന്റ് ആണ്. മാം കേൾക്കുന്നുണ്ടോ? ഹായ് ഓൾ, എൻ്റെ പേര് ആൻമരിയ. എൻ്റെ സ്ഥലം മാംഗ്ലൂർ ആണ്. അപ്പം ഇവിടെ ഓൾറെഡി എന്നെ പരിചയപ്പെടുത്തിയതുപോലെ തന്നെ ഞാൻ സൈക്കോളജി ഫാക്കൽറ്റീസിനെയാണ് റെപ്രസെന്റ് ചെയ്ത് നിങ്ങളോട് സംസാരിക്കുന്നത്. സോ ഫസ്റ്റ് തിങ് എനിക്ക് പറയാനായിട്ടുള്ളത് കൺഗ്രാറ്റുലേഷൻസ് ആണ്. കാരണം പല സാഹചര്യങ്ങളിൽ നിന്നാണ് നിങ്ങൾ ഇന്ന് ഈ ഒരു മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുന്നത്. അപ്പൊ അതിൽ തന്നെ നിങ്ങൾ സമയം വേസ്റ്റ് ചെയ്യാതെ പ്രൊഡക്റ്റീവ് ആയിട്ട് ഒരു അക്കാഡമിക് ജേർണിയിലേക്കാണ് കടന്നിരിക്കുന്നത് ലേൺ വൈസിന്റെ ഒപ്പം. അപ്പൊ അതിന് ഒരു ഹ്യൂജ് കൺഗ്രാറ്റുലേഷൻസ്. ആൻഡ് നെക്സ്റ്റ് തിങ് എനിക്ക് പറയാനായിട്ടുള്ളത് ഓൾ ദ ബെസ്റ്റ് ആണ്. നിങ്ങൾ ഏത് സബ്ജക്ട് എടുത്ത് പഠിച്ചാലും ജസ്റ്റ് ഒരു സബ്ജക്ട് നോളജിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ മാർക്ക് കിട്ടാൻ വേണ്ടിയിട്ട് പഠിക്കുക എന്നതിനേക്കാൾ ഉപരിയായിട്ട് നിങ്ങൾ എൻജോയ് ചെയ്ത് സാറ്റിസ്ഫൈഡ് ആയിട്ട് ആ സബ്ജക്റ്റിനെ കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് പഠിക്കുക എന്നുള്ളതാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു, ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ആൻഡ് ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. നമ്മളിപ്പോ നിങ്ങളുടെ ഡിഫറെന്റ് ആയിട്ടുള്ള അക്കാദമിക് ഫാക്കൽറ്റീസിനെ നമ്മൾ പരിചയപ്പെട്ട് കഴിഞ്ഞു. അടുത്തതായിട്ട് നമ്മൾ നിങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട, നിങ്ങളോട് എല്ലാ കാര്യത്തിലും നിങ്ങളുടെ കൂടെ തന്നെ നിൽക്കുന്ന സ്റ്റുഡൻറ് സപ്പോർട്ട് ടീമിനെയാണ് നമ്മൾ പരിചയപ്പെടാൻ വേണ്ടി പോകുന്നത്. സ്റ്റുഡൻറ് സപ്പോർട്ട് ടീമിന്റെ ഏറ്റവും കോർ ആയിട്ടുള്ള ഒരു പേഴ്സൺ എന്ന് പറയുന്നത് തന്നെ നിങ്ങളുടെ മെന്റേഴ്സ് ആണ്. സോ നമുക്ക് ഓരോ ഡിപ്പാർട്ട്മെന്റിലെ മെന്റേഴ്സിനെ നമുക്ക് പരിചയപ്പെടാം. സോ ഞാൻ ആദ്യം തന്നെ വൈഷ്ണവി മാം നമ്മുടെ സൈക്കോളജി ഡിപ്പാർട്ട്മെന്റിലെ മെന്റർ ആണ്. അലോങ് വിത്ത് മാം ആക്ച്വലി സൈക്കോളജി, ഇംഗ്ലീഷ് ആൻഡ് സോഷ്യൽ വർക്ക് 3 ഡിപ്പാർട്ട്മെന്റ് ഹാൻഡിൽ ചെയ്യുന്ന ടീം ലീഡും നമ്മുടെ ലേൺ വൈസിലെ കരിയർ ഡെവലപ്മെന്റ് എക്സിക്യൂട്ടീവ് ആയിട്ടും കൂടിയാണ് മാം വർക്ക് ചെയ്യുന്നത്. സോ ഓവർ ടു യു വൈഷ്ണവി മാം. കേൾക്കുന്നുണ്ടോ? കേൾക്കാം. സോ ഗുഡ് ഈവനിങ് എവ്രി വൺ. ഫസ്റ്റ് ഓഫ് ഓൾ കൺഗ്രാറ്റുലേഷൻസ്. നിങ്ങൾ നിങ്ങളുടെ ഒരു ഇഷ്ടപ്പെട്ട ഒരു കോഴ്സ് എടുത്തിട്ടാണ് ജോയിൻ ചെയ്തിരിക്കുന്നത് അല്ലെ. ഇഗ്നോ ആണെങ്കിലും ലേൺ വൈസ് ആണെങ്കിലും നമ്മൾ എല്ലാവർക്കും കിട്ടുന്ന ഒരു ഭാഗ്യമല്ല ഇഷ്ടപ്പെട്ട കോഴ്സ് പഠിക്കുക എന്നുള്ളത്. അതും പല ഏജ് ഗ്രൂപ്പിലുള്ള ആൾക്കാരാണ് ഇവിടെ പ്രസന്റ് ആയിട്ടിരിക്കുന്നത് അല്ലെ. അപ്പൊ അതുകൊണ്ട് ഈ ഒരു ജേർണി നിങ്ങളുടെ സ്റ്റാർട്ട് ചെയ്യാണ്. സോ ഈ ഒരു ജേർണി, എഡ്യൂക്കേഷൻ ജേർണിയിൽ ത്രൂ ഔട്ട് നിങ്ങളുടെ മെന്റേഴ്സ്, ഞാനായാലും ഇവിടെ ബാക്കി പ്രസന്റ് ആയിട്ടുള്ള എല്ലാ മെന്റേഴ്സും നിങ്ങളുടെ ഈ ഒരു എഡ്യൂക്കേഷൻ ജേർണിയിൽ ത്രൂ ഔട്ട് നിങ്ങളുടെ കൂടെ ഉണ്ടാവും, എല്ലാ സപ്പോർട്ടിനും. So all the very best. Thank you so much. താങ്ക് യു വൈഷ്ണവി മാം. അടുത്തതായിട്ട് നമുക്ക് വാണി മാമിനെ ഇൻവൈറ്റ് ചെയ്യാം. വാണി മാം വൈഷ്ണവി മാമിനെ പോലെ തന്നെ ഏകദേശം 6 ഡിപ്പാർട്ട്മെന്റോളം ലേൺ വൈസിലെ ടീം ലീഡായിട്ട് ഹാൻഡിൽ ചെയ്യുന്നതാണ്. കൊമേഴ്സ് ആൻഡ് മാനേജ്മെന്റ്, ഹിസ്റ്ററി, പൊളിറ്റിക്കൽ സയൻസ്, എക്കണോമിക്സ്, BCA ആൻഡ് സയൻസ് ആൻഡ് സോഷ്യോളജി, ഇത്രയും ഡിപ്പാർട്ട്മെന്റ്സ് ടീം ലീഡായിട്ട് ഹാൻഡിൽ ചെയ്യുന്നതാണ് വാണി മാം. സോ വാണി മാമിനെ നമുക്ക് ഇൻവൈറ്റ് ചെയ്യാം. വാണി മാം, ഓവർ ടു യു. ഓക്കെ, ഗുഡ് ഈവനിങ് ഓൾ. കേൾക്കാമല്ലോ പറയുന്നത് അല്ലേ? കേൾക്കുന്നുണ്ടല്ലോ. ഓക്കെ,
ഗുഡ് ഈവനിങ്. ഇന്ന് നമ്മളുടെ 6ാമത്തെ ഓറിയന്റേഷൻ സെഷനാണ്. കഴിഞ്ഞ 5 സെഷൻസും നമ്മൾക്ക് വ്യത്യസ്തമായിരുന്നു. ഓരോ കാര്യങ്ങൾ നമ്മൾ പുതിയതായിട്ട് അറിഞ്ഞു. നമ്മൾ ഒരുമിച്ച് അറിഞ്ഞു ഇല്ലേ? പുതിയതായിട്ട് ഓരോ ചുവടുവെപ്പും നമ്മൾ വെച്ചുകൊണ്ടിരിക്കുകയാണ്, ഒരുമിച്ച് വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ചേർന്നിരിക്കുന്ന എല്ലാവരും നിങ്ങളുടേതായ ഓരോ ആഗ്രഹങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ ഐഡിയാസ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. ചിലരെന്താണ് PG കംപ്ലീറ്റ് ചെയ്യണം, ചിലരെന്താണ് ഡിഗ്രി വേണം, അല്ലെങ്കിൽ നമ്മുടെ കരിയർ ഗ്രോത്തിന് ആവശ്യമായിട്ട് എനിക്ക് ഈ ഒരു കോഴ്സ് ചെയ്തേ പറ്റൂ എന്ന് ആഗ്രഹത്തോട് വന്നിരിക്കുന്നതാണ് ഓരോരുത്തരും. അപ്പൊ നിങ്ങൾക്ക് കിട്ടിയ ഈ ഒരു നല്ല അവസരം നിങ്ങൾ നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യുക. നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു ഗോൾ അച്ചീവ് ചെയ്യാനായിട്ട് ഞങ്ങൾ എൻറ്റയർ ലേൺവൈസ് ടീം ഇവിടെ റെഡിയാണ്. നിങ്ങളുടെ ഒപ്പം ഞങ്ങൾ ഉണ്ടാവും. അപ്പോൾ വിഷു ഓൾ ദ ബെസ്റ്റ് ആൻഡ് നല്ലൊരു തുടക്കമാവട്ടെ. എല്ലാവർക്കും നല്ല രീതിയിൽ നിങ്ങൾ ആഗ്രഹിച്ച രീതിയിലുള്ള സക്സസ് നിങ്ങൾക്ക് ലഭിക്കട്ടെ. ഓക്കെ, താങ്ക് യു. താങ്ക് യു വാണി മാം. സോ നമുക്ക് ഇനി ഓരോ ഡിപ്പാർട്ട്മെന്റ് വൈസ് ആയിട്ടുള്ള റെപ്രസെന്റേറ്റീവ്സിനെ ഇൻവൈറ്റ് ചെയ്യാം. ആദ്യം തന്നെ നമുക്ക് സൈക്കോളജി ഡിപ്പാർട്ട്മെന്റ് പരിചയപ്പെടാം. സൈക്കോളജി ഡിപ്പാർട്ട്മെന്റിൽ സുനീറ മാം ഉണ്ട്, ഹന മാം ഉണ്ട്, വൈഷ്ണവി മാം ഉണ്ട്, നൂറ മാം ഉണ്ട്, നസ്രിൻ മാം ഉണ്ട്, ആൻഡ് ഹാപ്പിനെസ് അംബാസിഡർ കൂടി ആയിട്ടുള്ള നമ്മുടെ അക്ഷര മാമും സൈക്കോളജി ഡിപ്പാർട്ട്മെന്റിന്റെ പാർട്ടാണ്. സോ ഈ ഒരു നമുക്ക് ഇൻഡിവിജ്വലി എല്ലാവരെയും ഇൻവൈറ്റ് ചെയ്യുന്നതിന് ലിമിറ്റേഷൻസ് ഉള്ളതുകൊണ്ട് ഈ ഒരു ഡിപ്പാർട്ട്മെന്റിനെ റെപ്രസെന്റ് ചെയ്തുകൊണ്ട് നമുക്ക് സുനീറ മാമിനെ ഇൻവൈറ്റ് ചെയ്യാം. ഓവർ ടു യു മാം. ഹായ് ഓൾ, ഗുഡ് ഈവനിങ്. അപ്പൊ എല്ലാവരും ലേൺവൈസിലേക്ക് വന്ന സമയത്ത് ഒരു എക്സൈറ്റ്മെന്റ് ഒക്കെ ഉണ്ടാവും അല്ലെ? എല്ലാവർക്കും എന്താണ് ഇവിടെ നടക്കുന്നത്, എന്താണ് ഇവിടെ പരിപാടി എന്നൊക്കെ ഉള്ള ഒരു അല്ലെ? ഓൺലൈൻ ആണ് എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ ഓൺലൈൻ ആണ് ക്ലാസ്സുകളും കാര്യങ്ങളൊക്കെ. അപ്പൊ ആ ഒരു കുറെ സംശയങ്ങളൊക്കെ നിങ്ങൾക്ക് ഇപ്പൊ ഇത്രയധികം ഓറിയന്റേഷൻ സെഷൻസ് ഒക്കെ അറ്റൻഡ് ചെയ്തതിലൂടെ മാറിയിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുന്നു. കാരണം ആദ്യത്തെ ഒരു ഫസ്റ്റ് സെഷൻ കഴിഞ്ഞപ്പോൾ തന്നെ നിങ്ങൾക്ക് കുറെ മനസ്സിലായിട്ടുണ്ടാവും ഇതാണ് നമ്മുടെ ഒരു ലേൺവൈസ്. കുറെ അധികം ഫണ്ട് ഉണ്ട്, കുറെ അധികം സൗഹൃദങ്ങളുണ്ട്, ഹെൽത്തി ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ഉണ്ട്. അതിനേക്കാളൊക്കെ കൂടുതൽ നിങ്ങൾ ഓരോരുത്തരും ഇവിടെ ഒരു ഡൈവേഴ്സ് ആയിട്ടുള്ള പീപ്പിൾ ആണ് കാണാനുള്ളത്. അപ്പൊ നിങ്ങൾ ഓരോരുത്തരും ഇവിടെ വന്നിട്ടുള്ള ഒരു ലക്ഷ്യങ്ങൾ അല്ലെങ്കിൽ ഗോള് എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ ഉണ്ടാവും അല്ലെ? ചിലർക്ക് അത് ജോലിയിലുള്ള പ്രൊമോഷൻ ആയിരിക്കാം, ചിലർക്ക് ഒരു ഡിഗ്രി നേടുക അല്ലെങ്കിൽ PG നേടുക, അങ്ങനെ എന്തെങ്കിലും ആയിരിക്കാം. ചിലർക്ക് ജസ്റ്റ് ഒരു കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട്, അതല്ലെങ്കിൽ ചിലർക്ക് പകുതിയിൽ മുടങ്ങിപ്പോയ പഠനം കണ്ടിന്യൂ ചെയ്യാനായിട്ട്, അങ്ങനെ പല ലക്ഷ്യങ്ങളും നിങ്ങൾക്കുണ്ടാവും. അപ്പം എല്ലാത്തിനും ഉപരിയായിട്ട് ഈ ഒരു ലക്ഷ്യങ്ങൾക്ക് നിങ്ങളുടെ കൂടെ നിൽക്കുക എന്നുള്ളതാണ് ലേൺവൈസിന്റെ ആദ്യത്തെ ഒരു ലക്ഷ്യം അല്ലെങ്കിൽ നമ്മളുടെ ആദ്യത്തെ കടമ എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടത് നമുക്കുള്ള ഇഷ്ടം പോലെ നമ്മുടെ ഒരു പ്ലാറ്റ്ഫോമിൽ ഇഷ്ടം പോലെ ഫീച്ചേഴ്സ് ഉണ്ട് അല്ലെ? നിങ്ങൾ അതൊക്കെ ഒരുപാട് സെഷൻസിലായിട്ട് പരിചയപ്പെട്ടിട്ടുണ്ടാവും, മനസ്സിലാക്കിയിട്ടുണ്ടാവും. ഇനി അങ്ങോട്ട് നിങ്ങളിപ്പോ നമ്മുടെ ഒരു ജേർണി സ്റ്റാർട്ട് ചെയ്തതുകൊണ്ട് അതൊക്കെ ഉപയോഗിക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ ഒരു ഉത്തരവാദിത്വം. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ലക്ഷ്യം നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം, അതിന്റെ കൂടെ നമ്മൾ ഉണ്ടാവും. എല്ലാ മെന്റേഴ്സും ഒരേപോലെ നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള സപ്പോർട്ടോടുകൂടി നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവും. നിങ്ങളും അത് യൂട്ടിലൈസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഉള്ള നിങ്ങളുടെ ഒരു ഉത്തരവാദിത്വം അത് മനസ്സിലാക്കുക എന്നുള്ളതാണ്, അതിൽ കൂടെ നടക്കുക എന്നുള്ളതാണ്. അപ്പൊ നിങ്ങൾ ഓരോരുത്തരും വന്നിട്ടുള്ള ഈ ഒരു ലക്ഷ്യം നിങ്ങൾ ആഗ്രഹിച്ചതിനേക്കാൾ കൂടുതൽ, നിങ്ങൾ ആഗ്രഹിക്കുന്നതിനേക്കാൾ കൂടുതൽ നിങ്ങൾക്ക് എത്തട്ടെ, അല്ലെങ്കിൽ കൈപ്പിടിയിൽ ഒതുക്കാൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സുനീറ മാം. അടുത്തത് നമുക്ക് ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെന്റ് പരിചയപ്പെടാം. ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെന്റിൽ മെന്റേഴ്സ് ആയിട്ട് ജയ്ഷ മാം ഉണ്ട്, മേഘ മാം ഉണ്ട്, ആൻഡ് ആയിഷ മാം ഉണ്ട്. ഒരു ഡിപ്പാർട്ട്മെന്റിനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ആയിഷ മാമിനെ ഇൻവൈറ്റ് ചെയ്യുന്നു. ഓവർ ടു യു മാം. താങ്ക് യു അശ്വതി മാം. ഹലോ, ഗുഡ് ഈവനിങ് എവ്രി വൺ. എൻ്റെ പേര് ആയിഷ. അശ്വതി മാം പറഞ്ഞ പോലെ ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെന്റിലെ മെന്റർ ആണ്. അപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ ഇപ്പൊ ഓറിയന്റേഷൻ സെഷൻസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ലേൺവൈസിൽ ജോയിൻ ചെയ്തിട്ടുള്ളത് പല പല ആഗ്രഹങ്ങൾ കൊണ്ടായിരിക്കും. ഈ പറഞ്ഞ പോലെ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യുക, നമ്മുടെ എഡ്യൂക്കേഷൻ കംപ്ലീറ്റ് ചെയ്ത് നമ്മുടെ ലൈഫിൽ സക്സസ്ഫുൾ ആവുക, നമ്മുടെ ഡ്രീംസ് അച്ചീവ് ചെയ്യുക എന്നുള്ള ഒരു എയിമിലാണ് എല്ലാവരും ജോയിൻ ചെയ്തിട്ടുള്ളത്. അപ്പൊ നിങ്ങളുടെ എല്ലാവരുടെയും ഡ്രീംസും ആഗ്രഹങ്ങളൊക്കെ സക്സസ്ഫുൾ ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മെന്റേഴ്സും എൻറ്റയർ ലേൺവൈസ് ടീമും എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടാവും. സോ ഓൾ ദ വെരി ബെസ്റ്റ് ഫോർ യുവർ ഫ്യൂച്ചർ ജേർണി. താങ്ക് യു സോ മച്ച്. താങ്ക് യു ആയിഷ മാം. നെക്സ്റ്റ് നമുക്ക് സോഷ്യൽ വർക്ക് മെന്റർ ആയിട്ടുള്ള ഫാത്തിമ മാമിനെ ഇൻവൈറ്റ് ചെയ്യാം. ഓവർ ടു യു മാം. ഹായ്, ഗുഡ് ഈവനിങ് എവ്രി വൺ. സോ ഫസ്റ്റ് ഓഫ് ഓൾ എല്ലാവർക്കും ഒരു കൺഗ്രാറ്റുലേഷൻസ്. നിങ്ങൾ എന്താ പറയാ, നിങ്ങളുടെ പഠന പാതി വഴിയിൽ നിന്ന് പോയിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ PG UG ഒക്കെ നേടണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ് ഇവിടെ ജോയിൻ ചെയ്തിട്ടുള്ളത്. ആൻഡ് ഐ എം സോ ഹാപ്പി. കുറെ ആളുകൾ ജോയിൻ ചെയ്തിട്ടുണ്ട്. അറൌണ്ട് 150 above ലേണേഴ്സ് ആണ് നമുക്ക് ഇപ്പോൾ ഈ സെഷനിലുള്ളത്. അപ്പം എന്താ പറയാ, എല്ലാവർക്കും ബെസ്റ്റ് വിഷസ്. ആൻഡ് ഞാൻ ഒരു ഫാക്കൽറ്റി കൂടെയാണ്. ഞാൻ ഫസ്റ്റ് ഇയറിൽ MSW ബാച്ചിന് വേണ്ടിയിട്ട് MSW 002 എന്ന് പറയുന്ന സബ്ജക്ട് എടുക്കുന്നുണ്ട്, പ്രൊഫഷണൽ സോഷ്യൽ വർക്ക് ഇന്ത്യൻ പെർസ്പെക്റ്റീവ്. ആൻഡ് ഓൾസോ സെക്കൻഡ് ഇയർ MSW വേണ്ടിയിട്ട് MSW 007 കേസ് വർക്ക് ആൻഡ് കൗൺസിലിംഗ്. ഈ 2 പേപ്പറാണ് ഞാൻ മെയിൻ ആയിട്ടും ഡീൽ ചെയ്യുന്നത്.
അപ്പോൾ വൺസ് അഗെയിൻ ഇവിടെ ജോയിൻ ചെയ്തിട്ടുള്ള എല്ലാവർക്കും ബെസ്റ്റ് വിഷസ്. നിങ്ങളുടെ പഠനവും എക്സാംസും കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ പോട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ഫാത്തിമ മാം. അടുത്തത് നമുക്ക് BCA ഡിപ്പാർട്ട്മെന്റ് കമ്പ്യൂട്ടർ സയൻസ് ഡിപ്പാർട്ട്മെന്റിലെ അർച്ചന മാമിനെ ഇൻവൈറ്റ് ചെയ്യാം. അർച്ചന മാം. ഹലോ എവ്രിവൺ, ഗുഡ് ഈവനിങ് ഓൾ. നമുക്കറിയാം നമ്മുടെ ഓറിയന്റേഷൻ സെഷന്റെ സിക്സ്ത് സെഷനാണ് ഇന്ന് നമ്മൾ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമുക്ക് അറിയാം, നമുക്ക് ഫെബ്രുവരി 3 നമുക്ക് ടൈം ടേബിൾ കിട്ടിയിട്ടുണ്ട്. അപ്പം അന്ന് തൊട്ട് നമ്മുടെ ലേണേഴ്സ് എല്ലാം തന്നെ അവരുടെ സ്റ്റഡീസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ തുടക്കത്തിലുള്ള ആ ഒരു കൺസിസ്റ്റൻസി എൻറ്റയർ ഒരു ജേർണിയിൽ എല്ലാവർക്കും അത് ഫോളോ അപ്പ് ചെയ്ത് പോകാനായിട്ട് സാധിക്കട്ടെ. അപ്പം ഓരോരുത്തരുടെയും അവരവരുടേതായിട്ടുള്ള ഡ്രീംസ് വളരെ നന്നായിട്ട് തന്നെ അത് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. അതോടൊപ്പം എൻറ്റയർ ലേൺവൈസ് ടീം നിങ്ങളോടൊപ്പം എപ്പോഴും സപ്പോർട്ടിന് വേണ്ടിയിട്ടുണ്ടാവും. ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു ഓൾ. അർച്ചന മാം. അടുത്തത് നമുക്ക് എക്കണോമിക്സ് ഡിപ്പാർട്ട്മെന്റിലെ മെന്റർ ആയിട്ടുള്ള തഹസീൻ മാമിനെ ഇൻവൈറ്റ് ചെയ്യാം. ഓവർ ടു യു തഹസീൻ മാം. താങ്ക് യു അശ്വതി മാം. നിങ്ങൾ ഫസ്റ്റ് ഓഫ് ഓൾ ഗുഡ് ഈവനിങ് ഓൾ ഓഫ് യു. ഞങ്ങൾ എല്ലാവരും ഇവിടെ എന്താ പറയാ പല ചുറ്റുപാടിൽ നിന്ന് വരുന്നവരായിരിക്കും. പക്ഷെ എന്നിരുന്നാലും നമ്മൾ ഇന്ന് ഇവിടെ ഒത്തുചേർന്നിട്ടുള്ളത് നമ്മുടെ ലേൺവേഴ്സിൽ നിങ്ങൾ എത്തിയിട്ടുള്ളത് നമ്മുടെ പഠനം കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടെ ആയിരിക്കും. സോ ആ ഒരു ലക്ഷ്യത്തിലായിട്ട് അത് തന്നെയാണ് ഞങ്ങളുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. നിങ്ങളുടെ സക്സസ്ഫുൾ ആയിട്ട് നമ്മുടെ ആ ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുക എന്ന് പറയുന്നത് തന്നെയാണ് ഞങ്ങളുടെയും ആഗ്രഹം, ലക്ഷ്യം എന്നൊക്കെ പറയുന്നത്. സോ നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങളുടെ ആഗ്രഹങ്ങൾ പോലെ അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു ലക്ഷ്യത്തിലോട്ട് എത്താൻ സക്സസ്ഫുള്ളി നമ്മുടെ ഈ ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് പോകാൻ പറ്റട്ടെ എന്ന് ആശംസിക്കുന്നു. ആൻഡ് ബെസ്റ്റ് വിഷസ്. താങ്ക് യു. ഓക്കെ, താങ്ക് യു തഹസീൻ മാം. അടുത്തത് നമുക്ക് സോഷ്യോളജി ഡിപ്പാർട്ട്മെന്റിലെ മെന്റർ ആയിട്ടുള്ള സരിത മാമിനെ ഇൻവൈറ്റ് ചെയ്യാം. ഓവർ ടു യു സരിത മാം. താങ്ക് യു മാം. ഗുഡ് ഈവനിങ് ഓൾ. എൻ്റെ പേര് സരിത, സോഷ്യോളജി ഡിപ്പാർട്ട്മെന്റിലെ മെന്റർ ആണ്. ഓൾറെഡി നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ട്. സോ നിങ്ങളുടെ ഒരു അക്കാദമിക് ജേർണിയിൽ എൻറ്റയർ സപ്പോർട്ട്, നമ്മളുടെ ഒരു എൻറ്റയർ ടീമിന് നിങ്ങൾ പരിചയപ്പെട്ടു. അപ്പോൾ നമ്മളുടെ എല്ലാവിധ സപ്പോർട്ടും നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കും. നിങ്ങളുടെ ഒരു ഡ്രീം അച്ചീവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എല്ലാവിധ സപ്പോർട്ടും കൂടി നമ്മൾ ഉണ്ടായിരിക്കുന്നതായിരിക്കും. എല്ലാവർക്കും ബെസ്റ്റ് വിഷസ്. താങ്ക് യു. താങ്ക് യു മാം. അടുത്തത് നമുക്ക് ഹിസ്റ്ററി ആൻഡ് പൊളിറ്റിക്കൽ സയൻസ് ഡിപ്പാർട്ട്മെന്റ് മെന്റർ ആയിട്ടുള്ള നികിത മാമിനെ ഇൻവൈറ്റ് ചെയ്യാം. നികിത മാം, ഓവർ ടു യു. ഹലോ, ഗുഡ് ഈവനിങ് എവറി വൺ. ഞാൻ നികിത, ഹിസ്റ്ററി ആൻഡ് പൊളിറ്റിക്കൽ സയൻസിലെ മെൻറ്ററാണ്. ആൻഡ് നിങ്ങൾ ഓരോരുത്തരും ലേൺ വൈസിലേക്ക് വന്നത് നിങ്ങളുടെ സ്വപ്നം സാക്ഷാത്കരിക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ ഓരോരുത്തരും പഠനം എന്ന സ്വപ്നം സാക്ഷാത്കരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ലേൺ വൈസ് നിങ്ങളുടെ കൂടെ എപ്പോഴും ഉണ്ടാവും. ആൻഡ് ബെസ്റ്റ് വിഷസ് ടു എവറി വൺ. താങ്ക് യു. താങ്ക് യു നികിത മാം. അടുത്ത നമുക്ക് BSc ഫിസിക്സ് ആൻഡ് കെമിസ്ട്രി ഡിപ്പാർട്ട്മെന്റ് ഹാൻഡിൽ ചെയ്യുന്ന മാധവി മാമിനെ ഇൻവൈറ്റ് ചെയ്യാം. ഓവർ ടു യു മാധവി മാം. താങ്ക് യു അശ്വതി മാം. ഗുഡ് ഈവനിങ് എവറിബഡി. ഇപ്പൊ നിങ്ങൾക്ക് കുറച്ച് പേർക്കെങ്കിലും എന്നെ അറിയായിരിക്കും. BSc കെമിസ്ട്രി, ഫിസിക്സ്, മാത്തമാറ്റിക്സ് സ്റ്റുഡൻസിന് കുറച്ചും കൂടെ പരിചയം ഉണ്ടാവും. എൻ്റെ പേര് മാധവി. ഞാൻ അത് MPH 002 ഒരു പേപ്പർ ക്ലാസിക്കൽ മെക്കാനിക്സ് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ സയൻസിലെ ഓവറോൾ മെന്റർ ആയിട്ട് ഇവിടെ വർക്ക് ചെയ്യാണ്. ഒരു വലിയ കരിയർ ഗ്യാപ്പിന് ശേഷം ഇങ്ങനൊരു സ്റ്റെപ്പ് ഫോർവേഡ് ചെയ്ത എല്ലാ സ്റ്റുഡൻസിനും എൻ്റെ വക ഒരു വലിയ കൺഗ്രാറ്റുലേഷൻസ്. കാരണം പഠിക്കാൻ ആഗ്രഹിക്കുക എന്ന് പറയുന്നത്, ഇത് അച്ചീവ് ചെയ്യാനായിട്ട് തീരുമാനിക്കുക എന്ന് പറയുന്നതാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്യുന്ന ഒരു ബിഗ്ഗസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. സോ അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് വേണ്ട എല്ലാ എഡ്യൂക്കേഷണൽ സപ്പോർട്ടും അതുപോലെ തന്നെയുള്ള ഇമോഷണൽ സപ്പോർട്ടും എല്ലാം നമ്മുടെ ലേൺ വൈസ് ടീമിൽ നിന്ന് പ്രൊവൈഡഡ് ആയിരിക്കും. അപ്പോൾ ത്രൂ ഔട്ട് ഇപ്പൊ നിങ്ങൾ കാണിക്കുന്ന ഈ കൺസിസ്റ്റൻസി ത്രൂ ഔട്ട് നമ്മുടെ കോഴ്സ് കഴിയുന്നത് വരെ ചെയ്ത്, നമ്മുടെ 2 ഇയർ കോഴ്സസ് ആണെങ്കിൽ അത് എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റട്ടെ. എല്ലാവരും ഹെൽത്തി ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഓക്കെ, താങ്ക് യു. താങ്ക് യു മാം. സോ നമ്മൾ അങ്ങനെ നമ്മുടെ സ്റ്റുഡൻറ് സപ്പോർട്ട് ടീമിനെ പരിചയപ്പെട്ട് കഴിഞ്ഞു. ഇപ്പൊ പലരും വിചാരിക്കുന്നുണ്ടാവും എൻ്റെ മെന്റർ വന്നല്ലോ എന്നൊക്കെ വിചാരിക്കുന്നുണ്ടാവും. ചിലർ വിചാരിക്കുന്നുണ്ടാവും എൻ്റെ മെന്ററെ കണ്ടില്ലല്ലോ എന്ന്. ഞാൻ പറഞ്ഞ പോലെ നമുക്ക് എല്ലാവരെയും പേഴ്സണലി നമുക്ക് വിളിക്കാനുള്ള ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് റെപ്രസെൻറ്റേറ്റീവ് ആയിട്ട് ഓരോരോ ആളുകളായിട്ട് സംസാരിച്ചിട്ടുള്ളത് കേട്ടോ. സോ നമ്മൾ ആദ്യം ഈ സെഷൻ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഷെയർ ചെയ്ത പിക്ക് തന്നെയാണ് ഞാൻ വീണ്ടും ഒന്നും കൂടെ ഷെയർ ചെയ്യുന്നത്. നിങ്ങൾക്കറിയാം, റഹീസർ, നമ്മുടെ CEO റഹീസർ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു ഫ്രെയിമിൽ ഒതുങ്ങുന്നതല്ല ലേൺ വൈസ് ടീം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, പക്ഷെ നിങ്ങളുടെ അടുത്ത് ഏറ്റവും കൂടുതൽ കണക്ഷൻ കീപ്പ് ചെയ്യുന്ന ആ ഒരു ആൾക്കാരെ നമ്മൾ എന്ത് ചെയ്യാൻ മാക്സിമം ഈ ഒരു ഫ്രെയിമിൽ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്തിട്ടുണ്ട്. സോ നിങ്ങളും ഇപ്പോൾ ഈ ഒരു കമ്മ്യൂണിറ്റിന്റെ പാർട്ടാണെന്നുള്ളത് നിങ്ങൾ
അക്സെപ്റ്റ് ചെയ്യുക. നിങ്ങൾ എന്താ പറയുക, നമ്മളിവിടെ നിങ്ങളുടെ ഈ ഒരു അക്കാദമിക് ജേർണി സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതായത് എൻറ്റയർ ടീം നിങ്ങളുടെ കൂടെ ഉണ്ടെന്നുള്ളത് നിങ്ങൾ വിശ്വസിക്കുക. ആ ഒരു കോൺഫിഡൻസ് നിങ്ങൾക്ക് ഈ ഒരു സെഷൻ കൊണ്ട് കിട്ടിയിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. Together we grow, together we learn, lean on our community whenever you need support. നമ്മൾ ഒരുമിച്ച് വളരെയാണ്, ആസ് എ കമ്മ്യൂണിറ്റി നമ്മൾ ഒരുമിച്ച് വളരെയാണ്, ഒരുമിച്ച് പഠിക്കുകയാണ്. നമ്മുടെ ഈ ഒരു നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ആവശ്യം വരുമ്പോൾ നിങ്ങളുടെ ഒരു അക്കാദമിക് ജേർണിയിൽ നിങ്ങൾക്ക് എന്ത് സപ്പോർട്ട് വേണമെന്നുണ്ടെങ്കിലും നമ്മുടെ ഈ ഒരു കമ്മ്യൂണിറ്റിനെ നിങ്ങൾ റിലേ ചെയ്യുക. ആ ഒരു സപ്പോർട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യുക കേട്ടോ. അടുത്തത് അടുത്ത സെഷൻ വരാൻ പോകുന്നത് ഫ്ലുവൻ്റ് ആൻഡ് ഫിയർലെസ് ലാംഗ്വേജ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്. നിങ്ങളുടെ ഇംഗ്ലീഷ് എൻറിച്ച്മെന്റ് പ്രോഗ്രാം എന്ന് പലരും കേട്ടിട്ടുണ്ടാവും നമ്മുടെ ഓൺബോർഡിംഗ് ടൈമിലൊക്കെ. ആ ഒരു സെഷന്റെ ബേസിസിലാണ് അടുത്തൊരു സെഷൻ വരാൻ പോകുന്നത്. അതിനു മുമ്പ് തന്നെ നമുക്കറിയാം എല്ലാ സെഷൻ കഴിഞ്ഞിട്ടും നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, നിങ്ങൾക്ക് ആക്ഷൻ ടാസ്കുകൾ ഷെയർ ചെയ്ത് തരാറുണ്ട്. ആ ഒരു ബെസ്റ്റ് ആയിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന സ്റ്റുഡൻസിനെ നമ്മൾ പ്രത്യേകം അക്നോളജ് ചെയ്യാറുണ്ട് സെഷൻസിന്റെ ഓറിയന്റേഷൻ സെഷൻസ് അവസാനിക്കുന്ന സമയത്ത്. സോ ഇന്നത്തെ സെഷനിലും സെഷൻ 6 നമുക്ക് ഇന്നത്തെ സെഷനിലും ഒരു ആക്ഷൻ ടാസ്ക് അവൈലബിൾ ആണ്. ആക്ഷൻ ടാസ്ക് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ദുർഗ മാമിനെ ഇൻവൈറ്റ് ചെയ്യുന്നു. മാം, അപ്പം ഇതുവരെ കഴിഞ്ഞിട്ടുള്ള ഓരോ സെഷൻസ് പോലെ തന്നെ നമ്മുടെ ഇന്നത്തെ 6th സെഷൻ, അതായത് നമ്മുടെ ലേൺ വൈസ് ടീമിനെ നിങ്ങൾ പരിചയപ്പെട്ടു. എന്തൊക്കെയാണ് നമ്മുടെ ലേൺ വൈസ് ടീമിൽ ഉള്ളത് എന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ ലിൻസി മാം നിങ്ങൾക്ക് പറഞ്ഞു തരികയുണ്ടായി. അപ്പൊ അതിന്റെ കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മൾ എത്രത്തോളം ഈ ഒരു സെഷനിൽ ഇൻവോൾവ് ആയി എന്നുള്ളതിന്റെ ഒരു ഇൻവോൾവ്മെന്റ് മനസ്സിലാക്കാനായിട്ടാണ് ഇന്നത്തെ ഒരു ആക്ഷൻ ടാസ്ക് വരുന്നത്. അപ്പൊ ഇതുവരെ കണ്ടിന്യൂസ് ആയിട്ട് എല്ലാ ആക്ഷൻ ടാസ്കുകളും നല്ല രീതിയിൽ നിങ്ങൾ പ്രസന്റ് ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ ഒരു ഇൻവോൾവ്മെന്റ് ഇന്നത്തെ ആക്ഷൻ ടാസ്കിൽ നിങ്ങൾ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. നിങ്ങൾ ഇതുവരെ ചെയ്തിരുന്ന പോലെ തന്നെ ഒരു A4 ഷീറ്റിൽ നിങ്ങളുടേതായിട്ടുള്ള ഈ ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യുക. അതായത് നിങ്ങളുടെ പോയിന്റ് ഓഫ് വ്യൂ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണ് മനസ്സിലായത് എന്നുള്ളത് ഒരു A4 ഷീറ്റിൽ നിങ്ങൾ നോട്ട് ചെയ്ത് നിങ്ങളുടെ മെന്റർക്ക് സബ്മിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതിൽ വരുന്ന ക്വസ്റ്റ്യൻസ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇതിൽ വന്നിട്ടുള്ളത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത്, വാട്ട് സപ്പോർട്ട് ഡു യു എക്സ്പെക്ട് ഫ്രം യുവർ മെന്റർ ആസ് യുവർ പേഴ്സണൽ ഗൈഡ്? ഓൾറെഡി പറഞ്ഞിരുന്നു അല്ലെ, ഒരു മെന്ററിൽ നിന്നും നിങ്ങൾ എത്തരത്തിലുള്ള ഒരു സപ്പോർട്ടാണ് അല്ലെങ്കിൽ നിങ്ങൾ എങ്ങനെ മെന്റർ ചെയ്യണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്നുള്ളതാണ് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിട്ടുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുവാണെങ്കിൽ, ഹാസ് യുവർ കോൺഫിഡൻസ് ഇൻക്രീസ്ഡ് ആഫ്റ്റർ ഇന്ററാക്ടിംഗ് വിത്ത് ദ എൻറ്റയർ ലേൺ വൈസ് ടീം റെക്കഗ്നൈസിംഗ് ദെയർ റോൾ ഇൻ യുവർ അക്കാദമിക് സക്സസ്? നമ്മൾ ഓൾറെഡി ഇപ്പൊ നമ്മുടെ ഒരു ലേൺ വൈസ് ടീമിനെ നിങ്ങൾ പരിചയപ്പെട്ടു. എന്തൊക്കെയാണ് നമ്മുടെ ഈ ഒരു നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്ന ഒരു ക്ലാസിന്റെ പുറകിൽ നടക്കുന്ന എഫേർട്ട് എന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലേ? അപ്പം എത്രത്തോളം നമ്മുടെ റോള് അല്ലെങ്കിൽ ലേൺ വൈസ് ടീമിന്റെ റോള് നിങ്ങളുടെ ഒരു അക്കാദമിക് ജേർണിയിൽ ഉണ്ട് എന്നുള്ളതാണ് ഇവിടെ മെൻഷൻ ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുള്ളത്. നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ, ഇൻ വിച്ച് സ്പെസിഫിക് ഏരിയ ഡു യു റിക്വയർ മോർ അസിസ്റ്റൻസ് ആൻഡ് ഗൈഡൻസ് ഫ്രം യുവർ മെന്റർ? നിങ്ങളുടെ മെന്റർ, നിങ്ങൾക്ക് ഓരോരുത്തർക്കും നിങ്ങൾ ലേൺ വൈസ് ടീം അല്ലെങ്കിൽ ലേൺ വൈസ് അസൈൻ ചെയ്തിട്ടുള്ള ഒരു മെന്റർ അവൈലബിൾ ആയിരിക്കും. ആ മെന്ററിൽ നിന്നും നിങ്ങൾ ഏത് ഏരിയയിലാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് വീക്ക് ആണെന്ന് തോന്നുന്ന ഏരിയ ഏതാണ് അല്ലെങ്കിൽ കൂടുതൽ സപ്പോർട്ട് വേണ്ടത് ഏത് ഏരിയാസിലാണ് എന്നുള്ളത് മെൻഷൻ ചെയ്യാനാണ് പറയുന്നത്. ആൻഡ് ഓൾറെഡി 4th ക്വസ്റ്റ്യൻ വരുന്നത് നമ്മുടെ വീക്ക്ലി കോൾ ഡേ എന്നാണെന്നുള്ളതാണ്. ഇതിൽ ഓരോരുത്തരും ഓൾറെഡി എല്ലാം ഫിക്സ്ഡ് ആയിരിക്കും അല്ലെ, വീക്ക്ലി കോൾ ഡേയും ടൈമും എല്ലാം ഫിക്സ്ഡ് ആയിരിക്കും. എങ്കിലും അത് ചെയ്യാത്തവരാണെങ്കിൽ അതൊന്ന് ജസ്റ്റ് നോട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പം ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ ആക്ഷൻ ടാസ്ക് ആയിട്ട് വരുന്നത്. അപ്പൊ ഈ കാര്യങ്ങൾ മറക്കാതെ തന്നെ ഒരു A4 ഷീറ്റിൽ നമ്മൾ എഴുതിയതിനു ശേഷം നിങ്ങളുടെ മെന്റർക്ക് പ്രസന്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, ആക്ഷൻ ടാസ്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. താങ്ക് യു ദുർഗ മാം. സോ ഈ ആക്ഷൻ ടാസ്ക് എപ്പോഴത്തെയും പോലെ തന്നെ നിങ്ങളുടെ മെന്റേഴ്സ് നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരുന്നതാണ്. മാക്സിമം അത് എന്ത് ചെയ്യുക, കംപ്ലീറ്റ് ചെയ്തിട്ട് മെന്റേഴ്സിന് കൊടുക്കാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യുക കേട്ടോ. സോ ഇന്നത്തെ സെഷനിൽ കയറിയിട്ടുള്ള എല്ലാ സ്റ്റുഡൻസിനും താങ്ക് യു സോ മച്ച്. നമ്മുടെ സെഷൻ വൈൻഡ് അപ്പ് ചെയ്യാണ് കേട്ടോ. താങ്ക് യു.